മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല മുരളീധര കണ്ണ കരുണാനിധേ കരളിൽ കൃപാരസമരുളീടണേ. മുരളീധര കണ്ണ കരുണാനിധേ കരളിൽ കൃപാരസമരുളീടണേ. എളിയ ജനങ്ങൾക്കും എളിയവൻ നീയേ തെളിയുക ഞങ്ങൾക്ക് ദേവദേവാ. മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല നിൻപദമേ ഗതിയെന്നു നിനച്ചേൻ നിൻ തിരുനാമം നിനവാകെ ചേർത്തേൻ. നിൻപദമേ ഗതിയെന്നു നിനച്ചേൻ നിൻ തിരുനാമം നിനവാകെ ചേർത്തേൻ. നിന്റെ കഥകൾ പാടി നടന്നേൻ നിന്റെ കഥകൾ പാടി നടന്നേൻ. നീയൊരു ഗതി തരു നീലവർണ്ണ. മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല നിന്നുടെ മായാലീലകൾ കാണാൻ കണ്ണിനു കഴിയാ കരുണാവിലാസ. നിന്നുടെ മായാലീലകൾ കാണാൻ കണ്ണിനു കഴിയാ കരുണാവിലാസ. കണ്ണിനു കണ്ണായി കരളിനു കരളായി കണ്ണിനു കണ്ണായി കരളിനു കരളായി വിണ്ണിനു മുലകിനും പൊന്നൊളി നീയേ. മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല മുരളീധര കണ്ണ കരുണാനിധേ കരളിൽ കൃപാരസമരുളീടണേ. എളിയ ജനങ്ങൾക്കും എളിയവൻ നീയേ തെളിയുക ഞങ്ങൾക്ക് ദേവദേവാ. മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ഇതിൻ്റെ മാഹാത്മ്യം ആണ് ഇന്നത്തെ വിഷയം. സപ്താഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥം. സപ്താഹം എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ദിവസം ഒക്കെ അറിയാം. 7 ദിവസം 7 days എന്നാണ്, 1 week എന്നാണ് അർത്ഥം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നും കൂടി കണക്കാക്കിയാൽ നമ്മൾ അഷ്ടാഹം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സപ്താഹം ഇപ്പോഴും ആരംഭിച്ചില്ല. നാളെ രാവിലെ 6:30 മുതലേ തുടങ്ങുള്ളൂ. അപ്പോഴാണ് ചോദ്യം ഇന്നെന്താണ്? അപ്പോഴാണ് അതിന് ഉത്തരം ഇന്ന് അതിൻ്റെ മാഹാത്മ്യം പറയുകയാണ്. മാഹാത്മ്യം പറയാമെന്ന് പറഞ്ഞാൽ പരസ്യമാണോ എന്ന് ചേട്ടൻ ചോദിക്കും. പരസ്യമൊക്കെ അധികം ചിലവാകാത്ത സംഗതിക്ക് ആവശ്യമുള്ളൂ. ഭാഗവതത്തിന് അങ്ങനെ പരസ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പരസ്യമല്ല, കാരുണ്യം കൊണ്ട് തങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം ഈ സംസാരിണാം കരുണയാഹ പുരാണ ഗുഹ്യം. സംസാരികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇത്രയും സുഖമായിട്ട് ഇങ്ങനൊരു വസ്തു ഇവിടെ ഇരിക്കെ
ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഇത്രയും സുലഭമായൊരു വസ്തുവാണ്, ദുർലഭമായ വസ്തുവാണ്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടി. കുറച്ച് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്ന് പലർക്കും തോന്നും. കുറച്ച് വൈകിപ്പോയി, ഇതൊക്കെ ആ റിട്ടയർമെൻറ്റ് മുന്നൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ അല്ലേ. ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ ഒരു 10-18 വയസ്സിൽ തന്നെ ഈ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് എന്ത് ചെയ്യായിരുന്നു അല്ലേ. ഇപ്പം മോശമെന്നല്ല, അല്ല ഒന്നും കൂടി ഒന്നും അല്ലേ. അധികം സംഭവിക്കണം എന്താ വെച്ചാൽ 97-ാം വയസ്സിലാണ് ലൈസൻസ് എടുക്കാൻ പോകുന്നത്. എത്ര എന്തിനാ പൊതുവെന്ന് ചോദിച്ചാൽ കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ ആണ്. നമ്മൾ ആദ്യം ഒന്ന് കാര്യം മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമുണ്ട്. ജീവിക്കാൻ പുറപ്പെടുന്നവരാണ് ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടത്. റോഡിലേക്ക് ഇറങ്ങണവർ എന്ത് ചെയ്യണം? ലൈസൻസ് എടുക്കണം. അപ്പോൾ ജീവിതം എങ്ങനെ അനുഭവിക്കണം, വിഷമമില്ലാതെ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ. ഇന്നതൊന്നുമില്ല. ഇവിടെ വിഷയം ഭാഗവതായതുകൊണ്ട് ഭാഗവതം എന്ന് പറയും, അത്രയേ ഉള്ളൂ. ഇനി ഗീതയാണെങ്കിലും ഇനി മറ്റ് ഏത് ശാസ്ത്രമാണെങ്കിലും എന്തിനു പഠിക്കണമെന്ന് ചോദിച്ചാൽ സമാധാനമായിട്ട് കഴിയാൻ. എന്താണ് ഉത്തരം? അത് മാത്രമേ ഉള്ളൂ, മറ്റുത്തരമൊന്നുമില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനമാണ്. അതുകൊണ്ട് ഇവിടെ ദുർലഭമായ ഈ വസ്തു എളുപ്പത്തിൽ തനിക്ക് കിട്ടി. ആ കിട്ടിയത് ലോകർക്ക് മുഴുവൻ കിട്ടട്ടെ എന്നുള്ള കാരുണ്യം കൊണ്ട് ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചു. അതിനെയാണ് മാഹാത്മ്യവും. നാളെ മുതൽ 7 ദിവസം നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എന്തെന്ന് അറിയാത്തവരൊന്നല്ല, നമുക്കൊക്കെ നിശ്ചയുണ്ടെങ്കിലും മറന്നു പോകും. നമുക്കറിയാത്ത വല്ല കാര്യമുണ്ടോ? ഒക്കെ മറന്നു പോകണില്ലേ? ഇല്ല, മറന്നു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയില്ല. എല്ലാവരും ഒക്കെ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ചില പറയാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ കേട്ടതാണ്, പക്ഷെ ഒന്നും ഓർമ്മയില്ല, ഉണ്ടാവരുത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സപ്താഹം നടത്തില്ല, കാരണം ഒക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ അതില്ല. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത് ചിലപ്പം മറന്നു പോകും. പായൽ നീക്കി മുങ്ങണത് പോലെ എന്ന് പറയും ആചാര്യന്മാർ. നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും? പായലൊന്ന് നീക്കി കഴിഞ്ഞാലും അങ്ങോട്ട് മുങ്ങി നമ്മൾ കരയ്ക്ക് നിന്ന് തോർത്തുന്ന സമയത്ത് പായലൊക്കെ പഴയ പോലെ തന്നെ, അത് ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ ഉണ്ടാവും കുളം. അപ്പം നമ്മളത് നീക്കി തൽക്കാലം ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പഴയ പ്രശ്നങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. 8 മണി മുതൽ 9 മണി വരെ പ്രഭാഷണമൊക്കെ കേട്ടിരിക്കുമ്പോൾ ചിരിച്ചും കൊണ്ടൊക്കെ ആയിരിക്കും. ഇത് കഴിഞ്ഞ് വീട്ടിലെത്തി വാതിലങ്ങോട്ട് തുറന്നാൽ ഭാവം മാറി. നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. ഇത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. കിട്ടിയ നിധി അത് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് മാഹാത്മ്യത്തിൻ്റെ പ്രസക്തി. നമുക്കറിയുന്ന വിഷയങ്ങളാണെങ്കിലും ചിലപ്പം അധികം നമ്മൾ വ്യവഹരിക്കുന്നത് ലോകത്തിനോടാണല്ലോ. കൂടുതൽ നമ്മൾ പറയണത് ഭാഗവതല്ല. എന്താ പറയണത്? പരദൂഷണം. അങ്ങനെ പറയണില്ല. ആ ജാതി കാര്യങ്ങൾ തന്നെ വ്യക്തികളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ തുച്ഛ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ പരാമർശിച്ചും കൊണ്ടാണ് നമ്മൾ 24 മണിക്കൂറിലെ ഉണർന്നിരിക്കുന്ന സമയം. ഉറങ്ങുമ്പോൾ പിന്നെ ഒന്നും പറ്റണില്ല. ഉണർന്നിരിക്കുന്ന സമയത്ത് അധികവും ലോക വിഷയങ്ങളാണ് പറയണത്. ഈ പറയണതൊക്കെ ഉള്ളിൽ ശേഖരിച്ച് വെക്കുന്നുണ്ട്. അപൂർവം കുറച്ച് സമയം മാത്രമേ എന്ത് ചെയ്യണുള്ളൂ? ഭാഗവതമൊക്കെ കേൾക്കുള്ളൂ. അപ്പോഴും പരാതി, ബോറടി. അങ്ങനെ പറയരുത്. ഭാഗവതം കേൾക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇനി അതും പരദൂഷണ മട്ടിൽ പറയണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അത് സാധിക്കില്ല. അതാണ് വിഷയം. നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. ഇവിടെ മാഹാത്മ്യം എന്തിനു ചോദിച്ചാൽ നാളെ മുതൽ കേൾക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഥ അറിഞ്ഞ് ആട്ടം കാണണമെന്ന് പറയും. കഥകളിയൊക്കെ അങ്ങനെയാണ്, കേട്ടിട്ടില്ലേ? കഥ അറിഞ്ഞിട്ട് വേണം കാണുക. അപ്പോൾ അത് രസമുണ്ട്. നാരായണീയം വായിച്ചിട്ട് വേണം ഗുരുവായൂർ തൊഴുക പറയും. എന്താണ്? അതിന് മുമ്പ് തൊഴുതിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതാ മസാല ദോശ കഴിക്കാൻ വേണ്ടി വേഗം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സെറ്റ് കൊണ്ട് വാങ്ങണം, നല്ല AC അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടൽ ആദ്യം ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. ഗുരുവായൂരപ്പനെ ശരിക്കും തൊഴുതോ ചോദിച്ചാൽ അത് നാരായണീയം വായിച്ചതിന് ശേഷം, അത് അറിഞ്ഞതിന് ശേഷം ആവുമ്പോഴാണ് തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അപ്പോഴേ അത് പറയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എന്താ ഉത്തരൊക്കെ തിരക്ക്, എന്താ ഇപ്പോൾ ഇവിടെ ഉള്ളത്? എല്ലാതെങ്കിലും ഉള്ളതിൻ്റെ ബോഡിയും നാട്ടുകാർക്ക് എന്ത് കരുതി ഇവിടെ വന്നിരിക്കുക എന്ന് തോന്നും. നേരെ മറിച്ച് ഇത് പഠിച്ചിട്ട് പോകുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതുപോലെ മാഹാത്മ്യം അറിഞ്ഞിട്ട് ഭാഗവതം കേൾക്കുന്നതും അതല്ലാതെ എന്തോ ഒച്ചപ്പാടുണ്ടോന്ന് കയറി നോക്കാം എന്നുള്ള മട്ടിൽ ഇനി രുക്മിണി സ്വയംവരത്തിനും ഒക്കെ ചിലരൊക്കെ വരും. ഞാൻ വരെ നോക്കണ്ടേ എന്ന് വരുമ്പോൾ തിരുമേനി പറഞ്ഞ പോലെ നോക്കരുത്. അങ്ങനെയുള്ള ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ കയറി വന്ന് അങ്ങനെ നോക്കും. അത് കഴിഞ്ഞ് പോവും. എന്താ നടന്നു തന്നെ അവർക്ക് നിശ്ചയം ഉണ്ടാവില്ല. രാധയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കും. രാധയിൽ രുക്മിണിയെ കൊണ്ടുപോകുന്നത് അമ്മ അവർ ശ്രദ്ധിച്ചോളന്നില്ല. അപ്പം ഇങ്ങനെ ആ സമയം ഇടയ്ക്കൊക്കെ വന്നു പോവുക. അപ്പം അവർക്ക് പുണ്യം കിട്ടില്ല എന്നല്ല പറയണത്.
അതൊക്കെ ലേശം ലേശമൊക്കെ ഭഗവാനോട് അടുത്ത് തുടങ്ങിയെന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഭഗവാന്റെ മടിയിലിരുന്ന് തുടങ്ങിയിട്ടില്ല. നമ്മളൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്, അങ്ങനെ അല്ലേ? നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കണില്ലേ? വീട്ടിൽ ഇതിൽ നല്ല കസേര ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റാറുണ്ടോ? ഇതിപ്പോൾ കൈയൊന്നും ഇല്ല, ഇല്ല, ഉണ്ടോ? ഇല്ല. മറ്റേ കൈയുള്ള കുഷിയുള്ള കസേരകൾ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് വലിയ വിഷമൊന്നും ആരുടെയും മുഖത്ത് കാണുന്നില്ല. ആരും അങ്ങനെ ദുഃഖിച്ചിരിക്കുകയല്ല. എന്താ കാരണം? തന്നെപ്പറ്റി പറയാണ്, ഈശ്വരനെ പറ്റി പറയുകയാണെന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതാണ് ഇവിടെ വിഷയം. മാഹാത്മ്യം എന്ന് പറയുന്നത് സൂചിപ്പിക്കണം അതാണ്. കഥ അറിയാം എന്തെന്നുള്ളത് മനസ്സിലാക്കി അനുഭവിക്കുന്നതും അറിയാതെ അനുഭവിക്കുന്നതും വ്യത്യാസമുണ്ട്. നാളെ മുതൽ 7 ദിവസം ഇവിടെ വർണ്ണിക്കുന്നത് ഭാഗവതമാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കണം. 7 ദിവസവും കേൾക്കണം. ഒരു ഭാഗവും നഷ്ടപ്പെടാതെ കേൾക്കണം എന്നുള്ളതൊക്കെയാണ് ഇന്ന് പറയുന്നത്. ചിലരെന്താ വിചാരിക്കുന്നത് വെച്ചാൽ ചില ഭാഗം മാത്രം കേട്ടാൽ മതി എന്നൊക്കെ ധാരണയുള്ളവരുണ്ടാവാം. നിങ്ങൾക്കാർക്കും ഇല്ല, നിങ്ങളെ കാര്യമല്ല പറയണത്. അങ്ങനെയുള്ളവരുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ നമ്മളൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു. എൻ്റെ കാര്യം പറയാലോ, ഞാനൊക്കെ നരസിംഹത്തിനൊന്നേ പോവുള്ളൂ. അതുവരെ ഒന്നുമില്ല, ഒന്നുമില്ല. സപ്താഹത്തിനങ്ങനെ പോയ ആകെ മുഷിഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ പറയണു, ഒന്നും മനസ്സിലാവണമില്ല. ഒരു കഥ നമുക്ക് മനസ്സിലാവണമായിട്ടുള്ളത് നരസിംഹമാണ്, അത് കേൾക്കും. പിന്നെ കൃഷ്ണാവതാരത്തിന് പോയ മിഠായി കിട്ടും, സ്വയംവരത്തിന് പോയാൽ ലഡു കിട്ടും, പിന്നെ കുചേലവൃത്തം ഉച്ചയ്ക്ക് പോയാൽ അവല് കുഴച്ചത് കിട്ടും. ഇനി അവിടെ നിൽക്കണ്ട, കഴിഞ്ഞു വേറെ കുറേ. ഇനിയിപ്പോൾ ഒന്നും ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. പിന്നെ 12ാം അധ്യായം കേട്ട പുണ്യം അത്ര. ഇനിയിപ്പോൾ അതില്ലെന്ന് വേണ്ട, അത് കേട്ടേക്കാം. ഈ ഒരു മട്ടാണ് തുടക്കമൊക്കെ ഉണ്ടാവുക, തെറ്റൊന്നുമില്ല. നമ്മളൊക്കെ അങ്ങനെ വന്നവരൊക്കെ തന്നെയാ ആവാം, അറിയില്ല. തുടക്കമൊക്കെ അങ്ങനെയാണ്. പക്ഷേ എന്നും അങ്ങനെയാവരുത്, ഇത്രയേ പറയുള്ളൂ. തുടക്കം അങ്ങനെയാവാം, എന്നും അങ്ങനെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവും, അത് ശരിയല്ല. അതാണ് ഇവിടെ, അതാണ് മാഹാത്മ്യം. ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എങ്ങനെ അത് വർണ്ണിക്കണം. പലപ്പോഴും ലോകവിഷയങ്ങളിൽ ഭ്രമിച്ചു പോകുമ്പോൾ നമ്മളത് എങ്ങനെ കേൾക്കണം എന്നുള്ളത് മറന്നു പോകും. ഇന്ന് ലോകത്തിൻ്റെ വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. എങ്ങനെയൊന്നും ഇഷ്ടമില്ല. പലരും ജീവിക്കുന്നത് തന്നെ ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുക. എന്തിനാ ചോദിച്ചാൽ മരിക്കണവരെ ജീവിക്കുക, അല്ലാണ്ടപ്പം എന്താ ചെയ്യുക? ഇങ്ങനെ എന്താ നിശ്ചയില്ലാണ്ട് അങ്ങനെ ഒരു പണം ഉണ്ടാക്കണ യന്ത്രം. സന്തോഷം എന്താണെന്ന് അറിയില്ല, എങ്ങനെ വേണം വ്യവഹരിക്കേണ്ടതെന്ന് അറിയില്ല. സന്ദീപ്തേ ഭവനേ തു കൂപഖനനം പ്രത്യുദ്യമ കീദൃശ. ഭർതൃഹരി ചോദിക്കുന്നുണ്ട്, പലപ്പോഴും ലോകത്ത് എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ വീട് കത്തുമ്പോഴാണ് കിണർ കുഴിക്കാൻ പോവുക. എന്താണ് വ്യത്യാസം? മനസ്സിലായോ എന്താ ഉദ്ദേശിച്ചത്? വെള്ളം അന്വേഷിക്കണത്. വെള്ളം അന്വേഷിക്കലല്ല, കിണർ കുഴിക്കുക. പുറത്ത് കുഴിച്ച് എപ്പോഴാണ് വെള്ളം കിട്ടുക? അപ്പോഴേക്കും പെര കത്തില്ലേ ആ ചോദ്യം. അതിൻ്റെ മുമ്പ് ചിന്തിക്കുന്നില്ല. ഒന്നെങ്കിൽ വിവാഹം കഴിയുമ്പം, അല്ലെങ്കിൽ കുട്ടികളില്ലാണ്ടിരിക്കുമ്പം, അല്ലെങ്കിൽ കുട്ടികളുണ്ടായി പറഞ്ഞാൽ കേൾക്കാണ്ടിയാവുമ്പം ഒക്കെയാണ് എന്ത് ചെയ്യണത്? ഈശ്വര, ഈ ജീവിതം എന്ന് അപ്പോഴേ ആലോചിക്കണുള്ളൂ. മുമ്പേ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ അക്കാദമിക പഠിപ്പിനോടൊപ്പം എന്ത് ചെയ്യണില്ല? ആധ്യാത്മിക വിദ്യ അഭ്യസിക്കാനൊന്നും ആരും ശ്രമിക്കാറില്ല. താൻ ശ്രമിച്ചില്ലെങ്കിലും മക്കൾക്കെന്നാൽ അവരെങ്കിലും നേരെയാവട്ടെ കരുതി പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതുമില്ല. അവരോടും ഹോംവർക്ക് ചെയ്യുന്ന മാത്രമേ പറയുള്ളൂ. ഹോംവർക്ക് ചെയ്യാൻ പറയില്ല. അതും കൂടി ഇടയ്ക്കൊന്ന് അരമണിക്കൂർ അതും കൂടി ഒന്ന് ചെയ്യുമെന്നത് പറയില്ല. ഹോംവർക്ക് പറഞ്ഞാൽ അവർ നമ്മുടെ ഓൾഡ് ഏജ് ഹോം കൊണ്ടാക്കുകയും ചെയ്യും. ഹോംവർക്ക് വേണ്ടാന്നല്ല, അതൊക്കെ ഉണ്ടാവട്ടെ. കൂട്ടത്തിൽ എന്ത് ചെയ്യണം? 2 ചിറക് വേണ്ടേ പറക്കാൻ, ഒരു ചിറക് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പഠിപ്പ് വേണ്ട പറഞ്ഞിട്ടില്ല, ജോലി വേണ്ട പറഞ്ഞിട്ടില്ല, പണം ഉണ്ടാക്കണ്ട പറയണില്ല. പക്ഷെ കൂട്ടത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടാലും സമാധാനമായിട്ടിരിക്കാനുള്ള വിദ്യ അത് വേണം. ഇതൊക്കെ നഷ്ടപ്പെടും. പണം നഷ്ടപ്പെടില്ലേ? ഇല്ല, നഷ്ടപ്പെടും. രോഗം വരില്ലേ? അതിന് ഒരു തട്ടിപ്പോയാൽ വരില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും, അത് തീർച്ചയാണ്. അത് ദുഃഖിപ്പിക്കാൻ പറയല്ല. ഇരിക്കേണ്ടില്ലായിരുന്നു എന്ന് വിചാരിക്കരുതേ. ഇരുന്ന് കുടുങ്ങി ഇയാൾ പേടിപ്പിക്കുക എന്നും പറയണ്ട, അതല്ല. യാഥാർത്ഥ്യം പറയുകയാണ്. പരീക്ഷത്തിൻ്റെ കഥ തന്നെ അദ്ദേഹം അങ്ങനെ മരിക്കാൻ തയ്യാറായതാണ്. പ്രിപ്പറേഷൻ അത് വളരെ പ്രധാനമാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇനി ദീപാവലി സമയത്ത് പടക്കം പൊട്ടും ഇല്ലേ? നമ്മളങ്ങനെ പൊട്ടുന്നത് കേൾക്കും. പൊട്ടി ഇങ്ങനെ പൊട്ടുന്നുള്ളത് നമ്മൾ ആദ്യം അറിയണത് കൊണ്ട് നമുക്ക് എന്തില്ല? പേടില്ല. അറിയാത്തൊരാൾക്കോ ഇപ്പോൾ കതിനേക്ക് നമ്മൾ തീ കൊളുത്തുന്നത് നമ്മൾ കണ്ടു വെച്ചാൽ നമുക്ക് വലിയ പേടി ഉണ്ടാവില്ല. കാരണം അത് ഇങ്ങനെ കത്തിപ്പോണത് നമ്മൾ കാണുന്നു. അങ്ങനെ പോയി നമുക്ക് എന്ത് ചെയ്യാം? ഒരുങ്ങാം. നമ്മളെന്ത് ചെയ്യും? ചെവിയൊക്കെ ഒന്ന് പൊത്തി ഒരുങ്ങി നിൽക്കും. അത് പൊട്ടിയാൽ വല്ല ചെവിയൊക്കെ ഒന്ന് പൊട്ടിയില്ലേ? അയാളെ ബാധിച്ചോ? അയാളെ വല്ലാണ്ട് ബാധിച്ചില്ല. നേരെ മറിച്ചത് അറിയാത്ത ഒരാളാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ പരദോഷണം പറഞ്ഞിരിക്കുമ്പോൾ ബാധിച്ചു. രണ്ടായാലും പൊട്ടൽ അവിടെ നടക്കും. പക്ഷേ ഭാഗവതം പഠിച്ച ആൾക്ക് പൊട്ടിയാൽ എന്തില്ല? പരിഭ്രമല്ല. പഠിക്കാത്ത ആൾക്കോ പൊട്ടുമ്പോൾ പരാതി, പരിഭവം,
എന്തിനാണ് ഈ ജീവിതം തിരുമേനി, മടുത്തു, ഞങ്ങോട്ട് പോയാൽ മതി, ഈ ഭാഷക്കാർക്കാ. അപ്പം നിങ്ങൾ ചോദിക്കും, ഭാഗവതം വായിക്കുന്നവരും അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിലാക്കിയിട്ടില്ല. നാളെ ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും ധൈര്യമായിട്ട് പറയുള്ളൂ, പറച്ചിൽ മാത്രമേ ഉള്ളൂ, അയാളതൊന്നും. അതുതന്നെയാണ് സത്യം. അല്ലാതെ ഇപ്പം ഈ ആധ്യാത്മിക വിഷയം അറിഞ്ഞൊരാളെ സംബന്ധിച്ച് നാളെ രോഗം വന്നാൽ വന്നു, അല്ലാതെ എന്താ, രോഗം മാറി, നന്നായി, ഇനി 200 കൊല്ലം കൂടി ഇവിടെ ഉണ്ടാവും, സന്തോഷം, നാളെ പോകും, പരമ സന്തോഷം. ആ മട്ടിലേക്ക് എത്താറാവണം, അതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതല്ലാതെ കുറേ കാശുണ്ടാക്കലോ കുറേ സ്ഥലം വാങ്ങലോ ഇതൊന്നും അല്ല ലക്ഷ്യം. ആരോഗ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക, എന്തിനത് മൊത്തം പ്രശ്നം. ഇതൊക്കെ കണ്ട് ആരോഗ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക. മാനസികാരോഗ്യം വേണ്ടേ? അതും വേണ്ടേ? ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം ആത്മാഭിമാനമുള്ളവർ കുറഞ്ഞു വരണു, സൽക്കർമ്മത്തിൽ രുചി കുറഞ്ഞു വരണു. ശ്രദ്ധിച്ചു നോക്കൂ, ചെറുപ്പക്കാരി കുട്ടികളൊക്കെ കൂടുതൽ നോക്കി നോക്കൂ, സപ്താഹം കേൾക്കാനൊക്കെ ആരുണ്ടാവുക? ഈ വക വിഷയങ്ങളിലൊക്കെ കൂടുതലും ആരുണ്ടാവും? പ്രായമുള്ളവരുണ്ടാവുക. ചെറുപ്പക്കാർ വരണം എന്ന് കരുതിയിട്ട് ഇപ്പം ചില മാജിക്കൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. ചെറുപ്പക്കാർ വരണ്ട തിരുമേനി, അതുകൊണ്ട് ഞങ്ങളിപ്പം വൈകുന്നേരം ബാലയെ വെച്ചു, അങ്ങനെയൊക്കെ ഉണ്ടാവും, നാടകമൊക്കെ ഉണ്ടാവും. സംസ്കൃതത്തിൽ ഈ ഭാഗവത്തിൻ്റെ ഇടയ്ക്കാണ് ചിലപ്പോൾ ഉണ്ടാവും ആളെ കൂട്ടാൻ. അപ്പോഴും കുഴപ്പമെന്താ ചോദിച്ചാൽ എന്ത് നടക്കണില്ല? സിനിമ കണ്ടുകൊണ്ട് നേരെയോ തത്വവിചാരം നടക്കണുണ്ടോ? അതാ ചോദ്യം. അപ്പോഴും കാര്യങ്ങളിലേക്ക് എത്തണില്ല. ആത്മാഭിമാനം കുറഞ്ഞു വരണു. അത് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിനോടൊരു പുച്ഛം അതും കൂടി വരണു. ആധ്യാത്മിക വിഷയങ്ങളോടൊന്നും ഒട്ടും ശ്രദ്ധയില്ല. ആ ശ്രദ്ധയൊക്കെ വരും എപ്പോഴാണ് ചോദിച്ചാൽ, കൂടെ സേവ പറയാനുള്ളവർ നഷ്ടപ്പെടുമ്പോൾ, നമ്മളെ സ്നേഹിച്ചവർ വഞ്ചിക്കുമ്പോൾ, അതല്ലെങ്കിൽ വലിയ എന്തെങ്കിലും രോഗം വന്നു പെട്ടാൽ, അപ്പോഴൊക്കെയാണ് ഒന്ന് എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും കേട്ടാൽ സമാധാനമാകുമോ, വല്ല വഴിപാടും കഴിച്ചാൽ നേരെയാവുമോ, ഏത് അമ്പലത്തേക്കാണ് പോകണ്ടു, ഏത് പുസ്തകമാണ് വായിക്കേണ്ടത്, ആ പുസ്തകത്തിൽ ഏത് അധ്യായമാണ് വായിക്കേണ്ടത്, നിങ്ങളുടെ ശ്രദ്ധയൊക്കെ വരുന്നത് എപ്പോഴാണ്? അപ്പം അതാണ്, അതൊക്കെ ഇല്ലാണ്ടിരിക്കാനാണ് എന്ത് മാഹാത്മ്യം. എന്താണ്? അത്രയേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ സപ്താഹമൊക്കെ നടത്തുന്നത്, എന്താണ് സപ്താഹത്തിൻ്റെ ഉദ്ദേശം, എന്തിനാ ഭാഗവതത്തിൻ്റെ അല്ലെങ്കിൽ എന്തിനാ ഭാഗവതം നടത്തുന്നത്? ഒന്ന് ചിന്തിക്കൂ, ഒരു ഉത്തരം പറയൂ. എന്തിനാണ് സപ്താഹം നടത്തുന്നത്? എന്തിനാ? നേരം പോകാൻ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയല്ലേ, നേരം പോകണ്ടേ? ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. എന്താ ഉദ്ദേശം? അല്ല, ചിലർ നേരം പോകാൻ കേൾക്കണവരുണ്ട്, കാണുന്നവരുണ്ട്, ചില തമാശ രസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല മട്ടിലാണ്. നമ്മളിതിപ്പോൾ എങ്ങനെയാണ് നടത്തുമ്പോൾ പല രീതിയിൽ നടത്താം. സപ്താഹം നടത്തുന്നത് ചില ദിക്കിലൊക്കെ എന്താ വെച്ചാൽ, ഈ സപ്താഹം കഴിഞ്ഞ് മിച്ചമുള്ള കാശ് കൊണ്ട് മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സപ്താഹം നടത്താറുണ്ട്. ഇല്ലേ? ഇല്ല. ചിലർ സപ്താഹം കേമായി എന്ന് പറയുക, എത്ര ചാക്ക് അരി വെച്ചു നോക്കിയിട്ടാണ് സപ്താഹം. ഇപ്രാവശ്യം സപ്താഹം ഗംഭീരമായി, 30 ചാക്ക് അരിയാണ് വെച്ചത്. ഇങ്ങനെയൊക്കെ വേണ്ടവരുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? പരദൂഷണമായിട്ട് കണക്കാക്കണ്ട, അത് ഒക്കെ കാര്യം തന്നെയാണ് പറയണത്. ഇല്ലേ? എങ്ങനെയപ്പോൾ നമ്മളിത് കണക്കാക്കുക? എങ്ങനെയാണ് സപ്താഹം നന്നാവുക? അല്ലെങ്കിൽ എങ്ങനെയപ്പോൾ ഇത് കണക്ക്? എന്തിനപ്പോൾ നടത്തുന്നത്? എന്തിനാന്ന് പറയൂ, മിണ്ടാണ്ടിരിക്കണ്ട. എന്തിന്? ആത്മീയതയിലേക്ക് കടന്ന് ഊളിട്ടിറങ്ങാൻ, ആത്മജ്ഞാനം ഉണ്ടാവാൻ. എന്തിനാണ്? ശരിയാണ്, പരിഹസിച്ചാലോട്ടോ, ഒക്കെ ശരിയാണ്. അതൊക്കെ ഇപ്പം ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞതല്ലേ. അതാണ് വിഷയം. അതിലേക്ക് തന്നെയാണ് വരുന്നത്. കഥ തന്നെ പറയാം. കഥയല്ല, പണ്ട് ചിന്മയാനന്ദ സ്വാമി ഗീതജ്ഞാനമായിട്ട് നടത്തുന്ന സമയത്ത് ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു. ഇവിടെ ഗൗരവത്തിൽ തന്നെയാണ് നടത്തുന്നത് കേട്ടോ. ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, കാശിൻ്റെ ആവശ്യമൊന്നും സംഘാടകർക്കും ഉണ്ടാവില്ല, നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ എന്തെങ്കിലും ഒരു 10 രൂപ ഉണ്ടായാൽ ചുറ്റുമതിൽ നേരെയാക്കാമെന്ന സങ്കല്പത്തിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ നടത്തുക. പക്ഷെ അതിൽ നിൽക്കരുത് നർത്ഥം. അതൊന്നും നമ്മുടെ ഉദ്ദേശത്തെ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 100 പേര് കേട്ടു, ഒരാളുടെ മനസ്സ് ശുദ്ധമായി, 99 പേരുടെ മനസ്സ് ശുദ്ധമായിട്ടില്ല വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ സപ്താഹം ഇവിടെ. അത്രയേ ഉള്ളൂ. അതാണ് കാര്യം. ചിലത് ഭൗതികമായിട്ടുള്ള എല്ലാ ഉയർച്ചയും ഉണ്ടാവും, പക്ഷെ ഒരാൾ പോലും ആത്മീയമായിട്ട് ഉയർന്നിട്ടുണ്ടാവില്ല. എന്ത് കാര്യം? എന്താ കാര്യം? നമുക്കൊക്കെ വലിയ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, കയ്യിൽ കാശുണ്ട്, കുടുംബത്തെ സ്വൈരമില്ല. വളരെ നന്നായി. എന്ത് കാര്യം?
അത് ചിന്തിക്കണം എന്നർത്ഥം. അതുകൊണ്ട് അതൊന്നല്ല ഇവിടെ വിഷയം. ദരിദ്രനാവട്ടെ സമ്പന്നനാവട്ടെ അതൊന്നും വിഷയമില്ല. ശാന്തി അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഇവിടെ ചോദ്യമുള്ളൂ. പണ്ട് ചിന്മയാനന്ദ സ്വാമിയോട് ചോദിച്ചു, അദ്ദേഹം ഗീതാജ്ഞാനയജ്ഞം നടത്തുന്ന സമയത്ത്, സപ്താഹമാകുമ്പോൾ പിന്നെ ഈ ചോദ്യം വരില്ല. ഈ ഗീതാജ്ഞാനയജ്ഞം വൈകുന്നേരം കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഒരു 6:30 തുടങ്ങിയ ഒരു 8:30 വരെ 2 മണിക്കൂർ നേരം. അപ്പോഴും ഹാള് വേണം. അദ്ദേഹത്തിൻ്റെ പരിപാടി ആകുമ്പോൾ കുറച്ചൊരു തട്ടിക്കൂട്ടി പരിപാടിയാവില്ല. അത്യാവശ്യം AC ഹാളൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അങ്ങനെ ഭക്ഷണമൊന്നും ഇല്ലാനും. എന്താണ് ശാപ്പാടൊന്നുമില്ല. സപ്താഹത്തിന് പിന്നെ ഉണ്ടല്ലോ, ഇതിനതൊന്നുമില്ല. അപ്പോൾ കേൾക്കാനായിട്ട് തന്നെ ആൾ വന്ന് കേട്ട് പോവുക, വേറെ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താ വെച്ചാൽ, ഇവിടെ ഈ ഒരു ഹാള് 7 ദിവസം വേണമെങ്കിൽ അതിന് കാശ് കൊടുക്കണം. മൈക്ക്, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഇതിനൊക്കെ കാശ് വേണം. ഈ 7 ദിവസം കൊണ്ട് എന്താ ഇപ്പം കാര്യം? ഈ കാശുണ്ടെങ്കിൽ ദരിദ്രന്മാർക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തൂടെ? എന്താണ് സത്യമല്ലേ? അല്ലേ നോക്കൂ, നിങ്ങൾ പറയൂ അല്ലേ? അപ്പോൾ ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടാവും, അവർക്ക് ഭക്ഷണം കൊടുത്തൂടെ ഈ കാശ് കൊണ്ട്? അല്ലെങ്കിൽ ഒരു വൃദ്ധസദനം നടത്തിക്കൂടെ? എന്നാൽ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ അമ്മമാരെ നമുക്ക് അവിടെ പാർപ്പിച്ചുകൂടെ? മക്കളൊക്കെ ഉപേക്ഷിച്ച അമ്മമാരെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിർത്തിക്കൂടെ ഈ കാശുണ്ടെങ്കിൽ? അതുപോലെ നിങ്ങളും ചോദിക്കണം, ഈ സപ്താഹം നടത്താനുള്ള കാശുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കില്ലേ? എന്താ ചോദിക്കാത്തോ? അപ്പം കുട്ടികളാകുമ്പോൾ ചോദിക്കും, ചെറുപ്പക്കാരാകുമ്പോൾ ഇങ്ങനത്തെ ചിന്തയൊക്കെ വരും. അങ്ങനത്തെ ചിന്ത വരണം. അതൊരു ചിന്തയില്ലാണ്ട് അങ്ങനെയല്ല, ചില ചിന്തകളൊക്കെ ഉള്ളുന്നുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ചോദ്യം എങ്ങനെയാണ്? അതല്ലെങ്കിൽ ബാലസദനം നടത്തിക്കൂടെ? എത്ര കുട്ടികൾ, അച്ഛനമ്മമാരൊക്കെ മക്കളെ ഒഴിവാക്കുന്നവരെന്ന് നാട്ടിൽ കൂടി വരികയാണ്. ചേലയ്ക്കും മാലയ്ക്കും വേണ്ടി പ്രസവിച്ച കുട്ടിയെ തന്നെ ഉപേക്ഷിക്കാൻ അമ്മമാർക്കിപ്പം വലിയ മടിയൊന്നും പണ്ടത്തെ പോലെ ഇല്ല. എന്നാൽ അങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് രക്ഷിക്കാൻ നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇനി ശ്രദ്ധിക്കണേ, ഇതുവരെ ഉറങ്ങിക്കോളൂ, ഇനി ശ്രദ്ധിക്കണം. അദ്ദേഹം ഉത്തരം പറഞ്ഞത് എന്താ വെച്ചാൽ, അദ്ദേഹം പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു, എൻ്റെ ഉദ്ദേശം ഇവിടെ അനാഥരെ സൃഷ്ടിക്കലല്ല. എന്താണ് അനാഥരെ സൃഷ്ടിക്കലല്ല എൻ്റെ ഉദ്ദേശം. നമ്മളൊരു അനാഥാലയം നടത്തുമ്പോൾ നമ്മുടെ സങ്കല്പം എന്താ? ഇവിടെ ആരും ഉണ്ടാവരുതെന്ന? അനാഥാലയമൊക്കെ ഉണ്ടാക്കി ഒരു മനുഷ്യൻ അവിടെ ഇല്ല, അത് പറ്റുമോ? 10 ആൾ വരണം നല്ല സങ്കല്പം. എൻ്റെ ഉദ്ദേശം ഇവിടെ ജനങ്ങളുടെ പട്ടിണി മാറ്റണം എന്നുള്ളതല്ല. സപ്താഹത്തിന് അത് ചോദിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ചിലർ പറയാറുണ്ട് കേട്ടോ, സപ്താഹത്തിന് ഒന്നുമില്ലെങ്കിലും തിരുമേനി ഞങ്ങൾ കുറ്റം പറയണില്ല, കാരണം ഒന്നുമില്ലെങ്കിൽ ഊണ് കൊടുക്കണ്ടല്ലോ. അർത്ഥം പിടി കിട്ടിയോ? എന്താ പോയിൻ്റെ അർത്ഥം? ഒന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെയാ എന്താണ്, നിങ്ങളവിടെ വളവള എന്തോ പറയുന്നുണ്ട്, പോട്ടെ ഞങ്ങൾ ക്ഷമിച്ചു. ഒന്നുമില്ല, ഉച്ചയ്ക്ക് ഊണ് 10 ആൾക്ക് കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഭാഷ ബുദ്ധിമുട്ടുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ കിട്ടണല്ലേ? അപ്പോൾ അതിലെന്താ വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? എന്തോ നിങ്ങളെന്തോ വായിച്ചോ ഒക്കെ പോട്ടെ, ഒന്നുമില്ല, ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുന്ന ഒരു ഏർപ്പാടായതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അതിനെ എതിർക്കുന്നില്ല. ഊണുണ്ട്. നമ്മുടെ വിചാരം എന്താ വെച്ചാൽ, ഈ ഊണാണ് ഏറ്റവും വലിയ ഈ ഒരു മോശം ചിന്ത നമുക്കുണ്ട്. അതല്ല, ഊണെന്നുള്ളത് വലിയ മുഖ്യമല്ല. നമ്മളിപ്പോൾ അത് വലിയ പ്രധാനമായിട്ട് കണക്കാക്കുക തെറ്റല്ല. കഴിക്കണം, എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകണം എന്നല്ലാതെ ഇത് പ്രധാനം എന്ന് വിചാരിക്കരുത്. സ്വാമി പറഞ്ഞ ഉത്തരം എന്താണ്? എൻ്റെ ഉദ്ദേശം ഇവിടെ പട്ടിണി ഇല്ലാണ്ട് ആക്കലല്ല. ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം പട്ടിണിയൊന്നുമല്ല, ആണോ? ഇന്ന് പട്ടിണിയൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, ആർക്കും അങ്ങനെ പട്ടിണി പണ്ടത്തെ പോലെ ഒന്നും ഇല്ല. ഇന്നത്തെ പ്രശ്നം എന്താ ചോദിച്ചാൽ, ഈ അനാഥരുണ്ടാവണത് എങ്ങനെയാണ് അന്വേഷിച്ചാൽ മനസ്സിലാവും, രക്ഷിതാക്കൾക്ക് സ്നേഹമില്ലാണ്ട് ആവുമ്പോഴാണ്. വൃദ്ധസദനം ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? മക്കള് അച്ഛനമ്മമാരെ സ്നേഹിക്കാണ്ടേ ആവുമ്പോഴാണ്. ഇവിടെ ചികിത്സിക്കേണ്ടത് ആരെയാ? മനസ്സിനെയാണ് ചികിത്സിക്കേണ്ടത്. ഇന്ന് മനസ്സിനാണ് പട്ടിണി. അതാണ് അങ്ങനെ എല്ലാദിക്കിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. കൗൺസിലിംഗ്, നമുക്ക് ആ ചെല്ലാത്ത രോഗങ്ങൾ, ഡിപ്രഷൻ, സ്ട്രെസ്ഡ്, ഡിപ്രസ്ഡ്, വെൽ ഡ്രസ്ഡ്. എന്താണ് കഥ? മുക്കിന് പോവുകയാണ് എല്ലാവരും. ശനിയാഴ്ച ഡിപ്രഷനായിട്ട് പോവുക കൗൺസിലിങ്ങിന്. ഒന്നുമില്ല, ആകെ ബുദ്ധിമുട്ടാണ്, സമാധാനമില്ല, വിഷമം. അതാണ് പ്രശ്നം. പട്ടിണിയൊന്നുമല്ല.
ഇനി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലുള്ള ദോഷങ്ങൾ പറയട്ടെ. അപ്പം ഒരു അധർമ്മിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം കഴിച്ച അദ്ദേഹം ഒരു അധർമ്മം ചെയ്താൽ ആ അധർമ്മത്തിൻ്റെ പങ്ക് ആർക്ക് കിട്ടും? അന്ന് ഊണ് വിളമ്പി ആൾക്ക് കിട്ടും. ഇനി കൊടുക്കാണ്ടിരിക്കണ്ടായി, കൊടുത്തോളൂ. ഏത് പാപിയാണെങ്കിലും കൊടുക്കണം. ഇതിപ്പം ഭക്ഷണം മാത്രമാണ് പ്രധാനം, ജ്ഞാനം പ്രധാനമല്ല എന്ന് പറയുന്നവരോട് തർക്കം. അതൊരു തർക്ക സമ്പ്രദായമാണ്. അതിനുവേണ്ടി ഒരു ന്യായം പറഞ്ഞതാണ്. അതിന് ഇത് പറഞ്ഞ് നാളെ കൊടുക്കാണ്ടിരിക്കരുത്, ഏത് പാപി വന്നാലും കൊടുത്തോളൂ. നമ്മുടെ സങ്കല്പം നന്നായാൽ മതി. അയാൾ ആരായാലും സാരമില്ല, ഞാൻ നോക്കുന്നത് അയാളുടെ ഉള്ളിൽ ആരായിരിക്കുന്നത്? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം. നമ്മുടെ സങ്കല്പം അതിൽ വൈശ്വാനരനായിട്ടിരിക്കുന്നത് ഭഗവാൻ പറയണില്ലേ, അഹം വൈശ്വാനരോ ഭൂത്വ. ഭഗവാനാണ് വൈശ്വാനരനായിട്ടിരിക്കുന്നത്. വിശപ്പ് അത് ഏത് ജീവനാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് എത്ര വലിയ ദുഷ്ടനാണെങ്കിലും ഭക്ഷണം കൊടുക്കാം, വേണ്ട പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ മുന്നിൽ ജ്ഞാനം ഒന്നും അല്ല എന്ന് പറയരുത്. അതാ പറയുന്നത്. ഭക്ഷണം കഴിച്ച തൽക്കാലം വയറെന്നറിയുള്ളൂ. നാളെ രാവിലെ നമുക്കൊരു 8 മണി വരെയൊക്കെ പിടിച്ച് നിൽക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പറയും ഒരു 2 റൊട്ടി കിട്ടിയിരുന്നെങ്കിൽ ഇല്ലേ, ഒന്നെങ്കിലും. ആ കഴിച്ചത് എത്ര നേരം കിട്ടും? ഒരു 12:45, 1 മണി, 1:15 നമ്മൾ പറയും ലേശം ചാവൽ. അതൊരു 4, 4:15 വരെ ഒരു പരിപ്പ് പൊടിയും കാപ്പിയും കിട്ടിയിരുന്നെങ്കിൽ. ആ കഴിച്ചത് വൈകുന്നേരം 8 മണി വരെ. പിന്നെ വിശക്കണില്ലേ? നേരെ മറിച്ച് ഈ വക അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശാന്തി അത് ഒരു നഷ്ടപ്പെടില്ല. അതാ പറയുന്നത്. സാക്ഷാത്കരിച്ചാൽ പിന്നെ നഷ്ടപ്പെടില്ല. തലയ്ക്ക് അടിയേറ്റാലും നഷ്ടപ്പെടില്ല. ഡിമനുഷ്യ വന്നാലും ചിലക്ക് അതൊക്കെ പേടി. അൾഷിമേഴ്സ് വന്ന് അതൊക്കെ പോവില്ല. സാക്ഷാത്കരിച്ച ഒരാളെ സംബന്ധിച്ച് അത് പോവില്ല. അല്ലാത്ത ആളെ സംബന്ധിച്ച് വെറുതെ ഡാറ്റ കളക്ഷൻ മാത്രമാണെങ്കിൽ പോയിട്ടോ. അത് പുസ്തകം നഷ്ടപ്പെട്ടാൽ പോയില്ലേ? നമുക്കൊക്കെ പുസ്തകം പോയാൽ ഒക്കെ പോയില്ലേ? അതുകൊണ്ട് പോയാൽ ബ്ലാക്ക്. അങ്ങനെയല്ല, അത് പുസ്തകവും ഞാനും ഒന്നായി മാറണ്ടേ. അതിലേക്ക് അങ്ങനെ സഞ്ചരിക്കുകയാണ് നമ്മൾ. ഇതാണ് ഉദ്ദേശം. അപ്പം ജ്ഞാനയജ്ഞത്തിൻ്റെ ഉദ്ദേശം എന്ത് ചോദിച്ചാൽ, നാളെ ഈ കാണുന്നതൊക്കെ നഷ്ടപ്പെട്ടാലും ദുഃഖിക്കാണ്ടിരിക്കാനുള്ള പാഠമാണ് നൽകുന്നത്. അതാണ് ഗീതാജ്ഞാനയജ്ഞം എന്നാണ്. ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം അതാണ്. നല്ല മനസ്സുള്ളവർ കുറഞ്ഞു വരികയാണ്. പണ്ട് സുഗതകുമാരി ടീച്ചർ പാടിയിട്ടുണ്ടായിരുന്നു, ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. ഇവിടെ അവയവങ്ങൾക്ക് കേടുവന്നാൽ മാറ്റിവെക്കാൻ പറ്റും ഇല്ലേ? മാറ്റിവെക്കാറില്ലേ? കണ്ണ് മാറ്റിവെച്ചു വെക്കാറില്ലേ? കിഡ്നി മാറ്റിവെച്ചു. കിഡ്നിയൊക്കെ ഒന്ന് മതി, അതിൻ്റെ ഒരു പകുതി വർക്ക് ചെയ്താൽ മതി, അത്യാവശ്യം കഴിഞ്ഞു കൂടാനുള്ളതായി. ഹാർട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നാളെ ഇനിയിപ്പം സയൻസ് അങ്ങോട്ട് പുരോഗമിച്ച് തല മാറ്റി വെച്ചു എന്നും വന്നേക്കാം. ഞെട്ടണ്ട, നമുക്കൊരു ഞെട്ടലുമില്ല. തല മാറ്റി വെച്ചോ ആയിക്കോട്ടെ. അപ്പോൾ ഭാഗവത്തിലൊക്കെ വർണ്ണിക്കണില്ലേ, ദക്ഷന് ആടിൻ്റെ തല വെച്ചതൊക്കെ നമുക്കിപ്പോൾ എന്ത് നാളെ തലയും മാറ്റി വെച്ചു എന്ന് വന്നേക്കാം. നമ്മളതിലൊന്നും തൊഴില്ല. ഈ ഒരു കാര്യം ചെയ്താൽ നമ്മൾ നമസ്കരിക്കും. എന്ത് ചെയ്താൽ ഇപ്പം ആ നല്ല മനസ്സുള്ള ആളങ്ങോട്ട് മരിക്കുമ്പോഴേ ആ നല്ല മനസ്സെടുത്തിട്ട് ഇപ്പോഴുള്ള ദുഷ്ടനങ്ങോട്ട് വെച്ചു കൊടുക്കാൻ പറ്റിച്ചാൽ നല്ല കണ്ടുപിടുത്തം. അത് പറ്റുമോ ആണ് ചോദ്യം. അത് സാധിക്കുന്നില്ല. അത് സാധിക്കാച്ച നല്ല കാര്യം കേട്ടോ എന്നാണ്. പാവം മനസ്സോ, ആ മനസ്സിനെ ഒന്ന് നേരെയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതിനുള്ള വഴിയാണ് ഈ ഭാഗവതം. ഭാഗവത ഗംഗ എന്നാ പറയുക. ഇതിലൊന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഹൃദയം ശുദ്ധാവും. ശരീരം ശുദ്ധാക്കാൻ ഇവിടെ ധാരാളം നദികളുണ്ട്, മുങ്ങിക്കോളും. നമ്മളൊക്കെ എത്ര മുങ്ങിയില്ലേ? മുങ്ങാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? എന്നിട്ടോ പഴയതിനേക്കാൾ കഷ്ടമായിരിക്കുകയാണ്. അതല്ല, അത് ശരീരം മാത്രമല്ലേ മുക്കിയിട്ടുള്ളൂ. അവിടെ കുഴപ്പം. അത് മനസ്സൊന്നും മുക്കണ്ടേ. അതുകൊണ്ട് ഈ ഭാഗവതത്തെക്കാൾ നല്ലൊരു വിദ്യ ഈ കലികാലത്ത് മനസ്സ് ശുദ്ധാക്കാനില്ല എന്നാണ്. ഏതസ്മാതപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. ഇതിനേക്കാൾ കേമായിട്ടൊന്നുമില്ല മനഃശുദ്ധിക്ക് എന്നാണ്. ഇതിലും നല്ലൊരു സോപ്പ് വേറല്ല ഈ കലികാലത്ത്. അല്പബുദ്ധികളായ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സോപ്പ് ഭാഗവതം. ഗീതയൊക്കെ നല്ല സോപ്പ് തന്നെയാണ്, മോശം പറഞ്ഞിട്ടില്ലേ. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ അല്ലേ? സമയമില്ല. നമുക്കാണെന്ന് വെച്ചാൽ ഇരുന്ന് വളരെ ശ്രദ്ധിച്ചൊക്കെ പറയണം. കാരണം നല്ല ഈഗോ നിങ്ങൾക്കല്ല, എനിക്കുണ്ട്. അപ്പോൾ എന്നെ പോലെ ഈ കുറച്ചൊരു അഹന്തമുള്ള ഒരാളെ സംബന്ധിച്ച് പറയുന്ന ഭാഷ നല്ലതല്ലെങ്കിൽ കേൾക്കില്ല, കേൾക്കുമോ? ഇപ്പം വേദത്തിൻ്റെ ഭാഷ അത് ഗൗരവ.
അങ്ങനെ അടുത്ത് വന്നിരുന്ന് കൈ പിടിച്ചിട്ടൊന്നും ഉപദേശിക്കുന്ന ഏർപ്പാട് വേദത്തിനില്ല. സത്യം വദ, അത്രയേ ഉള്ളൂ. എന്താണ്? സത്യം പറഞ്ഞോളണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഇവിടെ നാളെ എല്ലാവരും രാവിലെ എത്തിക്കോളണം എന്ന് പറഞ്ഞാൽ തിരുമേനി ഇങ്ങോട്ട് എത്തിയാൽ മതി. വരാൻ വിചാരിച്ചാലും കൂടി വേണ്ട വയ്ക്കും. അയാളുടെ ഒരു രാവിലെ വരൽ പിന്നെ എന്ന് വിചാരിക്കും. ഇവിടെ ഉള്ളവർ വിചാരിക്കില്ലെങ്കിലും എൻ്റെ നാട്ടിലുള്ളവരൊക്കെ വിചാരിക്കാറുണ്ട്. ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്, വേദത്തിനുണ്ട്. അതിൻ്റെ ഒരു ഭാഷ കുറച്ച് ഗൗരവമാണ്, ഉപദേശമാണ്. ഉപദേശം ആർക്കും ഇഷ്ടപ്പെടും. നമ്മളൊക്കെ മക്കൾ എത്ര ഉപദേശിച്ചു കേൾക്കാറുണ്ടോ? നമ്മൾ പറഞ്ഞു കണ്ടു പോകും. നമുക്ക് പറഞ്ഞു കഴിഞ്ഞ ഒരു സമാധാനം. എന്നാളൊരു അമ്മയോട് ചോദിച്ചു, അമ്മ പറഞ്ഞു കുറേ കണ്ട് ചീത്ത പറയുമ്പോൾ എനിക്കൊരു സമാധാനം. അമ്മയ്ക്കറിയാം കുട്ടി കേൾക്കുന്നില്ല, എന്നാലും എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണം വെച്ചാൽ കുറച്ചങ്ങോട്ട് പറഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ട്, പോയി കിടന്നുറങ്ങുന്നതല്ലാതെ. നമ്മളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഉപദേശിച്ചില്ല എന്ന് വേണ്ട, അങ്ങോട്ട് പറഞ്ഞേക്കാം. അവർ കേൾക്കില്ല എന്ന് 101% നമുക്കറിയാം. അതല്ല, എന്തൊക്കെയോ കുറേ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്താവണം? അതിനൊരു ഫലം ഉണ്ടാവണം. ആ നിർബന്ധം വേണം. എന്താണ്? ഏത് ശൈലിയിലാണെങ്കിലും അത് 7 ദിവസം ഇവിടെ വന്നു, സപ്താഹം നടത്തി, എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാവണം. വേണ്ടേ? അത് കുറേ കുറ്റം പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളെങ്കിൽ തമ്പ് തല്ലി കുറ്റം പറഞ്ഞു കഴിഞ്ഞു 7 ദിവസം. അതല്ല, അതിലെന്തുണ്ടാവണം? ചെറിയൊരു മാറ്റം എനിക്കുന്നുണ്ട്, ഒരു തെളിച്ചം കിട്ടി. അങ്ങോട്ട് മുക്തി കിട്ടിയെന്നല്ല പറയണത്. 7 ദിവസം കഴിഞ്ഞാൽ ഞാൻ വത്സനൊന്നാവരുത് കേട്ടോ, അങ്ങോട്ട് പോകരുത്, അത്രയൊന്നല്ല പറയണത്. ചെറിയൊരു ഭയം കുറച്ച് നീങ്ങി മുഴുവൻ അങ്ങോട്ട് നീങ്ങുന്നല്ല, അല്പാൽപമായിട്ട് മെല്ലെ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ഒന്നും കൂടി വൃത്തിയിലിപ്പോൾ എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ മുഷിഞ്ഞ് ഇങ്ങനെ എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ പറയാൻ എന്താ വെച്ചാൽ 7 ദിവസം ഞങ്ങൾ ലീവ് എടുത്ത് ഇവിടെ വന്നിരുന്ന് കേട്ടാൽ തിരുമേനിക്ക് അങ്ങനെ പറയാം. തിരുമേനിക്ക് 7 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടും. ഞങ്ങളെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഈ ചോദ്യമൊക്കെ കുറേ നിങ്ങൾ വിചാരിക്കും ഈ പ്രായത്തിനിടയ്ക്ക് ഇയാളിതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ചോദ്യം ചെറുപ്പക്കാരോടാകുമ്പോൾ ഒന്നുകൂടി അടുത്ത് വന്ന് പറയല്ലോ. ഇതേ സമപ്രായക്കാരായിട്ടുള്ള പുരുഷന്മാരൊക്കെ അടുത്ത് വന്ന് അങ്ങനെ കൃത്യമായിട്ട് പറയും ചെയ്യും. പ്രായമുള്ളടത്തേക്ക് പോവില്ല, ആരെന്തോ പറഞ്ഞ് കാരണം ഒരു പോട്ടെന്നേ വിചാരിക്കുള്ളൂ. നമുക്ക് ഇങ്ങനത്തെ ചോദ്യം ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ ചോദ്യമൊക്കെ കേൾക്കട്ടെ, അപ്പോഴല്ലേ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുക. ഞങ്ങളത് ലീവ് എടുത്താൽ എത്ര റുപ്യ നഷ്ടം വരുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ ഇവർ കുറേ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഹാർഡ് വർക്ക് ഉണ്ട്, സ്മാർട്ട് വർക്ക് ഇല്ല. എന്താണ് വ്യത്യാസം? മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഇന്നും മുഷിഞ്ഞ് ഇങ്ങനെ പണിയെടുക്കുക എന്നല്ലാണ്ട് നേരാവണ്ണം ആസ്വദിച്ചും കൊണ്ട് പണിയെടുക്കുന്നവർ വളരെ വളരെ കുറവാണ്. ചെറിയൊരു കഥ പറയാം. പണ്ട് ഇയാളത്തെ തുന്തുകാരി പറയാത്തതാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? തുന്തുകാരിയൊക്കെ 22 പ്രാവശ്യം കേട്ടില്ലേ? തൽക്കാലം കഥ കേൾക്കൂ. ഈ മാഹാത്മ്യത്തിൽ ഇങ്ങനെ കുറച്ച് കഥ വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ അത് പണ്ടത്തെ ഒരു സമ്പ്രദായമാണ്. മാഹാത്മ്യം അന്നത്തെ കാലത്തുള്ള രീതിയാണ്. കാരണം ഈ ആചാര്യന്മാർ കാട് കയറി പോകുന്നുള്ളത് വ്യാസർക്ക് തന്നെ അറിയാം. അത് വേണ്ട കരുതിയിട്ട് ഒരു 3 കഥയിൽ അങ്ങോട്ട് ഒതുക്കിക്കോളൂ എന്നുള്ള മട്ടിലാണ് ഇങ്ങനെ ഒരു 3 കഥ പറയും കേട്ടോ, പറയാണ്ടിരിക്കില്ല. കാരണം അതുകൂടി ഒന്ന് സൂചിപ്പിക്കും. തൽക്കാലം ഇതൊന്ന് കേൾക്കൂ. ഓരോ കാലത്തുള്ളതനുസരിച്ച് ലേശം ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് പറയണം. പണ്ടൊരു മുതലാളി അയാളുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു പ്രായമുള്ള ആളാണ്. അവിടെ രാവിലെ 9 മണിക്ക് വിറക് വെട്ടം തുടങ്ങി 5 മണി വരെ പണിയെടുക്കും. കഠിനാധ്വാനം തന്നെയാണ്. അധ്വാനിക്കാത്ത ആളാ വിചാരിക്കണ്ട. അപ്പോൾ അയാൾക്ക് 10,000 റുപ്യ കൊടുക്കാറ് മാസം. എത്ര? 10,000 റുപ്യ. 9 മണിക്ക് തുടങ്ങും 5 മണി വരെ. ഒരു മാസത്തേക്ക് എത്ര കൊടുക്കുക? 10,000 റുപ്യ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പണിയെടുത്തപ്പോൾ അയാൾക്ക് 50,000 റുപ്യ കൊടുത്തു. എത്ര? ശരിയായോ? നിങ്ങളുടെ അഭിപ്രായം? അത് മാത്രമല്ല, രസം എന്താ വെച്ചാൽ ആ ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ 10 മണിക്കേ വരുള്ളൂ, മറ്റാൾ 9 മണിക്ക് വരും. ഇയാൾ 10 മണിക്ക് വന്നാൽ 11:30 വരെ പണിയെടുക്കും. പിന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 2:30 to 4 കഴിഞ്ഞു. അയാൾക്കാണ് എത്ര കൊടുക്കുന്നത്? ആദ്യത്തെ 2 മാസമൊക്കെ മറ്റാൾ സഹിച്ചു. പിന്നെ ഇയാൾക്ക് സഹിച്ചില്ല. ഒന്ന് ചോദിക്കണല്ലേ, ഇത് ന്യായമാണോ? ആണോ? നമ്മളും ചോദിക്കാറില്ലേ, ഞാൻ ആച്ച ധർമ്മം മാത്രമേ അനുഷ്ഠിക്കാറുള്ളൂ, അറിഞ്ഞും കൊണ്ട് ഒരു പാപം ചെയ്തില്ല, ഞാൻ ആച്ച അങ്ങനെ അപ്പുറത്തെ ഫ്ലാറ്റിൽ ആച്ച അയാൾ അപകടമല്ലാണ്ടൊന്നും ചെയ്യാറുമില്ല, അയാളെ ഭഗവാൻ അങ്ങനെ അല്ലേ? അപ്പോൾ ഇയാൾ അങ്ങനെ ഒരു ചോദ്യം ഇയാൾക്ക് പോലെയാണ്. ഇയാൾ മുതലാളിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ കുറച്ച് കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുകയാണ്, ഇത് ശരിയാണോ? അദ്ദേഹം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, 10 മണിക്കേ വരുന്നുള്ളൂ, 11:30 പണി നിർത്തി, ഞാൻ അച്ചവിടെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉച്ചയ്ക്ക് എങ്ങനെയൊക്കെയോ കുറച്ച് നേരം കഴിച്ചു എന്ന് വരുത്തി വീണ്ടും വന്ന് പണിയെടുക്കുകയാണ്.
അപ്പം മുതലാളി ചിരിച്ചും കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എത്ര നേരം പണിയെടുത്തോളൂ എന്ന് ഞാൻ നോക്കാറില്ല, എത്ര വിറക് വെട്ടിന്ന് മാത്രമേ ഞാൻ അത്രയേ ഉള്ളൂ, നിങ്ങളിപ്പോൾ എത്ര നേരം എടുത്താൽ എന്താ. ഞാൻ വന്ന് നോക്കുമ്പം താൻ ചെയ്തതിനേക്കാൾ 5 ഇരട്ടി വിറക് ആര് വെട്ടിയിട്ടുണ്ട്. അത് നോക്കിയാൽ പോരെ? പോരാ? അതുപോലെ ആ അപ്പം സംഗതി എന്താ വെച്ചാൽ പോയി നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്, ഇയാൾ 9 മണിക്ക് വീട്ടിൽ നിന്ന് വാള് മൂർച്ച കൂട്ടും. എന്താണ് 10 മണി വരെ മൂർച്ച കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസല്ല ബച്ച അത് പണി ഉള്ള ദിക്കിലേക്ക് ചെല്ലും. അവിടെ എത്തി 1.5 മണിക്കൂർ വിറക് വെട്ടി. പിന്നെ ഇയാൾ കൂടുന്നത് കേട്ടാ മൂർച്ച കൂട്ടാൻ. 1.5 മണിക്കൂർ വെട്ടിയാൽ കുറച്ചൊക്കെ ഒന്ന് കുറയില്ലേ, ഒന്ന് മൂർച്ച കൂട്ടണ്ടേ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്ക് വന്ന് 4:30 വരെ കഴിഞ്ഞാൽ പിന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു, മൂർച്ച കൂട്ടി എടുത്ത് വയ്ക്കുക. ഇതില്ല, നമ്മൾ ഈ തുരുമ്പിടിച്ച വാടുമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുക. 65 വയസ്സായി ഇപ്പോഴും നേരെ ആവണില്ല പറഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യാസം മനസ്സിലാവുണ്ടോ? ഈ 7 ദിവസം നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയോ? തൽക്കാലം പണിയൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ആ വാടുമായിട്ട് വന്ന് 7 ദിവസം പിന്നെ ഒരു പോക്കുണ്ട് ഓഫീസിലേക്ക്, അല്ലെ വീട്ടിലേക്ക്. ഇനി അതല്ല, ഏതാ കർമ്മമണ്ഡലം വെച്ചാൽ അവിടേക്കൊരു പോക്കുണ്ട്. പിന്നെ അങ്ങോട്ട് സ്മാർട്ട് വർക്ക്. ഇത് ഈ വിദ്യകൾ മനസ്സിലാക്കണില്ലല്ലോ എന്നാണ് നമ്മൾ ഇത് കേൾക്കുമ്പം ചിന്തിക്കുക. ഈ വക കാര്യങ്ങളൊന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ ഇപ്പം ചെയ്യണതിനേക്കാൾ ഭംഗിയിൽ ഇനിയുള്ള കർമ്മം വിവേകാനന്ദ സ്വാമി പറയണില്ലേ, ഒരു മുക്കുവൻ ഗീത കേട്ടിട്ട് മത്സ്യം പിടിക്കാൻ പോകും, സ്വതവേ കിട്ടുന്നതിനേക്കാൾ 10 ഇരട്ടി കിട്ടും. ഒരു കള്ളൻ ഗീത വായിച്ച് കക്കാൻ പോകും, സ്വതവേ കിട്ടണേക്കാൾ കക്കണം എന്നല്ലേ. താൻ ചെയ്യണത് എന്ത് പണിയാണോ അത് ഇതിനേക്കാൾ സുന്ദരമായിട്ട് അസ്വസ്ഥത ഇല്ലാതെ സന്തോഷത്തോടു കൂടി. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് വലിയ വലിയ കർമ്മങ്ങൾ ചെയ്തിട്ട് എത്ര ഗംഭീരന്മാർ കരയണത് നമ്മൾ കാണുന്നുണ്ട്. ലോകദൃഷ്ടിയിൽ നോക്കിയാൽ ഒന്നിൻ്റെയും കുറവില്ല. ഉള്ളിലോ വിഷമമാണ്. അടുത്തെത്തുമ്പോഴാണ് കാര്യം പറയുക. അത് വിട്ടിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്താ ഇപ്പോൾ അയാൾക്ക് അടുത്ത് വന്ന് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ തിരുമേനി പിന്നെ അങ്ങനെ പറയാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. അപ്പം വിഷയം അതാണ്. ഇതാണ് ഭാഗവതത്തിലെ വിഷയം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്ന് കാണിക്കുകയാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ലിസൺ അല്ല, അറ്റൻഷൻ, ഇതൊന്നുമല്ല. ഗുരുപദിഷ്ട വേദാന്തവാക്യേഷു വിശ്വാസഃ ശ്രദ്ധ. ഗുരു പറയുന്ന വാക്കിൽ ഉറച്ച വിശ്വാസം. ആ പറയണത് തെറ്റല്ല, ആ പറയണത് എൻ്റെ അനുഭവത്തിലുണ്ടോ ഇല്ലയോ ഉള്ളതല്ല. അനുഭവത്തിൽ വന്നാൽ മാത്രമേ വിശ്വസിക്കുമെന്ന് വാക്ക് അങ്ങനെ വാശി പിടിക്കരുത്. നാളെ അനുഭവത്തിൽ വരും. ഇപ്പം ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ശ്രദ്ധ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഇവിടെ വ്യാസർ വെറുതെ പറയില്ല. ഇവിടെ ശ്രീശുഖർ ഒരിക്കലും നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി ഇല്ലാത്തത് പറയില്ല. ഒരിക്കലും രമണ മഹർഷി നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയില്ല. ഒരിക്കലും രാമകൃഷ്ണദേവൻ നമ്മളെ ഒരു വഷളാവണമെന്ന് കരുതി പറയില്ല. ഒരിക്കലും നാരായണ ഗുരുദേവൻ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും എഴുതി വയ്ക്കില്ല. ഇങ്ങനെ ആ ഋഷിമാരൊക്കെ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരിമിതിയാണെന്ന് അറിയണം. മനസ്സിലാകണില്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ആ സിദ്ധാന്തം അപകടമെന്ന് പറയരുത്. ഞാൻ മല കയറാൻ പുറപ്പെട്ടു, കയറാൻ പറ്റുന്നില്ല, അപ്പോഴോ മലയെ കുറ്റം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? അങ്ങനെ കുറ്റം പറയരുത്. കയറിയവരുണ്ടല്ലോ, അത് ചോദ്യം. അതുകൊണ്ട് മെല്ലെ മെല്ലെ കയറ്. എനിക്ക് കുറച്ചേ പറ്റുള്ളൂ, മതി. ആ കയറുന്നുണ്ടല്ലോ, കുറച്ച് സമാധാനം കിട്ടിയ അത്രയായില്ലേ? ഇത് മുഴുവനായിട്ടൊന്നും എനിക്ക് തോന്നണില്ല, കുറച്ചെങ്കിലും ആയ അത്രയായില്ലേ? അങ്ങനെ ചിന്തിക്കാവൂന്നർത്ഥം. ഈ ശ്രദ്ധ തന്നെ പലതരത്തിലുണ്ട്, കേൾവി തന്നെ പലതരത്തിലുണ്ട്. ഉത്തമ ശ്രോതാവ്, മധ്യമ ശ്രോതാവ്, പിന്നെ പറയേണ്ടത് അധമ ശ്രോതാവ്. അങ്ങനെ പറയണില്ല, പ്രാകൃത ശ്രോതാവ്. ഇങ്ങനെ 3 തരത്തിൽ ശ്രോതാക്കളെ പറ്റി സ്കന്ദപുരാണത്തിൻ്റെ അതിലുള്ള മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. പ്രാകൃത ശ്രോതാവ് ആരെ പോലെ ചോദിച്ചാൽ ഒട്ടകത്തെ പോലെ ഇരിക്കും. ആരെ പോലെ? ഒട്ടകത്തിൻ്റെ പ്രത്യേകത, അതിന് മുൾച്ചെടി ഇഷ്ടം. എന്താ ചെയ്യുക? മുൾച്ചെടിയാണ് അതിന് ഇഷ്ടം. ഇങ്ങനെ ചിലർ സപ്താഹം കേൾക്കാനൊക്കെ വരും, പക്ഷേ അവർ മുൾച്ചെടി മാത്രമേ. എന്തെങ്കിലും മുൾച്ചെടി എന്ന് ഉദ്ദേശിച്ചത് എന്താ? അവിടെയുള്ള ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം കാണുക, അതിനെപ്പറ്റി എടുത്തു പറഞ്ഞ് അതിനെപ്പറ്റി വ്യക്തികളെ പറ്റി പരാമർശിക്കുക എന്നർത്ഥം. അപ്പോൾ അത് പാടില്ല എന്നർത്ഥം. നമ്മളാരും എന്ത് ചെയ്യരുത്? ഒട്ടകായി വരരുത്. ഉത്തമ ശ്രോതാവ് വേണ്ടത് ഒരിക്കലും അധമ ശ്രോതാവ്, പ്രാകൃത ശ്രോതാവ് ആവരുത്. നല്ലതുണ്ടെങ്കിലും നല്ല ചെടി അതിന് വേണ്ട.
നമ്മളിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പറയണമെന്ന് മനസ്സിലാക്കുക. 7 ദിവസം ഇരുന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചത് കേൾക്കുക, എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അത്രയേ വേണ്ടൂ. ഇനി മധ്യമ ശ്രോതാവുണ്ട് തത്തയെ പോലെ. തത്തയുടെ പ്രത്യേകത എന്താ? തത്ത പറയണതൊക്കെ കേട്ട് അതുപോലെ പറയും. ചിലർ അങ്ങനെ ഉണ്ട്, കേട്ടതൊക്കെ അതേപോലെ അങ്ങനെ പറയും. ഇവിടുന്ന് കേട്ടതൊക്കെ ഇതിനേക്കാൾ നന്നായി വീട്ടിൽ പോയി പറയും, ഇല്ലേ? അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ മൊബൈൽ ചെയ്യണില്ലേ, റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതിനെ അതേപോലെ തന്നെ കുറച്ച് എഫർട്ടൊക്കെ കൊടുക്കുകയും ചെയ്യും, ഒരു എക്കോ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കുകയും ചെയ്യുക. ഒന്നും കൂടി വൃത്തിയിൽ പിന്നിലൊരു ശ്രുതിയൊക്കെ വെച്ച് ഒന്നും നന്നാക്കാൻ പറ്റും. തത്തയ്ക്ക് എന്താ കുഴപ്പം? തത്ത അനുഭവിച്ചില്ല. എന്താണ്? തത്തയ്ക്ക് ക്ലാസ് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. തത്തയുടെ ജീവിതവും വളരെ കഷ്ടം തന്നെയായിരിക്കും. എന്താണ്? പുറമെ നടിക്കും. പറച്ചിലൊക്കെ കേട്ടാൽ നമ്മൾ കേമനാവി തത്ത ആവും, എന്താ തത്തയുടെ തത്തയ്ക്കൊന്നും നിശ്ചയില്ല. അത് കേട്ടത് ഇങ്ങനെ പോവുകയാണ്, ചെവി കൂടെ കേട്ടു, വായക്കൂടെ പറഞ്ഞു, ഇങ്ങോട്ട് പോയിട്ടില്ല. ഇത് അവിടെ നിന്ന് അങ്ങനെ ഹൃദയത്തിൽ പോയിട്ട് അവിടെ നിന്നൊരു പ്രവർത്തനം നടന്ന് സ്വാഭാവികമായിട്ട് പൊന്തി വന്ന് കണ്ടത്തിലൂടെ പ്രവഹിക്കുകയാണെങ്കിൽ പ്രവഹിക്കട്ടെ. ഈ വിചാരമാണ് ഉത്തമ ശ്രോതാവിന് വേണ്ടത്. അങ്ങനെയുള്ളവരൊക്കെ കുറവാണെന്ന് അർത്ഥം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഹംസം അങ്ങനെയാണ്. അതിനാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നടിക്കാറില്ല, അതിന് പ്രശസ്തിയൊന്നും ആവശ്യമില്ല. അതിനെന്തേ വേണ്ടൂ? ശാന്തമായിട്ടിരിക്കണം, ഇതേ ആഗ്രഹമുള്ളൂ. എന്താണ്? ശാന്തമായിട്ടിരിക്കണം. അതിന് വെള്ളവും പാലും ചേർത്ത് കൊടുത്തു നോക്കൂ, അതെന്ത് ചെയ്യും? അത് പാല് മാത്രം സ്വീകരിക്കും. നമ്മളൊരു പാത്രത്തിൽ വെള്ളവും പാലും ചേർത്ത് കൊടുത്താൽ അത് കുടിച്ചങ്ങോട്ട് പോയാൽ എന്ത് ബാക്കി ഉണ്ടാവും? വെള്ളം അവിടെ ബാക്കി ഉണ്ടാവും. നമ്മൾ കുടിച്ചു പോയാൽ എന്ത് ബാക്കി ഉണ്ടാവും? പാലവിടെ ബാക്കി ഉണ്ടാവും. തമാശയായിട്ട് പറഞ്ഞതാട്ടോ. ഗ്രാഹ്യത്യാജ്യ വിവേകം. ത്യജിക്കേണ്ടത് ത്യജിക്കാനും ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാനും ഉള്ളൊരു ബുദ്ധി ആവശ്യമാണ്. ശാസ്ത്രം പഠിക്കുമ്പം ഈ പറയണ കാര്യത്തിൽ ചിലത് ത്യജിക്കണം. ചില കഥകളൊക്കെ പറയേണ്ടതേ നമ്മൾ ചില തത്വങ്ങൾ ബോധിപ്പിക്കാനാണെന്ന് മനസ്സിലാക്കി ആ കഥയെ അങ്ങോട്ട് വിട്ടോളണം. കഥയുടെ പിന്നാലെ ഓടരുത്. എന്നാലും എങ്ങനെയാ അപ്പോൾ അതങ്ങനെ വരാഹം ഭൂമിയിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ വെള്ളത്തിലാണ് ഭൂമി പറഞ്ഞാൽ ഭൂമിയിലല്ലേ വെള്ളം? എന്നിട്ട് അങ്ങനെ ഉറക്കല്ലേ രാത്രി തേഞ്ഞും പറഞ്ഞു കിടക്കുക. അല്ല എന്നാലും ഇപ്പത്തെ എങ്ങനെ, എന്നാലും ഭൂമിയിലല്ലേ വെള്ളം? അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ വിശ്വസിച്ചോ? വരാഹായിട്ട് വന്നത് എങ്ങനെയാ? ബ്രഹ്മാവിൻ്റെ മൂക്കിലൂടെ, അതൊക്കെ വിശ്വസിച്ചോ? വിശ്വസിച്ചു. എന്നിട്ട് എങ്ങനെ വന്നിട്ട് വരാഹം എങ്ങനെയാണ്? തല മാത്രം വരാഹത്തിൻ്റെയാണോ അല്ലെങ്കിൽ മൊത്തമായിട്ട് വരാഹാണോ? വരാഹം കിരീടം വെച്ചോ? അല്ല, ചിന്തിക്കാൻ വെച്ചാൽ നമുക്ക് പലതും ചിന്തിക്കാം, ഇല്ലേ? എന്തൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇനി മറ്റൊരു ചോദ്യം, ഇതൊക്കെ വെറുതെ എടുത്തിട്ട് കേട്ടോ. ഒരു ചോദ്യം, ചിലതിൻ്റെ മുകളിൽ കിടന്ന് ഉറക്കല്ലാണ്ടിരിക്കുന്നവരുണ്ട്. നമ്മളിത് ചരിത്രപരമായിട്ട് പഠിക്കുന്നത് ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒന്നുമല്ലല്ലോ. പലരും അങ്ങനെ വിചാരിക്കുക അത് ആധ്യാത്മിക ഗ്രന്ഥമാണ്. ഈ തത്വം മനസ്സിലാക്കി കഥ വിട്ടോളുക. കഥ പറയണത് എന്തിനാ വെച്ചാൽ ഓർത്തു വെക്കാനാണ്, തത്വം ഓർത്തു വെക്കാനാണ്. ആമി മോയിലും പന്തയം വെച്ച കഥ പറയണത് എന്തിനാണ്? അഹങ്കാരം ആപത്തെന്നുള്ള തത്വം പറയാനാണ്. അല്ലാതെ എവിടുന്ന് ഇപ്പം ഈ ആമി മോയിലും പന്തയം വെച്ചു പൻവേലിൽ നിന്നാണോ ഡോംബുവിലിൽ നിന്നാണോ ഗോരേഗാവ് നിന്നാണോ എവിടും അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. ചില തത്വം ബോധിപ്പിക്കാനാണ്. അല്ലെങ്കിൽ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം ചോദിച്ചാൽ ചിലതിനൊന്നും ഉത്തരമില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ കഥ പറഞ്ഞു വരുമ്പോൾ ഭാഗവത്തിൽ ആദ്യത്തെ മനുഷ്യൻ സ്വയംഭൂ മനു. ആരാ? സ്വയംഭൂ മനു. അയാളുടെ ഭാര്യയാണ് ആര്? ശതരൂപ. അവർക്ക് എത്ര മക്കളുണ്ടായി? എത്രയാ? 4, 3, 5 ഞാൻ പറയാം. പ്രിയവ്രതൻ, ഉത്താനവാദൻ, 2 ആൺകുട്ടികൾ, പിന്നെ 3 പെൺകുട്ടികൾ, ആകൂതി, ദേവഭൂതി, പ്രസൂതി. ശരിയല്ലേ? ശരിയാണ്. 5 മക്കളുണ്ടായി. ഇത്രയും ശരിയല്ലേ? അതവിടെ നിൽക്കട്ടെ. അതിലെ ഉത്താനപാദൻ വിവാഹം കഴിച്ചു. ആരെ? സുരുചി, സുനീതി. ഇവരുടെ അച്ഛനാരാ? എന്താണ്? അല്ല, ആദ്യത്തെ മനുഷ്യൻ്റെ കഥ വർണ്ണിച്ചു വരികയാണ്. ഉത്താനപാദൻ വിവാഹം കഴിച്ചു, സുരുചിയും സുനീതിയും. സുരുചിയുടെ അച്ഛനാരാ? അമ്മയാരാ? സുനീതിയുടെ അച്ഛനാരാ? അമ്മയാരാ? അവരെവിടെ നിന്നുണ്ടായി? ഉത്തരമില്ല. എന്താണ്? അപ്പോൾ അതിൽ തന്നെ എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെയുള്ള കഥ ഉപനിഷത്തിലുണ്ട്. ഈ കഥ പറയണത് കഥയിൽ ഭ്രമിക്കാനല്ലാന്ന് കാണിക്കാനാണ്. വന്ധ്യാപുത്രൻ മരുമരീചകയിലും മുങ്ങി. എവിടെ മുങ്ങി?
ആര് മുങ്ങി? വന്ധ്യാപുത്രൻ. വന്ധ്യയ്ക്ക് പുത്രൻ ഉണ്ടാവുമോ? മരുമരീചിയിൽ മുങ്ങാൻ പറ്റുമോ? എന്നിട്ട് ആകാശപുഷ്പം ചൂടി മുയൽക്കൊമ്പുമായിട്ട് വന്നു. നമ്മളങ്ങനെ കാണുന്നുണ്ടൊക്കെ. ഒന്നുമില്ലാത്ത ആകാശത്ത് പുഷ്പമില്ല, മുയലിൻ്റെ കൊമ്പുമില്ല. പക്ഷേ തൽക്കാലം നമ്മളൊന്ന് ഉറങ്ങാണ്ട് നോക്കണം. ഇനി പറയാൻ പോണത് ഈ കാണുന്നതൊക്കെ മിഥ്യയാണ്, ഒന്നും ഇതൊക്കെ പച്ചക്കള്ളം, ഉള്ളത് ഭഗവാൻ മാത്രം എന്ന് പറയാൻ പുറപ്പെടുകയാണ്. പക്ഷെ നമ്മൾ ഈ കളവിലിരിക്കുന്നത് കൊണ്ട് കുറച്ച് കളവ് പറഞ്ഞാൽ നമ്മൾ ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. അതാണ്. അപ്പം മെല്ലെ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമുക്ക് മനസ്സിലാവണം മട്ടിൽ മെല്ലെ മെല്ലെ കൈ പിടിച്ച് ഉയർത്തുകയാണ് ഈ ശാസ്ത്രം ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രാഹ്യത്യാജ്യ വിവേകം വേണമെന്നർത്ഥം. ചില ചോദ്യങ്ങളൊക്കെ അപ്രസക്താണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇനി മാറ്റി നിർത്തണം. ഇനി യുഗങ്ങളുടെ കണക്ക്, അതിൻ്റെ എണ്ണം, ഇതൊന്നും പിടിച്ചിട്ടൊന്നും കിട്ടാനില്ല. ഇനി എത്ര ആയാലും എന്താ, കൃത്യമായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് വിട്ടേക്കാം. കുറച്ച് കാലത്തേക്ക് ഇനി എന്ത് ചെയ്യണ്ട, ഒക്കെ വിട്ടേക്കാം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വക കാര്യങ്ങളൊക്കെ വിട്ടിട്ട് തത്വം മാത്രം ഗ്രഹിക്കാൻ ഒരുങ്ങണം. കംസന്റെ അച്ഛൻ ഉഗ്രസേനനാ, കംസന്റെ അമ്മയാരാ? ഭാഗവതത്തിലില്ല, പറഞ്ഞിട്ടില്ല. അവനെങ്ങനെയാ പറയപ്പോൾ ചില അങ്ങനെ 12:30 വിളിക്കും രാത്രി. ആചാര്യനല്ലേ, ഭാഗവതമൊക്കെ വായിക്കുന്ന ആളല്ലേ, കുറേശ്ശൊക്കെ അങ്ങനെ. എന്നാ ഒന്ന് ചോദിക്കട്ടെ? ഒന്നും ചോദിക്കണ്ട. രാത്രി 12:30 വിളിച്ചിട്ട് കംസന്റെ അമ്മയാരാ? ഭാഗവത്തിൽ അത് പറഞ്ഞിട്ടില്ല. അവർക്ക് സന്തോഷമായി, അയാൾക്കും അറിയില്ല. സന്തോഷമായിട്ട് അങ്ങോട്ട് കിടന്നു തുടങ്ങി. എന്തിനീ ആവശ്യമില്ലാത്ത ചോദ്യം? കംസന്റെ അമ്മ ആരായാലും എന്താ, അവരെവിടെ ജോലി ചെയ്താലും എന്താ? സുധാമാവിൻ്റെ ഭാര്യ ആരാ? ആരവം എന്തായിരുന്നു പണി? ഇപ്പം എത്ര പെൻഷൻ വാങ്ങുന്നുണ്ട്? ഇതൊക്കെ നമ്മളറിയണോ? അതുകൊണ്ട് ഇനി മേലാൽ ആ വക കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. ശ്രീശുകൻ പരീക്ഷത്തിന് എന്ത് പറഞ്ഞു കൊടുത്തു അത് പറയൂ. എന്താണ്? അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. മതി, എനിക്കത് കേട്ടാൽ മതി. വേറെന്ത് കേട്ടിട്ടും ഒരു കാര്യമില്ല. അതൊക്കെ ലോക വിഷയത്തിൻ്റെ പിന്നാലെ പോകുന്നത് പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഇനി എനിക്ക് പ്രപഞ്ചത്തിൻ്റെ സത്യം മാത്രം അറിഞ്ഞാൽ മതി. ധർമ്മഃ പ്രോജ്ജിത കൈതവഃ. ഞാൻ എന്താ കളവൊഴിവാക്കിയ ധർമ്മം മാത്രമേ ഇനി അനുഷ്ഠിക്കൂ. ഇതുവരെയുള്ളതൊക്കെ കളവോട് കൂടിയതാ എന്ന് ഉറപ്പിക്കണം എന്നർത്ഥം. അതുകൊണ്ട് നമ്മളൊക്കെ ഇനി എങ്ങനെ കേൾക്കണം? അരയന്നത്തെ പോലെ. എന്ത് മതി? വേണ്ടത് മതി. എനിക്ക് ശാന്തമായിട്ടിരിക്കണം, വലിയ മസിൽ പിടിച്ചിട്ടങ്ങനെ ഇരിക്കേണ്ട, സമാധാനമായിട്ടിരിക്കണം, അത്രയും വേണ്ട. തലമുണ്ടിട്ട് ഉടയ്ക്കാനൊന്നും എനിക്ക് വയ്യ, ആ വക കാര്യമൊന്നും വേണ്ട. നമ്മളങ്ങനെ എഴുതി വെച്ച് കൃതൈവത്ര ത്രതായുഗത്ര സംവത്സര അങ്ങനെ. എന്നാലും പിന്നെ സംശയം, എത്ര മന്വന്തരങ്ങൾ, അതൊക്കെ വിട്ടേക്കോ? ഒക്കെ വിട്ടേക്കോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനെ പറ്റി എന്ത്? ഇനി ഏകാദശസ്കന്ധം മാത്രം വായിച്ചാൽ മതി. എന്താണ്? അവർ 65 കഴിഞ്ഞോട് എനിക്ക് പറയാനുള്ള കാര്യം അതാ. ഇനി എന്ത് മതി? അത് മതി, അതൊന്ന് വായിക്കൂ. ബാക്കിയുള്ളതൊക്കെ തൽക്കാലം വിട്ടേക്കൂ. ഇനി കഥകളിലും ഭ്രമിക്കണ്ട. കാരണം ഈ പുരാണത്തിൽ പറഞ്ഞ കഥയല്ല വേറൊരു പുരാണത്തിൽ ഈ കഥ വേറെ തരത്തിലാണ് പറയണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വ്യാസർക്കൻ്റെ അത് അത്രയേ ഉള്ളൂ. കഥ മാത്രമല്ല, ഇനി ശ്രദ്ധിച്ചാൽ വംശം വർണ്ണിക്കുമ്പോൾ പോലും അച്ഛൻ്റെ അമ്മയുടെ പേര് മാറ്റുന്നുണ്ട്. രാമായണത്തിൽ പറഞ്ഞ കഥയല്ല, ഭാഗവതത്തിൽ പറയുമ്പം രാമൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ പേരൊക്കെ മാറുന്നുണ്ട്. എന്താണ്? വളരെ പ്രധാനപ്പെട്ട കഥാപാത്ര അതെന്നെ മാറുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അത്രയേ ഉള്ളൂ. നിങ്ങൾ തൽക്കാലം രാമനെ അറിയൂ, ബാക്കിയുള്ളതൊക്കെ വിട്ടയക്കും തന്നെയാണ് ആരുദ്ദേശിക്കുന്നത്? വ്യാസരും വാൽമീകിയൊക്കെ ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രന്ഥത്തെ പലതരത്തിൽ നോക്കിക്കാണാം. ചരിത്രപരമായിട്ട് നോക്കിക്കാണാം, തത്വചിന്താപരമായിട്ട് നോക്കിക്കാണാം. നമ്മൾ ശരിക്കും നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ്? തത്വചിന്താപരമായിട്ടാണ്. ഇതുകൊണ്ട് എനിക്കെന്ത് നേട്ടം? എന്താണ്? ഭൗതികമായിട്ടുള്ള നേട്ടത്തെ പറ്റിയല്ല. അതൊക്കെ എന്തോ ആവട്ടെ, അത് നാളെ നഷ്ടപ്പെടും. അതല്ലെങ്കിൽ ആ വക നേട്ടങ്ങളെ കൊണ്ട് എനിക്ക് അഹന്ത കൂടുകയുള്ളൂ. പേരും പ്രശസ്തിയും എന്നെ അഹങ്കാരിയാക്കി മാറ്റുകയുള്ളൂ. ഇപ്പോഴൊക്കെ രസം ഉണ്ടാവും, പക്ഷെ ഭാവിയിൽ വലിയ കുടുക്കിൽപ്പെട്ടതായിട്ട് തോന്നും. അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിനെ പറ്റിയല്ല. എനിക്ക് ശാന്തി വേണം, ഈ ചിന്ത വേണം കേൾക്കുന്ന ഒരു വ്യക്തിക്ക്. ഇങ്ങനെ വേണം ഭാഗവതം കേൾക്കാൻ. ശരി, ഒട്ടുമിക്ക പുരാണങ്ങളും ആരംഭിക്കുന്നത് സൂതശൗനക സംവാദ രൂപത്തിലാണ്. ഈ ഭാഗവതവും അങ്ങനെ തന്നെയാണ്. മഹാത്മ്യം തന്നെ വർണ്ണിക്കുന്നത്, അതിലൊരു മംഗള ശ്ലോകമുണ്ട്, മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ശ്രീകൃഷ്ണായ വയം നുമഃ തന്നെയാണ് കേട്ടോ. ചിലൻ്റെ പുസ്തകത്തിൽ തിരുത്തി കാണാം.
അത് തെറ്റിപ്പോയതാണ്. നമഃ അല്ലല്ല, നുമഃ. ചെറിയ അറിവാണ് നമഃ എന്നുള്ളത്. വലിയ അറിവാണെന്ത്? ചിലത് അങ്ങനെയൊക്കെ ഉണ്ടാവും. പലതും സംസ്കൃതത്തിൽ നമുക്ക് അറിയാത്ത കുറേ വിഷയങ്ങളുണ്ടാവും. കുറച്ച് പഠിക്കുമ്പോൾ നമ്മൾ നമഃ എന്ന് പഠിക്കുന്നുണ്ടാവും, കുറച്ചുകൂടി പഠിക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയും ചിലതൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. വളരെ പ്രധാനപ്പെട്ട ശ്ലോക. നൗതി എന്നുള്ളതാണ് എന്തായി മാറുന്നത്? സഹ നൗതി, അവൻ നമിക്കുന്നു. വയം നുമഃ, വയം ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് വേണം? നൗതി പറഞ്ഞാൽ പോരാ, ഇപ്പം നുമഃ എന്നാ വേണം. പോട്ടെ, അതൊക്കെ വേറെ വിഷയം. സച്ചിദാനന്ദരൂപായ, ആരെ പറ്റിയാ പറഞ്ഞത്? ഭഗവാനെ പറ്റി പറയാണ്. സത്ത് ചിത്ത് ആനന്ദം ബ്രഹ്മലക്ഷണമാണത്. എന്താണ്? ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ സച്ചിദാനന്ദം ബ്രഹ്മ എന്നാണ്. ആനന്ദം ബ്രഹ്മേ ദിവ്യജാനാത്. ഏത് നല്ല ശാസ്ത്രങ്ങളും ആരംഭിക്കാൻ അങ്ങനെ ഇരിക്കും. ഇനി മേൽപ്പത്തൂർ പോലും ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയാണല്ലോ, അല്ലേ? അല്ലേ? തുടങ്ങിയത് എങ്ങനെയാണ്? തുടങ്ങിയത് സാന്ദ്രാനന്ദാവബോധാത്മകം. അവബോധം എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനം ബ്രഹ്മ. എന്താണ്? ഉപനിഷത്താ പറഞ്ഞത്. ആനന്ദത്തിലാണ് ആരംഭിച്ചത്, ആനന്ദത്തിലാണ് ഒക്കെ. ആരാണീ എവിടെ നോക്കിയാൽ എന്ത് കാണാം? കൃഷ്ണാവതാരം വരുമ്പോൾ എങ്ങനെ പറഞ്ഞു? സാന്ദ്രാനന്ദതനോ, അതല്ലേ അടുത്ത ദശകം? ആനന്ദരൂപ ഭഗവൻ നയതേവതാരേ. ഇനി അവസാനം എന്താ പറയുന്നത്? പരമാനന്ദ സന്തോഹ ലക്ഷ്മീം. ഏത് ശാസ്ത്രം നോക്കിക്കോളൂ, അവിടെ എന്ത് ചെയ്യും? ആനന്ദത്തെ പറ്റി. അതാണ് വിഷയം. പക്ഷെ നമുക്ക് പിടികിട്ടാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് പറയും? നീലമേഘ ശ്യാമളൻ ശംഖചക്ര ഗദാധാരി എന്നൊക്കെ നമ്മളൊന്ന് അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഉറങ്ങിപ്പോകാണ്ടിരിക്കാൻ അത് പറയണു. കാര്യം മനസ്സിലായിക്കോളൂ. ആ ഉണ്ണികൃഷ്ണൻ ആര് തന്നെയാണ്? ആനന്ദമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാദിഹേതവേ. ആ ആനന്ദ സ്വരൂപൻ നമ്മൾ ഈ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് ആരായി മാറി? ഈ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയവനാണ് ആര്? അത്രേ പറയാൻ പറ്റുള്ളൂ. പ്രപഞ്ചം കാണാത്തവരുണ്ട്, അവർക്കെന്തല്ല? അവർക്ക് നിയാമകൻ ആവശ്യമില്ല. നിയമം കാണുന്നവരല്ലേ നിയാമകൻ വേണ്ടു. ഈ പ്രപഞ്ചത്തെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പ്രപഞ്ചം ഉണ്ടാക്കിയവൻ ആരാണ്? ഭഗവാൻ. വിശ്വോത്പത്തിയാദിഹേതവേ. ഈ പ്രപഞ്ചം ഉണ്ടാക്കി നിലനിർത്തി ഇല്ലാണ്ടിയാക്കുന്നവനാരാ? ചിലക്ക് ഉണ്ടാക്കുന്നത് ഈശ്വരനും ഇല്ലാണ്ടിയാക്കുന്നത് ചെകുത്താനുമാണ്. നമുക്കങ്ങനെയല്ല. നമുക്ക് ഉണ്ടാക്കിയതും നിലനിർത്തുന്നതും ഇല്ലാണ്ടിയാക്കുന്നതും ആരാ? ഒക്കെ ഭഗവാൻ തന്നെ. വിശ്വോത്പത്തിയാദിഹേതവേ താപത്രയ വിനാശായ. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ അയാൾക്ക് എന്ത് പോവും? അയാൾക്ക് ഉണ്ടാകുമ്പോഴും ദുഃഖമില്ല, നിലനിൽക്കുമ്പോഴും ദുഃഖമില്ല. നാളെ അങ്ങോട്ട് മരിച്ചു പോയാലും ഒരു ചുക്കുമില്ല. താപത്രയ വിനാശായ. അതാണ് താപത്രയം. ദുഃഖമില്ല. ഭൗതികമായിട്ടുള്ള ദുഃഖമോ ആത്മീയമായിട്ടുള്ള ദുഃഖമോ ഒന്നുമില്ല. മാനസികമായിട്ടുള്ള ദുഃഖമൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെയുള്ള ശ്രീകൃഷ്ണായ വയം നുമഃ. ആ ശ്രീകൃഷ്ണ പരമാത്മാവിന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. പിന്നെ ശ്രീശുകരെ ഒന്ന് വന്ദിച്ചു. നമ്മൾ നാളെ വിസ്തരിച്ച് വന്ദിക്കാം. സൂതശൗനക സംവാദം. ശൗനകാദി ഋഷീശ്വരന്മാർ യാഗം നടത്തുകയാണ്. എന്താ അവരുടെ ഉദ്ദേശം? ശാന്തി. എന്താണ്? ശാന്തി. സ്വർഗായ ലോകായ, അങ്ങനെയാണ് പറയാ. സ്വർഗായ ലോകായ എന്ന് പറഞ്ഞാൽ ചിലർ വ്യാഖ്യാനിക്കുക സ്വർഗമാകുന്ന ലോകം ആഗ്രഹിച്ചെന്നാണ്. അത്ര ശരിയല്ല. സ്വർഗായ ലോകായ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളവർ പോലും മോഹിക്കുന്ന ലോകം ആഗ്രഹിച്ച്, അത് പറയണം. അതാണ് ശരി. സ്വർഗത്തിലുള്ളവരെന്തായിരിക്കും ആഗ്രഹിക്കുക? ബോംബെയിലുള്ളവരൊക്കെ എന്താ ആഗ്രഹിക്കുക? നാട്ടിൽ പോകണമെന്നോ? ഇനി ഓസ്ട്രേലിയ, കാനഡ, അല്ലേ? അമേരിക്ക, അല്ലേ? പറയൂ. എവിടെയും കുഴപ്പമില്ല. എന്നാ അങ്ങനെ സ്വർഗത്തിലിരിക്കുന്നവരെ അവർ സമാധാനമായിട്ടിരിക്കാനേ ആഗ്രഹിക്കുള്ളൂ. ഇതിലും വലുതിനിപ്പോൾ അതാ. ഇനിയിപ്പം ഇങ്ങോട്ടിറങ്ങി വരണമെന്ന് ആഗ്രഹിക്കില്ല. സ്വർഗത്തിൽ സുഖമില്ല എന്നർത്ഥം. ഇനി ഇന്ദ്രൻ്റെ കഥയൊക്കെ കേൾക്കാം. സ്വർഗം എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലാറ്റാന്ന് കൂട്ടിയാൽ മതി. നമ്മളെപ്പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങളൊക്കെ സ്വർഗത്തിലാണ്. അത് മുകളിൽ എവിടെയെങ്കിലും 18-ാം നിലയുടെ മുകളിൽ അങ്ങനെ ഇരിക്കുക. ഒന്ന് സ്വിച്ചിട്ടാൽ ഭക്ഷണം അവിടെ എത്തും, ഒക്കെ ഉണ്ട്. പക്ഷെ കയ്യിൽ ഭാഗവതല്ലെങ്കിൽ നരകം പിന്നെയും ഭേദ. സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ശൗനകാദി ഋഷീശ്വരന്മാരെ ശാന്തി ആഗ്രഹിച്ചും കൊണ്ട് യാഗം ചെയ്യുന്നു. അവർ എവിടെ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. നല്ലൊരു സ്ഥലം വേണ്ടേ? നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഏകാഗ്രത കിട്ടുന്ന സ്ഥലമുണ്ട്. സപ്താഹം നടത്തണം. എവിടെ വെച്ചിട്ട്? റെയിൽവേ സ്റ്റേഷനോ?
നൈമിശാരണ്യം. അപ്പം ഒരു സമാധാനമുള്ള സ്ഥലം വേണ്ടേ? എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നടത്താൻ പറ്റുമോ? വലിയ ബഹളമില്ലാത്ത ഒരു ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം വേണ്ടേ? അപ്പോൾ അവരത് ആരോട് ചോദിച്ചു? ബ്രഹ്മാവിനോട് ചോദിച്ചു. അദ്ദേഹമാണുള്ളതൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പം അദ്ദേഹത്തിന് ഇതിൻ്റെ ക്വാളിറ്റി അറിയാലോ. അദ്ദേഹം ഉണ്ടാക്കിയതാകുമ്പോൾ അദ്ദേഹത്തിന് ഏതാ നല്ലത് പറയാൻ പറ്റും. നല്ല സ്ഥലം ഏതാ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ചക്രം ഉരുട്ടി കൊടുത്തു. ചക്രത്തിന് നേമി എന്ന് പറയും. ആ ചക്രം എവിടെ വെച്ചിട്ടാണോ പൊട്ടിത്തെറിക്കുന്നത് അവിടെ വെച്ച് നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഒക്കെ ഒരു കഥാരൂപത്തിൽ വർണ്ണിക്കുക കേട്ടോ. അവരാ ചക്രത്തിൻ്റെ പിന്നാലെ പോയി. അങ്ങനെ ആ നേമി ഒരു അരണ്യത്തിലെത്തിയപ്പം ശീർണമായി. എന്താണ്? നേമി ശീർണമായ അരണ്യം, നൈമിഷാരണ്യം എന്ന് പേര് വരികയാണ്. പിന്നെയും പല കഥകളും ഉണ്ട്. ഇതൊരു കഥ പറഞ്ഞു. ഇപ്പോൾ പേര് വരാൻ കുറേ കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇതാണ്. ഉള്ളിലുള്ള ആ ചക്രം, മനസ്സാകുന്ന ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കണില്ലേ അല്ലേ? ഇപ്പം നിങ്ങളെ ചക്രം തിരിയാത്തതെന്താ വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു 9 മണിക്ക് നിർത്തുന്നു. ആ ഒരു ആശ്വാസത്തിൽ നിൽക്കുക. അതല്ലെങ്കിൽ ഇപ്പം 8:45 നിർത്താൻ പാടില്ലേ? ഇത് എപ്പിസോഡ് പോലെ പോവുമോ? ഇത് ബോംബെയാണ് തിരുമേനി. രാത്രി പുറത്തിറങ്ങാൻ പണ്ടത്തെ പോലെയാണ്. ഞങ്ങളൊക്കെ പ്രായമുള്ളവരാ, വേഗം വിട്ടില്ലേ. അങ്ങനെ അതാണ് ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞാൽ. ഇത് തൽക്കാലം ഒരു ദിക്കിലത്തെ നിൽക്കുമല്ലോ. അത് ശീർണമായി എന്ന് പറഞ്ഞാൽ ചിന്തകളൊക്കെ അസ്തമിച്ചു. ഇപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ വ്യാകുലതകളില്ല, പരിഭവമില്ല. പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ. പണ്ടായിരുന്നെങ്കിൽ ഞാൻ പരാതി പറയുമായിരുന്നു. ഇപ്പോഴും ഒരു പരാതിയില്ല. അങ്ങനെ ഒരു സ്ഥലം, അതാണ് നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ സപ്താഹം. ഇപ്പം നടക്കുന്ന സ്ഥലത്ത് നമുക്ക് വലിയ പരാതി ഒന്നുമില്ലല്ലോ. ഉണ്ടോ? ബഹളമൊക്കെ ഉണ്ടെങ്കിൽ 7 ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. 12 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ. 7 ദിവസത്തേക്ക് എന്ത് പാടില്ല? 7 ദിവസത്തേക്ക് നമ്മൾ തമ്മിൽ ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ശാന്തമായിട്ടത് വൃത്തിയിൽ നടക്കാനുള്ള ചിന്ത മാത്രമേ പാടുള്ളൂ എന്നർത്ഥം. അവിടെ കണ്ട കാഴ്ച എന്താ വെച്ചാൽ, ഒരു എലി പ്രസവിക്കാൻ നിൽക്കുകയാണ്. അത് നല്ല വെയിലുള്ള സമയമാണ്. അതിന് വെയിൽ കൊള്ളണ്ടാൻ കരുതി ഒരു പാമ്പ് വന്ന് 10 വട്ടത്തിൽ നിൽക്കുകയാണ്. എവിടെ? എലിയുടെ മുകളിലും വെയിൽ കൊള്ളണ്ടാൻ കരുതിയിട്ട്. ആ പാമ്പിന് വെയിൽ കൊള്ളണ്ടാൻ കരുതി ഒരു പരുന്ത് വന്നിട്ട് ചിറക് വിരിച്ച് നിൽക്കുക. പരസ്പരം വൈരുള്ള ജന്തുക്കളല്ലേ. പക്ഷെ അവിടെ എന്തില്ല? ഇതുപോലെയാവണം സപ്താഹം നടക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. ആരെയും വരുമ്പോഴേക്കും തൻ്റെ കാശാരം ഒഴിഞ്ഞു കൊടുക്കായിരുന്നുള്ളൂ. നമ്മൾ ടമ്പലും കണ്ണടയൊക്കെ വെച്ചിട്ടാണ് പൂവന്നെ. അതാരും മാറ്റി അവിടെ ഇരുന്നാൽ പിന്നെ ആചാര്യം ഉണ്ടോ നോക്കൊന്നുമില്ല. എന്നാലൊരു ദിക്കിൽ നിർത്തുന്നില്ല. നമ്മൾ കുടുങ്ങി. പ്രഭാഷണം ചെയ്യാൻ പറ്റണ്ടേ? അവിടെ മഹാഭാരത യുദ്ധ. അവരാ യുദ്ധം കഴിഞ്ഞാൽ വിളിച്ചോട് പറഞ്ഞു നമ്മൾ എണീറ്റ് പോയെന്നല്ലാതെ കാരണം പറ്റണില്ല. നിർമത്സരാണാം സതാം വേദ്യം. ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാ? മത്സര ബുദ്ധിയുള്ളവർക്ക് ഒരിക്കലും കിട്ടാത്തത്. അതാണ് ഭാഗവതം. എന്താണ്? മത്സര ബുദ്ധി ഉണ്ടെങ്കിൽ കിട്ടും. ഇന്നിപ്പോൾ മത്സരം അല്ലാതെങ്കിലും ഭാഗവത പാരായണ മത്സരം. തിരുമേനി എനിക്ക് 1ാം സ്ഥാനം കിട്ടി. LKG കുട്ടികളെ പോലെ പറയാ. 1ാം സ്ഥാനം കിട്ടി. എന്ത് സ്ഥാനം? എന്തിനു? എന്താ ഉദ്ദേശിക്കണു അല്ലേ? ഇവിടെ ഉണ്ടോ അങ്ങനെ? തെറ്റൊന്നുമില്ല, ആയിക്കോട്ടെ. പക്ഷെ എന്ത് മത്സരമൊക്കെ നിർത്തുന്നെങ്കിലും കുറച്ചും കണ്ട് കഴിഞ്ഞ ഏർപ്പാടൊക്കെ നിർത്തുക. ഓട്ട മത്സരം പോലെ. ഇതെന്താ ജയിക്കാനുള്ളത്? എന്താ കാണിക്കാനുള്ളത്? ഇനി ആരെ മുന്നിൽ ഇനി ബോധിപ്പിക്കേണ്ടത്? ശാന്തമായിട്ടിരിക്കുക, ബഹളങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി ഞാൻ മനസ്സ് കലുഷമാക്കാനില്ല തീരുമാനിക്കുക. മത്സരമൊക്കെ സ്കൂൾ വിട്ടാൽ നിർത്തണം. എന്താണ്? അപ്പോഴെങ്കിലും നിർത്തണം. ഇല്ലെങ്കിൽ ഇത് എല്ലാ കാലം മത്സരിച്ച് നിർമത്സരാണാം സതാം. ആ മത്സരം നിന്ന സ്ഥലം അതാണ് നൈമിഷാരണ്യം. അവർ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് അവരുടെ ചിന്തയൊന്നും മാറി. നല്ല രീതിയിൽ യാഗം ചെയ്താൽ അങ്ങനെയാണ്. വൃത്തിയിലാണ് നമ്മൾ കർമ്മം ചെയ്യണതെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഭാഗവതത്തിലേക്ക് ശ്രദ്ധ വരും. ഇപ്പം നിങ്ങളൊക്കെ വൃത്തിയിൽ കർമ്മം ചെയ്തവരായതുകൊണ്ടാണ് ഇപ്പം ഭാഗവതം കേൾക്കാൻ ഈ ഒരു സമയത്ത് വന്നിരിക്കാൻ തോന്നിയത് എന്നാണ് ശാസ്ത്രം പറയുക. നിങ്ങൾ ഇനി എല്ലാവരുടെ കാര്യമില്ല, ഞാനോ വൃത്തിയില്ല തിരുമേനി എനിക്ക് തോന്നുന്നുണ്ടോ? ആണ്. ഇത് ഭാഗവതം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ അത് വർണ്ണിക്കും. തൻ്റെ ധർമ്മം അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ ഭാഗവതത്തിൽ ശ്രദ്ധ വരും, മനസ്സൊന്ന് അടങ്ങും. ഈ യാഗം വൃത്തിയിൽ ചെയ്തുകൊണ്ടായിരിക്കാം അവരെ മനസ്സൊന്ന് അടങ്ങി. അവർ ചുറ്റൊന്ന് നോക്കിയപ്പോൾ ആരെ കണ്ടു? സൂതപൗരാണികൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതേ നേരത്തെ ഇരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചില്ല. അതുണ്ട് ഭാഗവത അളമാരിൽ പണ്ടേ ഉണ്ട്, നോക്കിയില്ല. നമ്മൾ ആ സീരിയലിൻ്റെ പിന്നാലെ കൂടി ഇറക്കിയിരുന്നു. കാശുണ്ടാക്കണം എന്നുള്ള വിചാരമായിരുന്നു. സ്വത്ത് തർക്കം കേസിന് പോയി. അവസാനം വെറുതെ എന്തോന്ന് അളമാരി വൃത്തിയാക്കുമ്പോഴാണ് ഭാഗവതം തുറന്നു നോക്കുക.
ലേശം ലേശം വായിച്ചു. ഇപ്പം എന്തുണ്ട്, കുറച്ച് മുന്നേ ഒന്ന്, അത്രയേ ഉള്ളൂ. സൂതൻ അവിടെ ഇരിക്കുന്നുണ്ട്, നോക്കാൻ നമുക്ക് നേരല്ലായിരുന്നു. നമ്മൾ വിഷയങ്ങളുടെ പിന്നാലെ ഓടി ഓടി നടക്കണം, തുച്ഛങ്ങളായ വിഷയങ്ങളുടെ. കുട്ടികൾ ബലൂണിൻ്റെ പിന്നാലെ ഓടുന്നത് പോലെ. നാളെ പൊട്ടും, നാളെയല്ല ഇപ്പം പൊട്ടും. എന്നിട്ട് അതറിയാണ്ട് ഇങ്ങനെ ഓടി നടക്കണം. അതാണ് വിഷയം. സൂത പൗരാണികരുടെ അടുത്തേക്ക് വന്നു, തൊഴുതു നമസ്കരിച്ചു. ശ്രേയസാം യത് ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം. എന്താണ് ഏറ്റവും വലിയ ശ്രേയസ് ഒന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു തൊഴുതു നമസ്കരിച്ചു. ആര്? ശൗനകാദി ഋഷീശ്വരന്മാർ. ശ്രേയസിനെ പറ്റി അറിയാത്തവരൊന്നുമല്ല, പണം ഉണ്ടാക്കാൻ നിശ്ചയില്ലാത്തവരൊന്നുമല്ല, പണമൊക്കെ കുറേ ഉള്ളവരാ. പണം കുറേ ഉള്ളവർ ശ്രേയസ് എന്താ ചോദിച്ചാൽ എന്താ അർത്ഥം? പണമല്ല, ആരോഗ്യത്തിനൊന്നും കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ളവരാ. ബന്ധുക്കളില്ലാത്തവരൊന്നുമല്ല, ധാരാളം ബന്ധുക്കളുണ്ട്, വലിയ കാശുണ്ട്, വലിയ വീടുണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ശാന്തി എന്നാണ്, സമാധാനമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ ശ്രേയസ് ചോദിച്ചാൽ ഉത്തരം സമാധാനം, ആനന്ദം. അതിലും വലുതൊന്നുമില്ല. അതിന് ഉത്തരമായിട്ടാണ് ഭാഗവതം. സൂതൻ മറുപടി പറയുകയാണ്. പ്രീതി ശൗനക, ഋഷീശ്വരന്മാരുടെ ലീഡറാണ് ആര്? ശൗനകൻ. പ്രീതി സന്തോഷമായി ശൗനക. ചിത്തേതേ ഹതോ വച്മി വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം. സംസാരഭയം ഇല്ലാണ്ടാക്കുന്ന വിഷയം ഞാൻ പറയാം, ഭക്തി വർദ്ധിപ്പിക്കുന്ന കാര്യം ഞാൻ പറയാം. കാലവ്യാളമുഖഗ്രാസത്രാസ നിർനാശഹേതവേ. എന്താ തക്ഷകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കാലമാകുന്ന പാമ്പ്, അതിൻ്റെ വായിൽപ്പെട്ടവരാ നമ്മളൊക്കെ. പക്ഷേ എന്നിട്ടും രക്ഷപ്പെടാൻ വിചാരിക്കുന്നില്ല. അതാ വിഷമേ. ആയുസ് കുറയുമ്പോഴും ആശ കുറയുന്നില്ലല്ലോ. ആശ കുറയ്ക്കണം. അതാണ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യും? ആയുസ് ഇങ്ങനെ കൂടുമ്പം ആഗ്രഹങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരും. എന്നാൽ നടക്കണത് എന്താ? എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. മോഹം ഇപ്പോഴും തീർന്നില്ല. 10-90 വയസ്സായി, കാശിക്ക് പോകണമെന്നുള്ള മോഹ ചെറുക്കടില്ല. അതല്ല, വർത്തപ്പേര് കഴിക്കണം എന്നുള്ള മോഹ. അവിടെ പ്രശ്നം. ഭാഗവതം കേൾക്കണം, അതിനൊന്നും മോഹമില്ല, അതിനൊന്നും ഒരു മോഹമില്ല. അവിടെയാണ് വിഷയം. ഇനിയെങ്കിലും മറ്റ് മോഹങ്ങൾ വിട്ട് ആധ്യാത്മിക വിഷയങ്ങളിൽ മോഹം തോന്നിയേ പറ്റൂ. തോന്നിയില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അതാണ് കാലവ്യാളമുഖഗ്രാസ ത്രാസ നിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ ഖീരേണ ഭാഷിതം. ഖീരം എന്ന് പറഞ്ഞ തത്ത. ഈ കലികാലത്ത് ഈ തത്ത പാടിയ പാട്ടുണ്ടല്ലോ, അത് നല്ലത് കിട്ടും. തത്ത പറഞ്ഞ ശുകം. ശുകം എന്ന് പറഞ്ഞാൽ ശ്രീശുക ബ്രഹ്മം, ശ്രീശുക ബ്രഹ്മഋഷി. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യേന വിദ്യതേ. ഇതിനേക്കാൾ നല്ലൊരു വിദ്യ മനസ്സ് ശുദ്ധാക്കാൻ ഈ കലികാലത്തില്ല. ജന്മാന്തരേ ഭവേത് പുണ്യം. ഇനി ഒന്ന് പറയട്ടെ, ഈ ഭാഗവതം കേൾക്കണമെങ്കിലേ എന്തു വേണം? എളുപ്പം കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ജന്മാന്തരേ ഭവേത് പുണ്യം. ഈ ജന്മത്തിലെ പുണ്യം പോരാ. ജന്മജന്മാന്തരങ്ങളിലായിട്ട് ആർജിച്ച ആ ഒരു ശുദ്ധമായ സംസ്കാരത്തിൻ്റെ ഫലമായിട്ടാണ് ഭാഗവതം ശ്രദ്ധിച്ച് കേൾക്കാൻ ഒരു ജീവന് സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളാരും ചില്ലറക്കാരല്ല അല്ലേ? വല്ലാണ്ട് അങ്ങോട്ട് പോണ്ട. കുറച്ചൊക്കെ ഭാഗ്യമുള്ളവരൊന്ന് കൂട്ടിക്കോളും. ഈശ്വരൻ്റെ ഒരു തലോടൽ എവിടെയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ നന്നാവട്ടെ, വിഷമമില്ലാണ്ടിരിക്കട്ടെ എന്നൊരു ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മടിയിലിരുത്തി തലോടുന്നുണ്ട് എന്നർത്ഥം. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ. പണ്ട് പരീക്ഷത്തിന് ശാപം കിട്ടി. അതൊക്കെ നാളെ പറയും. ഇപ്പം നേരമില്ല, നാളെ നേരൊന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായി. പരീക്ഷത്തിന് ശാപം കിട്ടി 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കുന്നു. പരീക്ഷത്തിന് നമ്മളെപ്പോലെ അദ്ദേഹം താജ്മഹൽ കാണാൻ പോലും നല്ലതായത്. അദ്ദേഹം ഇങ്ങോട്ട് പോയി. അദ്ദേഹം നേരെ ഗംഗാതീരത്ത് പോയി അവിടെ ഇരുന്നു. മരിക്കാൻ മരിക്കാം. തനിക്കങ്ങനെ മരണത്തെ വലിയ പേടിയൊന്നുമില്ല. അർജുനൻ്റെ പേരക്കുട്ടിക്ക് ഇനി മരണത്തെ മുത്തശ്ശൻ കേട്ട ഗീതയൊക്കെ കുറച്ച് ആർക്കും എത്തിയിട്ടുണ്ടാവും. കുറച്ചൊക്കെ ഉള്ളിലെത്തിയിട്ടുണ്ട്. വിമർശിതൗ ഹേയതയാ പുരസ്താത്. കുട്ടിക്കാലത്തെ കുറച്ചൊരു സംസ്കാരമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ശാപം കിട്ടിയ സമയത്ത് ശാപമോക്ഷം ചോദിക്കാനോ പിന്നെയുള്ള 7 ദിവസം സുഖസൗകര്യങ്ങളുടെ നടുക്കിരിക്കാനോ നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. പാമ്പ് പിടുത്തക്കാരെങ്കിലും ഉണ്ടോ? ഒന്ന് വിളിച്ചിട്ടേ ചുറ്റും നിർത്തിയാൽ തക്ഷകം വരുമ്പോൾ തന്നെ അല്ല നമ്മളാ അതല്ല ചെയ്യാം അല്ലേ?
ആ തക്ഷകൻ അല്ലെങ്കിൽ വേറൊരു തക്ഷകൻ കടിച്ച് മരിക്കും, അത്രയേ ഉള്ളൂ. അതിനൊന്നും പുറപ്പെട്ടിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വിവേകം. മരിക്കുന്നതിൻ്റെ മുമ്പ് താൻ മരിക്കാത്തവനാണെന്ന് അറിയണം എന്നൊരു ചിന്ത വന്നു. അങ്ങനെയുള്ള ആശയത്തെ പറ്റി അദ്ദേഹത്തിന് കുട്ടിക്കാലത്തെ അറിയായിരുന്നു. ഇല്ലെങ്കിൽ അതൊന്നും അറിയാം. നമുക്കിപ്പോൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ കുറച്ചങ്ങോട്ട് പഠിച്ച് അവിടുത്തെ ഫിലോസഫിയൊക്കെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്നറിയും? അവർ ആത്മഹത്യ ചെയ്യും. എന്താണ് എന്തിനപ്പത്? അവിടെ ഇരുന്നൂടെ ഒക്കെ മനസ്സിലാക്കി, ഇനിയൊന്നും മനസ്സിലാക്കാല്ലേ പറഞ്ഞ എന്തിനു പോണത്? അവിടെ ഇരിക്കുക എന്നാണ്. ഇവിടുത്തെ വ്യത്യാസം അവരെന്ത് ചെയ്യില്ല. ഇനിയിപ്പം ഒരു പ്രശ്നമില്ല, ഒക്കെ അറിഞ്ഞു. ഇനി ശരീരം വീഴുമ്പോൾ വീഴട്ടെ, ഇരിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വ്യത്യാസം. ഏതായാലും അങ്ങനെ ഈ ഇന്ദ്രൻ അമൃതകുംഭവുമായിട്ട് അങ്ങോട്ട് പോയി പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി. എന്താ അത്? എന്തിനാ പോകാൻ കാരണം? ശ്രീശുഖരുടെ കയ്യിൽ ഭാഗവതമുണ്ട്. ഇതിനെപ്പറ്റി കുറച്ചൊക്കെ ഇന്ദ്രനും കേട്ടിട്ടുണ്ട്. അത് കേമാണ്. ഇതാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സമാധാനം ഉണ്ടാവും എന്നുള്ളത് ഇന്ദ്രനറിയാം. ഇന്ദ്രൻ അപ്പം എന്ത് ചോദിച്ചാൽ കയ്യിൽ ലേശം ഒരു കുപ്പിയിൽ കുറച്ച് അമൃതമായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. ഇന്ദ്രൻ ശ്രീശുഖരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് വിനയാന്യുതനായിട്ട് അങ്ങനെ തൊഴുതും കൊണ്ട്, ഉള്ളിലൊന്നുമില്ല കേട്ടോ, ഉള്ളിലൊരു വിനയവും ഇല്ല. എന്നാൽ പുറമേക്ക് ഇങ്ങനെ നരച്ചിട്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ശ്രീശുഖ ബ്രഹ്മർഷേ, അങ്ങ് ഈ അമൃതം കെട്ട് വാങ്ങി ആർക്ക് കൊടുക്കൂ? ആ പരീക്ഷത്തിന് കൊടുക്കൂ. അയാൾ മരിക്കാണ്ടിരിക്കാനേ അമൃത് കുടിച്ചാൽ മതി. തക്ഷകൻ കടിച്ചാൽ ലജ്ജിച്ച് പോവാൻ തക്ഷകൻ. കാരണം അമൃത് കുടിച്ചാൽ മരിക്കില്ല, നിശ്ചയില്ലേ അല്ലേ? അമൃത് കുടിച്ചാൽ മരിക്കില്ല. അതുകൊണ്ട് ഈ അമൃതം കെട്ട് കൊടുത്തോളൂ, പരീക്ഷത്ത് മരിക്കാണ്ടിരിക്കും. ശ്രീശുഖൻ നല്ലോണം നോക്കി. ഓ, പകരം കയ്യിലുള്ള ഭാഗവതം ഞങ്ങൾക്ക് തരുമോ? ശ്രീശുഖൻ കൊടുത്തില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടി. ഇന്ദ്രന് കൊടുത്ത് ഇന്ദ്രൻ പത് വിറ്റ് കാശാക്കിയനെ. എന്നോട് ചോദിച്ചു വിചാരിക്കുക, തിരുമേനി 1 കോടി റുപ്യ തരാം, ഭാഗവതം തരുമോ? എന്താ സംശയം? വ്യത്യാസം മനസ്സിലായോ? നല്ലോണം കണ്ട് നോക്കി കേശാദിപാദം ആരെ? ഇന്ദ്രനെ. എന്നിട്ട് നോക്കിയിട്ട് ചോദിച്ചു, ക്വ സുധ ക്വ കഥാലോകേ ക്വ കാച ക്വ മണിർമഹാൻ. എടാ ഇന്ദ്ര, നിന്റെ കയ്യിലിരിക്കുന്ന ഈ സുധ എവിടെ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭാഗവതാമൃതം എവിടെ? നിന്റെ കയ്യിലിരിക്കുന്ന ദേവാമൃതം എവിടെ? ക്വ സുധ ക്വ കഥ. സുധ എവിടെ? കഥ എവിടെ? ക്വ കാച ക്വ മണിർമഹാൻ. കുപ്പിച്ചില്ല എവിടെ? രത്നം എവിടെ? കുപ്പിച്ചില് പറയാം, ഞാനും ആ ജാതിയിൽപ്പെട്ടതാ. ഇതിൽ വിലല്ല, ജാതിയിൽപ്പെട്ടതാ പറഞ്ഞിട്ട് കാര്യം കേട്ടോ. ആരെങ്കിലും അപ്പം കൊടുത്ത് പിണ്ണാക്ക് വാങ്ങിവിടോ ഇന്ദ്ര? തൻ്റെ അമൃത് കുടിച്ചിട്ട് മരിക്കാണ്ട് അങ്ങനെ ഇരിക്കുക. എന്താ കാര്യം? നിങ്ങൾക്ക് മരിക്കാണ്ടിരിക്കണോ? ആണോ? വെന്റിലേറ്ററിൽ എങ്ങനെ ഇരിക്കുക? മരിക്കാണ്ട് അങ്ങനെ ഇരിക്കുക. 18-ാം വയസ്സിൽ കിടന്നതാ. അപ്പം 118 വയസ്സായി. ഇപ്പോഴും പോയില്ല. എന്തിനപ്പം അങ്ങനെ എല്ലാ ദുഃഖങ്ങളും കണ്ടും കൊണ്ട്? ചിലർക്ക് അങ്ങനെ ഉണ്ട്. അവർക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും, എന്നാൽ ബന്ധുക്കൾക്കൊന്നുമില്ല. അതൊക്കെ കണ്ട് വിഷമിച്ച് അവരെ പറ്റി ആലോചിച്ച് ദുഃഖിക്കാൻ തന്നെ വിധി. എന്തിന്? ക്വസുധ ക്വ കഥാലോകെ. കുറച്ച് സ്വൈരുണ്ടെങ്കിൽ ഇന്ദ്ര, നീ അമൃതം ഇട്ട് പൊങ്ങട്ട് ഇറങ്ങി വരുമോ? അവിടെ ഇരിക്കില്ലേ ഉള്ളൂ. എന്തിനത് പറയണമെന്ന് വെച്ചിട്ടുണ്ടോ? ഇനി മേലാൽ അമൃത് മോഹിക്കരുത്, ആ മോഹം നിർത്തൂ. അതിനാണ് അമൃതം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നർത്ഥം. ഐശ്വര്യം സമ്പത്തൊക്കെയാണ് ഇവിടെ അമൃതമായിട്ട് കണക്കാക്കിയത്. ഇന്ദ്രനും സമാധാനമില്ല, ശ്രീശുഖർക്കേ സമാധാനമുള്ളൂ. കയ്യിലെന്തുണ്ട്? ശ്രീശുഖർക്ക് ഒരു കൗപീനം പോലും ഇല്ല. പക്ഷെ എന്തുണ്ട്? സമാധാനം ഉണ്ടാകാൻ കാരണം ഭാഗവതം പുസ്തകം കയ്യിലുണ്ട് എന്നുള്ളതല്ല, ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ്. നാളെ ഈ പുസ്തകം നഷ്ടപ്പെട്ടേക്കാം, ദുഃഖിക്കണ്ട, ഹൃദയത്തിൽ വെച്ചോളൂ. ഇപ്പോഴേ ഹൃദയത്തിൽ വെച്ച നാളെ നഷ്ടപ്പെട്ടാലും പ്രയാസമില്ല. ക്വസുധ ക്വ കഥാലോകേ ക്വ കാച ക്വ മണിർമഹാൻ ബ്രഹ്മരാതോ വിചാരീവം തഥാ ദേവാൻ ജഹാസഹ. ആ ഇന്ദ്രൻ തല താഴ്ത്തി തിരിച്ചു പോവാണ്ടായത് ഒരു മാഹാത്മ്യം. അത് മതി, ഇന്നിപ്പോൾ അത് മതി. എന്താണ്? ഒറ്റ മാഹാത്മ്യം പറഞ്ഞിട്ടുള്ളൂ. ഇന്ദ്രന് പോലും കിട്ടാത്ത ഭാഗ്യമാണ് സജ്ജനങ്ങളെ നമുക്ക് ഭഗവാൻ തന്നത്. കുറച്ചൊരു നന്ദി വേണ്ടേ? അല്ലേ? ഇന്ദ്രന് പോലും കൊടുത്തിട്ടില്ല. സുരാണാമപി ദുർലഭ. ദേവന്മാരെ മോഹിക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് ഞങ്ങളെ ഒന്ന് ഇരുത്തുമോ? അവർക്ക് വരിക്ക് നിൽക്കുകയാണ്. നമ്മൾ വാതിലടച്ചുകൊണ്ട് അവർക്ക് കയറാൻ പറ്റുന്നില്ല. ഒന്ന് തുറന്നിരുന്നെങ്കിൽ ഒരു കസേരയിൽ ഞങ്ങൾ ഇരിക്കട്ടെ. ഇന്ദ്രനും വരുണനൊക്കെ മോഹിക്കുമ്പോൾ അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യം നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അതാണ് ഒന്നാമത്തെ മഹാത്മ്യമായിട്ട് ഭാഗവതത്തിൽ പറയണം. ഇനി ചിലർക്ക് സംശയം തോന്നുന്നുണ്ട്. ചിലർ ചോദിക്കും, എന്നാലും ശ്രീശുഖർ വല്ലാത്തൊരു സ്വാർത്ഥൻ. ഒരാൾ വന്ന് ഭാഗവതം
പറഞ്ഞു തരുമോ ചോദിച്ചപ്പോൾ കൊടുത്തോ? അത് മോശമല്ല അല്ലേ? അങ്ങനെ ചിന്തിച്ചില്ല? നമ്മളൊക്കെ ആദ്യത്തെ ചിന്തിച്ചിരുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നാലൊരു ദുഷ്ടൻ ശ്രീശുഖൻ. നിങ്ങൾ വന്നങ്ങനെ ഭാഗവതം പറഞ്ഞു തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങളെന്താ വിചാരിക്കുക? അല്ലാത്തൊരു ഞങ്ങൾ ആചാര്യകളാവുമെന്ന് പേടിച്ചിട്ടാണോ? അല്ലെ അങ്ങനെയല്ലേ വിചാരിക്കുക? ശ്രീശ്വരൻ അങ്ങനെ വിചാരിച്ചോ? ഇനി തൻ്റെ ഡിമാൻഡ് നഷ്ടപ്പെടും, എല്ലാവരും അങ്ങനെയൊന്നുമില്ല. എന്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ശ്രീശുവരൻ നല്ലോണം നോക്കി. അഭക്താംസ്താംശ്ച ശ്രീശുവരൻ നോക്കിയ സമയത്ത് ഹൃദയം കണ്ടു ആരുടെ? ഇന്ദ്രൻ്റെ. ഭക്തി ഒട്ടുമില്ല. എന്തില്ല? അവിടെ പതച്ചിട്ടും കാര്യമില്ല, അത് മുളയ്ക്കില്ല. കാരണം ആ ഭൂമി ശുദ്ധമല്ല, നേരം പോവുകയുള്ളൂ. ഭക്തി ഇല്ലാത്ത ദിക്കിൽ ഭാഗവതം മുളയ്ക്കില്ല. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ഭക്തി ഉണ്ടാവണം എന്നർത്ഥം. ഭക്തി ഒട്ടുമില്ല, വിനയം അഭിനയിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണ്ട? അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. വേണമെന്ന് പറഞ്ഞ് പരീക്ഷത്ത് പോയിരിക്കുകയാണ്. ആ പരീക്ഷത്ത് വിളിച്ചിട്ടല്ല ആര് പോണത്? ശ്രീശൂര് വിളിച്ചിട്ടാണ് വരുന്നത്. അയാൾക്കത് കേൾക്കാൻ അയാൾ യോഗ്യനാണെന്ന് കരുതി അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മോഹിക്കുന്നവർക്ക് അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കണം. മോഹിക്കാത്തവർ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കില്ല. അവർ ചോദിക്കും, എന്നിട്ട് തിരിയും. എന്താ ഇപ്പോൾ പറഞ്ഞത് വീണ്ടും ചോദിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത്. അതാണ് ആധ്യാത്മിക വിഷയങ്ങൾ അങ്ങനെയാണ്. ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്യാവൂ? പറഞ്ഞു കൊടുക്കാവൂ. ചോദിക്കാതെ എത്ര കാലം അർജുനൻ്റെ കൂടെ കൃഷ്ണൻ ഉണ്ടായിട്ടുണ്ട്, എത്ര നല്ല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗീത പറയാൻ. അതിന് മുന്നേ കാട്ടിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു കൊടുത്തൂടെ? നല്ലോണം നല്ല സൗകര്യമുണ്ട് ഇല്ലേ? ആ യമുനയുടെ തീരത്തോ ഗംഗയുടെ തീരത്തോ എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞു കൊടുക്കാലോ. അതൊന്നും അല്ലാണ്ട് അവസാനം യുദ്ധക്കളം തിരഞ്ഞെടുത്തു. എന്തുപദേശിക്കാൻ? ആധ്യാത്മിക വിദ്യ ഉപദേശിക്കാൻ. യുദ്ധക്കളം എന്താ ചെയ്യുക? അപ്പോഴേ ആര് ചോദിച്ചുള്ളൂ? അപ്പോഴേ അർജുനൻ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞത് അപ്പോഴാണ്. അതുവരെ കൂട്ടുകാരനായിട്ട് ഇരിക്കുകയുണ്ടായുള്ളൂ. ചോദിച്ചിട്ടുമില്ല. അപ്പം ചോദിച്ചാലേ പറഞ്ഞു കൊടുക്കാവൂ. ചോദിക്കാണ്ടൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അവർക്കിപ്പം പണം ഉണ്ടാക്കാനാണ് ആഗ്രഹിച്ചാൽ അത് ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കുക. നാളെ അതുകൊണ്ട് സമാധാനമാവില്ല എന്ന് പറയുമ്പം അഥാതോ ബ്രഹ്മ ജിജ്ഞാസ. ഇനി എന്ത് ഇതുകൊണ്ട് സമാധാനം കിട്ടണില്ല എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാവൂ? സത്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കാവൂ. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഒന്നാമത്തെ മഹത്വമായിട്ട് പറഞ്ഞത് സുരാണാമപി ദുർലഭ. ദേവന്മാർക്ക് പോലും ഈ ഒരു ഭാഗവതം കേൾക്കാനുള്ള അവസരം ഇല്ലയെന്ന്. എത്രയോ ജന്മങ്ങളായിട്ട് ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ജീവന് ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നത്. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തരങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഒരാളുടെ ഹൃദയത്തിൽ ഭാഗവതം കിട്ടുന്നത്. കയ്യിൽ കിട്ടുന്ന കാര്യമല്ല. കയ്യിലെല്ലാവർക്കും കിട്ടും, തൊടാൻ പറ്റും, ഒക്കെ പറ്റും. ഹൃദയത്തിൽ കിട്ടുന്നത് അത്രയ്ക്ക് പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇന്ദ്രൻ അമൃതമായിട്ട് വന്നു, അത് കൊടുത്ത് ഭാഗവതം വാങ്ങാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ശ്രീശുകര് പറഞ്ഞു, ഞങ്ങളും കുറച്ച് കച്ചവടമൊക്കെ പഠിച്ചു. പണ്ട് ബ്രാഹ്മണർക്ക് കച്ചവടം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ജീവിക്കണ്ടേ, കുറേയൊക്കെ പഠിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യണ്ട, അങ്ങ് അമൃത് തന്ന് ഭാഗവതം കൊണ്ടുപോകണ്ട, ഞങ്ങൾ തരില്ല എന്ന് ശ്രീശുകൻ പറയുകയാണ്. എന്താ അപ്പം അങ്ങനെ കൊടുക്കാണ്ടിരിക്കാൻ കാരണമെന്നാണെങ്കിൽ അതും പറഞ്ഞു. അഭക്താംസ്താംശ്ച വിജ്ഞായ. ഭക്തിയില്ല, വിനയമില്ല. ഭക്തിയും വിനയവും ഇല്ലാത്തവരുടെ ഉള്ളിൽ ഭാഗവതം ശോഭിക്കില്ല. അത് ഭാഗവതത്തിൽ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ദുർവാസ മഹർഷിയോട് പറയുന്നുണ്ട്, ഇവരൊക്കെ നല്ല തന്നെ, പക്ഷേ ജ്ഞാനം വിനയം ഇല്ലെങ്കിൽ ശോഭിക്കില്ല. അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിനയം ഉണ്ടെങ്കിൽ മാത്രമേ അത് ശോഭിക്കുള്ളൂ. അതുപോലെ ഭാഗവതം ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ വിനയം വേണം. മറ്റുള്ളവരെ പുച്ഛിക്കുന്നത് ഒഴിവാക്കണം, കുറ്റം പറയണത് ഒഴിവാക്കണം, എല്ലാവരിലും ഈശ്വരനെ കാണാറാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതാർക്കില്ല, ഇന്ദ്രനില്ലാത്തത് കൊണ്ട് കൊടുത്തില്ല. ഏതായാലും അങ്ങനെ ഒരു കഥ പറഞ്ഞു. ഇത്രയൊക്കെ പ്രാധാന്യം ഭാഗവതത്തിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബ്രഹ്മാവ് ഒന്ന് തൂക്കി നോക്കിയെന്നാണ്. എന്ന് പറഞ്ഞാൽ അളന്നു നോക്കി. അതാണ് താല്പര്യം. എങ്ങനെ അളന്നു? തുലാസുമായിട്ട് ചെന്നു. നമുക്ക് മനസ്സിലാവണ പോലെ പറയുകയാണ്, തുലാസൊന്നും വേണ്ട ഇവരുള്ളവർക്ക് തൂക്കാൻ എന്നാണ്. അത്രയേ വേണ്ടു. നമ്മളൊക്കെ കണ്ടാൽ ഇപ്പം ജ്ഞാനികൾക്ക് മനസ്സിലാവില്ല തോന്നുന്നുണ്ടോ? നമ്മളെന്ത് വേഷം കെട്ടിയാലും അവർക്ക് നമ്മളങ്ങനെ നോക്കുമ്പോൾ ചില്ലും കൂടുതൽ വെച്ച ജിലേബി പോലെ ഉള്ളിലുള്ളത് ഇങ്ങനെ കാണും. നമ്മൾ ദുഃഖം പറയാൻ പുറപ്പെടുമ്പോൾ അവർ പറയണ്ട, ഒക്കെ മനസ്സിലായി, ഇനി അധികം ഒന്നും വിസ്തരിച്ച് വഷളാക്കണ്ട, കാര്യമൊക്കെ മനസ്സിലായി എന്നവരിങ്ങോട്ട് പറയും. അതൊന്നും വലിയ പ്രയാസമില്ല. കണ്ടാൽ അല്ലെങ്കിൽ രണ്ട് വർത്തമാനം പറഞ്ഞാൽ നടത്തം കണ്ടാൽ മതി, എന്നാൽ തന്നെ കാര്യം മനസ്സിലാവും. ഇവിടെ ബ്രഹ്മദേവൻ തൂക്കി നോക്കി പറഞ്ഞാൽ ആ കിട്ടുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി എന്നർത്ഥം. പുരാണങ്ങൾ, മറ്റു പുരാണങ്ങളൊക്കെ വായിച്ചു നോക്കി അല്ലെങ്കിൽ തൂക്കി നോക്കി. പക്ഷേ ഭാഗവതം വെച്ച തട്ട് താഴുന്നു, അത്രേ. ഭാഗവതം വെച്ച തട്ട് കനണ്ടാകുമ്പോഴല്ലേ താഴുക. എന്നാൽ മറ്റേ തട്ടിൽ മഹാഭാരതം വെച്ചിട്ടുണ്ട്, മറ്റു പല ഗ്രന്ഥങ്ങളും വെച്ചിട്ടുണ്ട്. ശരിക്കും കനം നോക്കുകയാണെങ്കിൽ മഹാഭാരതത്തിനേക്കാൾ കുറവാണ് ഭാഗവതത്തിന്.
ഇതിനേക്കാൾ എട്ടരട്ടി വലുപ്പം ഉണ്ട് മഹാഭാരതത്തിനൊക്കെ. പക്ഷേ എന്നിട്ടും ഭാഗവതം വെച്ച തട്ട് താഴ്ന്നു എങ്കിൽ എന്താ കാരണം? കനം എന്ന് പറഞ്ഞാൽ പേജിൻ്റെ കനല്ല, പിന്നെയോ ഗൗരവേണ ഇതം മഹത്. ഇതിലെ ഗൗരവം, ഈ പറയുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലും. അങ്ങനെ ഒരു കഴിവ് മറ്റ് പുരാണങ്ങളിൽ നിന്ന് കുറച്ചൊരധികം ആർക്കുണ്ട്? ഈ ഭാഗവതത്തിനുണ്ട്. അതിനെ എടുത്ത് പറയും, ഇനി അവസാന അധ്യായത്തിൽ പറയും. നമുക്ക് നദികൾ കുറേ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഗംഗയ്ക്ക് കുറച്ചധികം പ്രാധാന്യം കൊടുക്കാറില്ലേ? ഇല്ലേ? ഗംഗയ്ക്ക് കുറച്ചധികം ഒക്കെ ഒരുപോലെ എന്ന് പറയുമെങ്കിലും ഗംഗ ഒന്ന് വേറെ കേട്ടോ എന്ന് പറയും. അമ്പലങ്ങളൊക്കെ നമുക്കൊക്കെ പ്രധാനം തന്നെയാണെങ്കിലും കാശീഹ്യനുത്തമ, കാശി എന്ന് പറയുമ്പോൾ അതൊന്ന് വേറെ തന്നെ കേട്ടോ എന്ന് പറയാറുണ്ട്. ഇതുപോലെ പുരാണങ്ങളൊക്കെ ഒരുപോലെ തന്നെയെന്ന് പറയുമെങ്കിലും ഭാഗവതം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെ കേട്ടോ എന്ന് പറയും. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. ഈ പറയുന്ന വിഷയങ്ങൾ സാധാരണക്കാരിലേക്കും ഇറങ്ങിച്ചെല്ലും. കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. ദുഃഖിച്ചിരിക്കുമ്പോഴും സന്തോഷിച്ചിരിക്കുമ്പോഴും കേൾക്കാൻ പറ്റുമെന്ത്? ഭാഗവതം രണ്ടും പറ്റും. ദുഃഖിക്കുന്നവരും കേൾക്കുന്നത് കാണാം, സുഖിച്ചിരിക്കുന്നവർക്കും കേൾക്കുന്നവർ കാണാം. അത് കുഴപ്പമില്ല. ഒക്കെ എല്ലാ കൂട്ടർക്കും ആശ്വാസം നൽകുന്നതാണ് ഭാഗവതം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അത് ബ്രഹ്മാവ് എവിടുന്ന് തൂക്കി നോക്കി തുലാസം എവിടുന്ന് കിട്ടിയെന്നൊക്കെ അന്വേഷിച്ച് പോയാൽ അങ്ങനെ പോലെ തന്നെ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഇതൊക്കെ അർത്ഥവാദമായിട്ട് പറയാണ്. എല്ലാ പുരാണവും കേമം തന്നെയാണെങ്കിലും ഭാഗവതം പറയാൻ പുറപ്പെടുമ്പം ആ ആചാര്യൻ എന്ത് ചെയ്യണം? ഭാഗവതമാണ് കേമെന്നാ പറയേണ്ടത്. അതിൻ്റെ ഒരു സമ്പ്രദായമാണ്. ഇവിടെ വന്ന് അയ്യപ്പനാണ് കേമെന്നേ പറയാവൂ. ഇവിടെ എത്തിയിട്ട് വേറെ പറഞ്ഞവൻ ഇവിടെ ഇരിക്കരുത്. അല്ല, അതതിൻ്റെ ഒരു സമ്പ്രദായമാണ്. ഇവിടുന്ന് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ പരബ്രഹ്മത്തെ അയ്യപ്പനായിട്ട് കണക്കാക്കുകയാണ്. ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ ആ പരബ്രഹ്മത്തെ ഗുരുവായൂരപ്പൻ എന്നങ്ങോട്ട് വിളിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അത് ഉൾക്കൊണ്ട് വിളിച്ചാൽ എന്ത് വിളിക്കാനും ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇനി ഈ ഭാഗവതം കേട്ടാലുള്ള ലാഭം എന്ത് അത് പറയണമല്ലോ. എന്ത് ചെയ്യുമ്പോഴും നമുക്ക് എന്താ ലാഭം എന്നറിയണം. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്ത് ജീവിതത്തിൽ വന്നാലും അതൊന്നും തന്നെ ബാധിക്കാണ്ടിരിക്കുക. പറയാനൊക്കെ എളുപ്പമാണ്. എന്ത് വന്നാലും ബാധിക്കാണ്ടിരിക്കുക. അസുഖം വന്നാൽ, രോഗം വന്നാൽ നമ്മൾ ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പം 4th സ്റ്റേജാണ്. എന്തായിരിക്കും നമ്മുടെ ഭാവം? സന്തോഷം എന്ന് പറയുമോ? അത് പറയാറാവുക നന്നായി. ഏതായാലും ഇനി ഇത് മാറി, ആ സന്തോഷം ഇനി മാറിയില്ല വേണ്ട എന്ന് പറയാറാവുക. അല്ലെങ്കിൽ തൻ്റെ കുട്ടികൾക്ക്, തൻ്റെ കുട്ടികളുടെ കുട്ടികൾക്ക്, തൻ്റെ സ്വന്തക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യവഹാരത്തിൽ പറയും, പേടിപ്പിക്കാൻ പറയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ മനസ്സ് ചലിക്കുമല്ലേ? അതാ ചോദ്യം. ചലിക്കും. ആ ചലനം നിൽക്കണം. അതൊക്കെ കള്ളമാണ്. അമൃഷ എത്ര ത്രിസർഗോ അമൃഷ. ഇതൊക്കെ ഭഗവാന്റെ ഓരോ കളികൾ. ഇതൊന്നും വാസ്തവമല്ല. ഞാൻ സത്യത്തെ മാത്രമേ ധ്യാനിക്കുള്ളൂ എന്ന് കണക്കാക്കാറാവൽ. അതാണ് ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ അതിനാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ, അഭിമന്യു മരിച്ചില്ലേ? എന്തേ ഭഗവാൻ പരിഹരിക്കാഞ്ഞു? 18 വയസ്സ് പാവം. എന്നാലോചിച്ച് നോക്കൂ. പരിഹരിക്കായിരുന്നല്ലോ. പാണ്ഡവരുടെ 5 മക്കൾ അശ്വത്ഥാമാവ് ആ ചെറുപ്രായത്തിൽ കുട്ടിക്കാലത്ത് തന്നെ വെട്ടിക്കൊന്നില്ലേ? എന്തേ പരിഹരിക്കാഞ്ഞു? അതൊക്കെ ചിന്തിക്കാനാണ് ഈ ഭാഗവതമൊക്കെ പഠിക്കുന്നത്. പരിഹരിക്കുക പറഞ്ഞാൽ ഇതൊന്നും പരിഹാരമുള്ള വിഷയമല്ല. നമ്മൾ മരിക്കാണ്ടിരിക്കുമോ? ഭാഗം വായിക്കുന്ന ആൾ മരിക്കാണ്ടിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അയാൾക്കത് ബാധിക്കാണ്ടിരിക്കും. അതിനുള്ള വഴി നോക്കൂ. അല്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങളില്ല മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ഇതൊക്കെ ഇല്ലാത്തതാണെന്ന് അറിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല. അതാണ് ഉദ്ദേശം. പക്ഷെ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെന്ത് വേണം? അതിന് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. എന്താണ്? അത് വേണം. വൈരാഗ്യമാണ് വേണ്ടത്. പക്ഷെ വൈരാഗ്യം പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവില്ല. അതിനെന്ത് വേണം? സാധാരണക്കാർക്ക് ആദ്യം മനസ്സൊന്ന് ഒരു മറ്റുള്ളവൻ്റെ വിഷമം കാണുമ്പോൾ ഒരു ദുഃഖം ഉള്ളിലുണ്ടാവണം. ആദ്യം അങ്ങനെയാണ്. അതിനാണ് ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സൊന്ന് ശുദ്ധാവുക. പിന്നെ ശാസ്ത്രങ്ങൾ ലേശം പഠിക്കാനുള്ളൊരു ഏകാഗ്രത ഭക്തി കൊണ്ട് ലഭിക്കും. ഭാഗവത് ശ്രദ്ധിച്ച് ഇരുന്ന് കേൾക്കാനൊക്കെ രാവിലെ തന്നെ വരാൻ തോന്നിയില്ലേ? എന്തുള്ളതുകൊണ്ടാണ്? എന്താണ്? പരീക്ഷ ഉണ്ടോ? അത് കഴിഞ്ഞാൽ അതൊന്നുമില്ല. എന്ത് നേടാൻ, എന്ത് പരീക്ഷ? ജീവിതത്തിലുള്ള പരീക്ഷകൾ പാസ്സാവുന്നല്ലാതെ ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നുമില്ല. എന്തോ പ്രഭാഷണം ചെയ്യാൻ പോവുകയാണോ? അതൊക്കെ കേട്ടിട്ടല്ലല്ലോ. ആണോ? അങ്ങനെയൊക്കെയാണ് നിർത്തിയല്ല. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അത് കേൾക്കുക. രാവിലെ ഈ തണുപ്പത്തൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്കെന്താ വെച്ചാൽ അത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അതല്ലേ ഇപ്പം ഭക്തി ഉണ്ടെന്ന് അർത്ഥം. ഭക്തി കൊണ്ട് ശുദ്ധമായ മനസ്സ് അത് ജ്ഞാനം ആഗ്രഹിക്കും, തുടിക്കും. അങ്ങനെ ഭാഗവതം കേൾക്കണം. അത് രാവിലെ 4 മണിക്ക് പോകണോ? തയ്യാർ. രാവിലെ 3:30 പ്രഭാഷണം, 5:30 വരെ. പിന്നെ ഇല്ല, 4 റെഡി. കാരണം അത്രയ്ക്ക് എന്താ ആഗ്രഹിക്കുന്നുണ്ട്. 1 കോടി രൂപ തരാം, 3:30 പറഞ്ഞാൽ നമ്മൾ പോവില്ലേ? അതുപോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യം
ഭാഗവത്തിന് കൊടുക്കുകയാണ്. കാരണം അതെനിക്ക് ജീവിതത്തിൽ ആവശ്യമാണെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും എന്നാണ്. ഗോപസ്ത്രീകൾ ഇനി കാണാം, അവർ കാത്യായനി പൂജ എപ്പോഴാണ് 2:45 എണീറ്റ് പോവുകയാണ് അവർ. കാരണം ആരെ കിട്ടണം? ഭഗവാനെ കിട്ടണം. നമ്മൾ സപ്താഹം കേൾക്കാൻ വരുന്നത് പോലെ തന്നെ അങ്ങനെ തുടിക്കണം. അതല്ലാതെ കിട്ടിയിച്ചാൽ നന്നായി, പോണ വഴിക്ക് ആരെങ്കിലും തലേക്ക് വെച്ച് തന്നാൽ സന്തോഷം, അങ്ങനെയല്ല. അത് വേണം എന്നുള്ളൊരു വിചാരം ഉണ്ടാവണം. ഇനി എനിക്ക് ദുഃഖിക്കാൻ വയ്യ, കുറേ ആയി ദുഃഖിക്കുന്നു, ഇനിയിപ്പം സമാധാനമായിട്ടിരുന്നേ പറ്റൂ എന്നൊരു വിചാരം ഉണ്ടാവണം. നമുക്കൊരു ദുഃഖം കഴിഞ്ഞാൽ അടുത്ത ദുഃഖം വരെയുള്ള സമയമാണെന്ന് സന്തോഷം. എന്താണ്? ഒരു ദുഃഖം കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത ദുഃഖത്തിൻ്റെ ഇടയ്ക്കുള്ള ഇടവേളയ്ക്ക് നമ്മൾ എന്ത് പറയും? സുഖ എന്ന് പറയാം. അല്ലല്ല, വരാൻ പോവുക, അടുത്തത് തുടങ്ങിയിട്ടുണ്ട് അവിടെ, അതിപ്പോൾ ഇവിടെ എത്തും. അതുകൊണ്ട് ഇനി ഞാൻ ദുഃഖിക്കുന്നില്ല, തീരുമാനിക്കുക. എന്താണ്? ഞാൻ ഇനി ദുഃഖിക്കാൻ ഉദ്ദേശിച്ചില്ല, ഇനി എന്ത് വന്നാലും ഞാൻ ദുഃഖിക്കില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ വലിയ സന്തോഷം ഉണ്ടാവും. ഇനിയിപ്പോൾ ഉള്ളിലൊന്നും സാക്ഷാത്കരിച്ചില്ലെങ്കിലും സാരല്ലേ, അതൊക്കെ തീരുമാനിച്ചാൽ തന്നെ കുറേയൊക്കെ ഒരാശ്വാസം ഉണ്ടാവും. അപ്പം ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തുച്ഛം എന്നറിയണം. കേവലം കേട്ടുകൊണ്ട് മാത്രമായില്ല, പക്ഷെ കേൾക്കണം. കേൾക്കൽ വളരെ പ്രധാനമാണ്. കാരണം ഇത് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കൊക്കെ അത് കേമാന്നാ കേൾക്കുക. ആകെ ഇതൊക്കെ മോശം എന്ന് കേൾക്കുന്നത് എപ്പോൾ മാത്രമാണ്? ഇങ്ങനെയുള്ള സപ്താഹത്തിന് മാത്രമേ ഇതൊക്കെ കേൾക്കണുള്ളൂ. ഇതൊക്കെ കള്ളമാണെന്ന് പറയണത് ഇവിടെ മാത്രമാണ്. കാരണം പുറത്തിറക്കി കഴിഞ്ഞാൽ കാശുണ്ടാക്കൂട്ടോ, ആരോഗ്യം രക്ഷിച്ചോളൂ, നല്ലോണം ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കഴിക്കുക, കുഴമ്പ് തേച്ച് കുളിക്കുക, മറ്റ് കഴുതോഷം, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ ഈ ഒരു സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അതൊക്കെ എത്ര കണ്ട് നോക്കിയാലും നാളെ പറ്റിക്കും, മനസ്സിലായിക്കോളൂ. ഇതൊക്കെ എന്തുപോലെയാണ്? ഘടകുഡ്യ സന്നിഭേ, ഒരു മൺകലം പോലെയാണ്. എപ്പം വേണമെങ്കിലും പൊട്ടാം. ശരീരം ബലൂണ് പോലെയാണ്, എപ്പം വേണമെങ്കിലും പൊട്ടാം. പിന്നെ ഇതുവരെയും പൊട്ടിയില്ലല്ലോ പറയുന്നത് പോലെയാണ്. എന്ത്? ഇതുവരെയും ഞാൻ മരിച്ചില്ല പറയാം, അത്രയേ ഉള്ളൂ. ഇതുവരെ ഇപ്പോൾ 1 കോടി രാവിലെ കാപ്പി കുടിച്ചു, മരിച്ചില്ല എന്ന് പറയാമെന്നല്ലാതെ അടുത്ത നിമിഷവും സംഭവിച്ചേക്കാം. അതിന് ഭയപ്പെടണ്ട, അത്രേ പറയണുള്ളൂ. സംഭവിക്കേണ്ട വിചാരിക്കണ്ട, ആയിക്കോട്ടെ, ഞാനതല്ലല്ലോ എന്നറിഞ്ഞാൽ മതി. മരണം എനിക്കില്ല, അത് ശരീരത്തിനാണെന്ന് അറിഞ്ഞാൽ ദുഃഖം നീങ്ങും. ഇത് കേൾക്കണം. ഇത് കേട്ട് ഉറക്കണം. ആദ്യം കേൾക്കുമ്പോൾ മുഷിയ ചെയ്യുക, പിന്നെ ദേഷ്യം വരും. നമുക്കൊക്കെ കുറേ വന്നിട്ടുണ്ട്. ബ്രഹ്മം എന്നൊക്കെ കേൾക്കുമ്പോൾ ആ പറയുന്ന ആൾക്കൊന്നും അങ്ങോട്ട് കൊടുത്താലോന്ന് വരെ തോന്നിയിട്ടുണ്ട്. കാരണം ദുഃഖിച്ചിരിക്കുന്നവനറിയാം അതിൻ്റെ വിഷമം. അപ്പോഴാണ് അയാൾ ഇതൊക്കെ ഇല്ലാത്തതാ പറഞ്ഞാൽ പിന്നെ തനിക്കില്ലാത്തതാവും, എനിക്കിതൊക്കെ ഉള്ളത് തന്നെയാണ് എന്ന് പറയാനാണ് തോന്നുക. ദുഃഖം വന്നാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതല്ലെങ്കിൽ വേറൊരു വഴി പറഞ്ഞു തരും, അത് മാറ്റാനൊരു വഴി പറഞ്ഞു തരും. ഉറക്ക ഗുളിക കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. എന്താ വേണ്ടു? അല്ലെ ലഹരി, എന്താ ഒരു വഴി പറയൂ? വേറെ വഴിയില്ല. നാന്യപന്ഥ അയനായ വിദ്യത്തെ, ഇതല്ലാതെ വേറൊരു വഴി ദുഃഖം നീങ്ങാനില്ല എന്നാണ് ഉപനിഷത്ത് പറയണത്. എത്രയോ പേര് ഇത് അറിഞ്ഞ് ദുഃഖം നീങ്ങിയവർ എത്രയോ പേരുണ്ടേ. പൂന്താനത്തിൻ്റെ ഉണ്ണി മരിച്ചു പോയില്ലേ? മെൽബത്തൂരിന് വാതരോഗം പോയില്ലേ? വാതരോഗം പോകണം എന്നൊക്കെയായിരുന്നു അദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വാതരോഗം പോയില്ലെങ്കിലും സാരല്ല, ഹീമേ ദേഹമോഹം, ദേഹമോഹം ത്യജ, എൻ്റെ ഈ ദേഹം ഞാൻ എന്നുള്ള വിചാരം ഒന്ന് പോക്കിത്തരണേ. അത് പോയാൽ പിന്നെ വാദവുമില്ല, ദുഃഖവുമില്ല. അതാണ് മുഖ്യം. അപ്പം അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുക. അതുണ്ടാവണം. അതിനാണ് അടുത്ത കഥ. പണ്ട് നാരദ മഹർഷി ഇങ്ങനെ കലികാലം ഒരു ഭാഗത്തും നല്ലത് കാണുന്നില്ല, അങ്ങനെ ദുഃഖിച്ച് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പം ഒരു കുട്ടിയെ കണ്ടു. പ്രസിദ്ധമാണ് കഥയൊക്കെ, ഒന്നും വിസ്തരിക്കണില്ല. ഒരു പെൺകുട്ടി, അതിൻ്റെ കൂടെ 2 പ്രായമുള്ളവരുണ്ട്. ഒരു 90 വയസ്സ് മുത്തശ്ശൻ, പിന്നെ 95 വയസ്സ് ഒരു മുത്തശ്ശൻ്റെ ഏട്ടനാ വിചാരിക്കും കണ്ടാൽ. അങ്ങനെ 2 പേര്. സംഗതി മക്കളാ. ഭക്തിക്ക് ചെറുപ്പമാണ്, ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും നല്ല പ്രായമുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ വർണ്ണിച്ചത്. നാരദ മഹർഷി ഭക്തിയെ കണ്ടതും ശ്രദ്ധിച്ചില്ല, തിരിഞ്ഞോടി. കാരണം അദ്ദേഹത്തിന് സ്ത്രീകളെ കണ്ടാൽ നിൽക്കില്ല, വെറുതെ ഒരു ബന്ധം വേണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹം പോവുകയാണ്. പക്ഷേ ഈ സ്ത്രീ അദ്ദേഹത്തെ വിളിച്ചു. ഭോ സാധോ ക്ഷണം തിഷ്ഠ, അല്ലയോ സാധു സന്യാസി ഒന്ന് നിൽക്കണേ. മച്ചിന്താമപിനാശയ, എൻ്റെ ദുഃഖം മാറ്റിയിട്ട് പോകണേ. നിങ്ങളെപ്പോലുള്ളവർക്കല്ലേ മറ്റുള്ളവരുടെ ദുഃഖം മാറ്റാനുള്ള ശേഷിയുള്ളത്. അങ്ങനെ ഞങ്ങളെപ്പോലുള്ള സംസാരികളെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാണ്ട പോയാൽ എങ്ങനെയാ എന്ന് പറഞ്ഞ് നിർത്തി. നാരദ മഹർഷി ചോദിച്ചു, നീ ആരാ? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പേര് അഹം ഭക്തി രിതിഖ്യാത, എൻ്റെ പേര് ഭക്തി എന്നാണ്. എന്താണ് ഈ ഭക്തിയൊക്കെ രൂപം ധരിച്ച് വരുമോ ചോദിച്ചാൽ അതിന് മനസ്സിലായിക്കോളൂ. ഇതൊരു കഥ. താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ ഭാഗത്തിന് കഥാരൂപത്തിൽ വർണ്ണിക്കുകയാണ് ഇവിടെ. മാഹാത്മ്യം മുതലേ അങ്ങനെ തന്നെയാണ്, ഇനിയുള്ള കഥകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ കഥ പറയുകയാണ്. അത് മനസ്സിലാക്കണം. നമ്മളുടെ ദോഷങ്ങൾ നമ്മളുടെ പേരെടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാവില്ല. ഇഷ്ടാവുമോ? ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇഷ്ടാവുന്നില്ല. അവന് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് പരാമർശിച്ച് തുടങ്ങിയാൽ ഇഷ്ടാവില്ല, എണീറ്റ് അങ്ങോട്ട് പോകും. അപ്പം അതുകൊണ്ട് അത് പറയാതെ, പേര് പറയാണ്ട് എന്ത് ചെയ്യുന്നു? ഗജേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഗജേന്ദ്രൻ പിള്ള അതാണ്, അല്ല ഗജേന്ദ്രൻ നായർ, ഗജേന്ദ്രൻ മേനോൻ, അല്ലെ ഗജേന്ദ്രൻ നമ്പൂതിരി ആയിക്കോട്ടെ. അതും വേണ്ടാന്ന് വെക്കണ്ട.
ഇവരെ തന്നെയാണ് ഈ വർണ്ണിക്കുന്നത്. ഇങ്ങനെ ഓരോരോ കഥ മുതലിയ തന്നെ ഒക്കെ അത് തന്നെയാണ്. നമ്മളിങ്ങനെ കേട്ട് വരുമ്പോൾ മനസ്സിലാവും ഇതിലിപ്പോൾ ഞാനാണത്, കരുതണം, ശ്രദ്ധിക്കണം, മാറണം എന്ന് ചിന്തിക്കട്ടെ കരുതിയിട്ടാണ്. ഏതായാലും ഇവിടെ ഞാൻ ഭക്തിയാണെന്ന് ആര് പറഞ്ഞു? ആ പെൺകുട്ടി പറഞ്ഞു. ആരാ കൂടെ ഉള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മക്കളാണ്. നാരദർക്ക് അത്ഭുതമായി. മക്കൾക്ക് പ്രായം കുറഞ്ഞും കൊണ്ട് അമ്മയ്ക്ക് കൂടിയും കൊണ്ടല്ലേ പതിവ്, ഇതെങ്ങനെ ചോദിച്ചു. ഞങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കലി അങ്ങോട്ട് വന്നപ്പോൾ എന്ത് പറ്റി ചോദിച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്കും പ്രായമായി, 3 പേർക്കും വയ്യാണ്ടിയായി, ആകെ കഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങനെ നടന്ന് വൃന്ദാവനത്തിലെത്തിയപ്പോൾ എൻ്റെ കാര്യം നേരെയായി. വൃന്ദാവനത്തിലെത്തിയ ഭക്തി നേരെയാവും, പക്ഷെ ജ്ഞാനവൈരാഗ്യം അപ്പോഴും നേരെയാവില്ല എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ. ഇനി എൻ്റെ പേക്കെട്ടുകാരത് വൃന്ദാവനത്തിലേക്ക് പോയിക്കോളൂ, പോണ്ടാ പറയണല്ലേ. നമ്മളും പോയിട്ടുണ്ട്, പോകണം. അവിടെ എന്താ വെച്ചാൽ ഒക്കെ ഭക്തിയോട് കൂടി ഇരിക്കണം. പക്ഷെ അപ്പോഴും ജ്ഞാനവും വൈരാഗ്യവും ഒന്നൊന്ന് വിചാരിക്കണ്ട. ഭക്തിയൊക്കെ ഉണ്ടാവും, ഒക്കെ ശരി തന്നെ. പക്ഷേ അപ്പോഴും ജ്ഞാനവൈരാഗ്യങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഭക്തി നേരെയായി, പക്ഷേ എന്തില്ല. ഇപ്പോൾ ചില ചോദിക്കും ഭക്തി പോരേ അല്ലേ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഭക്തി തന്നെ മതിയല്ലോ തിരുമേനി. അതെ, മതി, പോരായൊന്നുമില്ല. എന്നാൽ ഈ ഭക്തി ചെറുപ്പാണല്ലോ, അതിനങ്ങോട്ട് എണീറ്റ് പോയിക്കൂടെ? എന്താ അഭിപ്രായം? ഇപ്പം ഭക്തി ഒരു കുഴപ്പമില്ല. എന്താ പോവാത്തു? ഭക്തി നല്ല ആരോഗ്യമുണ്ട്. വൃന്ദാവനത്തിൽ ഇപ്പോൾ കിട്ടിയില്ലേ, ആരോഗ്യം വീണ്ടും കിട്ടിയില്ല. ഇനി ആ ഭക്തിക്ക് തൻ്റെ വഴിക്ക് പോയിക്കൂടെ? എന്താ മിണ്ടാത്തത്? അതാണ്, മക്കളില്ലാണ്ട് അമ്മയ്ക്ക് സമാധാനമാകുമോ? നല്ലൊരു അമ്മയ്ക്ക് എന്ത് വേണം? മക്കളെ കാര്യം കൂടി ഞാനിങ്ങനെ നേരിട്ട് കാര്യമുണ്ടോ? മക്കൾ വയ്യാണ്ട കിടക്കുക വെച്ചാൽ എങ്ങനെയാണ് സഹിക്കുക നാരദരെ? മക്കളും കൂടി നേരെ ആയാലും നല്ലൊരമ്മയ്ക്ക് സമാധാനമാവുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം എപ്പോഴും അമ്മ സന്തോഷമായിട്ടിരിക്കുക മക്കളോട് കൂടി ആവുമ്പോഴാണ് എന്ന് പറഞ്ഞ അർത്ഥം. ഭക്തി പൂർണ്ണമാവണമെങ്കിൽ ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടി ഇരിക്കുമ്പോഴേ ഭക്തി പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഗോഷ്ഠി, അത്രയേ ഉള്ളൂ. അതൊരു നാട്യം. അയാൾ നാളെ ദുഃഖിക്കും. ഒരു തൊട്ടു നാമം ജപിച്ചു, ഡാൻസ് കളിച്ചു പറഞ്ഞിട്ട് കാര്യം. നാളെ അയാൾ ദുഃഖിക്കും വൈരാഗ്യമില്ലെങ്കിൽ. അടുത്ത ബന്ധുക്കളെ കല്യാണ്ടിയാകുമ്പോൾ പൊട്ടിക്കരയും. അപ്പോൾ നമുക്ക് തോന്നും കഷ്ടം, ഇയാളാണോ? അപ്പോൾ ഇന്നലെയൊക്കെ അയാളെ വർത്തമാനം എന്തായിരുന്നു എന്നാണ്. ഇത്രയും ശക്തിയില്ലേ മനസ്സിന് എന്നാണ്. കാരണം വൈരാഗ്യം ഉദിച്ചിട്ടില്ല. അതുകൊണ്ട് ഭക്തിയുടെ കാര്യത്തിൽ ഇന്ന് ലോകത്ത് ഭക്തി കൂടി വരില്ലേ. അമ്പലത്തിൽ പോയ തിരക്ക് കൂടുകയാണ്, എല്ലാവരുടെ കയ്യിലും കാശ് വർദ്ധിക്കുന്നുണ്ട്, അമ്പലമൊക്കെ മെച്ചപ്പെട്ട് വരികയാണ്. പക്ഷെ എന്തില്ല, ജ്ഞാനവൈരാഗ്യങ്ങൾ കഷ്ടിയാണ്. ഭാഗവതം പഠിക്കുന്നവരൊക്കെ കുറേ ഉണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർ കഷ്ടിയാണ്. എന്താണ്, ശ്രദ്ധിച്ച് പഠിക്കുന്നവർ കഷ്ടിയാണ്. വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടാവണമെന്ന് കരുതി പഠിക്കുന്നവർ വളരെ 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 കുറവാണ്. ജ്ഞാനവും വൈരാഗ്യവും വേണമെന്നില്ല, പണവും പ്രശസ്തിയും വേണമെന്നുണ്ടാവും. പക്ഷെ എന്ത് വേണ്ട? ജ്ഞാനം വൈരാഗ്യം. പിന്നെ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഒരു വട്ടാണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്നുള്ള അർത്ഥമല്ല കേട്ടോ. വിരക്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തുച്ഛം, നാളെ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നാണ്. അതൊക്കെ ഇല്ലാത്തതാണ്, അതൊക്കെ കളവാണ്. അതിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുകയാണ്. ഒന്നുകൂടി നല്ല ഭാഷയെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വസ്തു കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടം ഇടയ്ക്ക് പോവാറൊക്കെ ഉണ്ട്. അതിൻ്റെ ആ നിസ്സാരത ബോധ്യപ്പെടുമ്പോൾ അല്ലേ. കുട്ടിക്കാലത്ത് നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്താ കളിപ്പാട്ടം. ഇപ്പം കണ്ട ഇഷ്ടമാവുമോ? കിൽക്ക് വന്നാലും എല്ലാ മുത്തശ്ശിമാർക്കും വലിച്ചെറിയും ഇല്ലേ. എൻ്റെ മണ്ടക്കന്നെ അടിക്കും, തിരുമേനിക്ക് കിലുക്ക തരാൻ. അല്ല, പണ്ട് എന്തായിരുന്നു കഥ? കിലുക്ക് കാണുമ്പോഴേക്കും ബലൂണ് കാണുമ്പോഴേക്കും നിങ്ങളുടെയൊക്കെ കഥ എന്തായിരുന്നു? ഇപ്പം ഞാൻ എല്ലാവർക്കും ഓരോ ബലൂണ് വന്നാലോ? അല്ല, വ്യത്യാസം മനസ്സിലായില്ലേ? ഇപ്പം അതിനോട് വലിയ താല്പര്യമില്ല. ഇപ്പം നമുക്ക് പാൽപ്പായസത്തിനോട് വലിയ താല്പര്യം ഉണ്ടോ വിചാരിക്കുക. അത് തുച്ഛം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുമോ? അതിൽ അപകടം ഉണ്ടെന്ന് പറഞ്ഞാൽ തൊടുമോ? പാൽപ്പായസം വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. പാൽപ്പായസം കണ്ട ആദ്യം കുടിക്കുന്ന ആളാണ്. അത് കൂട്ടുക. അയാളങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കണതിനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ദേഹണ്ണക്കാരൻ എന്തോ അങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോയ സമയത്ത് മുകളിൽ നിന്നൊരു പല്ലി പായസത്തിലേക്കാണ്ട് വീണു. ഇതാര് കണ്ടു? ദേഹണ്ണക്കാരൻ കണ്ടില്ല. ആര് കണ്ടു? നമ്മൾ കണ്ടു. അയാൾ ഉണ്ടാക്കിയ സമയത്ത് അവസാനം ഒരു കയ്യിലപ്പം തന്നെ അടുപ്പത്ത് തന്നെ ലേശം എടുത്ത് ഗ്ലാസ്സിലാക്കി ആൾക്ക് തന്നു. തിരുമേനിക്ക് പായസം വലിയ ഇഷ്ടമല്ലേ, ഇതാ കഴിച്ചോളൂ എന്നാ നമ്മൾ പറയുക. കുടിക്കുമോ? ഇപ്പം വെച്ചോളൂ, എനിക്ക് വേണ്ട. പായസം വേണ്ട പറയാൻ കാരണം എന്താ? പല്ലി വീണത് ഇയാൾ കണ്ടു, നമ്മളത് വീണത് കണ്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പ്രശസ്തിയുടെയും പണത്തിൻ്റെയും പിന്നാലെ ഓടുന്നത്. ഈ പല്ലി അതിലുള്ളത് നമ്മൾ കണ്ടിട്ടില്ല, വേഷമുള്ളത് കണ്ടിട്ടില്ല. പക്ഷേ സന്യാസിമാർ കണ്ടു. അതുകൊണ്ടാണ് അവർ ഭാര്യയും മക്കളെയും സമ്പത്തും ഒക്കെ ഒഴിവാക്കി കാവ്യെടുത്ത് പോകാൻ കാരണം. അവർക്ക് ബോധ്യമായി. ബോധ്യാവലും കേൾക്കലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. കുറേ കേട്ടുവെച്ച് ഇങ്ങനെ കുറേശ്ശൊക്കെ ബോധ്യാവെങ്കിലും അങ്ങോട്ട് പൂർണ്ണമായിട്ട് അനുഭവിക്കണം വെച്ചാൽ അത്രയ്ക്ക് എന്ത് വരണം, അത്രയ്ക്കൊരു അനുഭവം വരണം, അല്ലാതെ അത് ബോധ്യാവില്ല. ഇതുപോലെ മാരകമായ രോഗം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ സുന്ദരനാണെങ്കിലും സുന്ദരിയാണെങ്കിലും തൊടുക പകരും. വേണ്ട, തൻ്റെ കാര്യം പോക്കിക്കൊണ്ടൊന്നും ആരും ശ്രമിക്കില്ലല്ലോ.
ഇതുപോലെ വിഷയാൻ വിഷവത്യജ, ഈ വിഷയങ്ങളൊക്കെ വിഷമായി കണ്ട് ത്യജിക്കണം. അതാണ് വൈരാഗ്യം. അത് വേണമെന്ന് കാണിക്കുകയാണ്. നാരദർ എന്തായാലും ആ കുട്ടികൾ നേരെയാവാൻ വേണ്ടിയിട്ട് പലതും ഉപദേശിച്ചു നോക്കി, മഹാഭാരതം പറഞ്ഞു നോക്കി, വേദം പറഞ്ഞു നോക്കി, ഗീത വായിച്ചു നോക്കി, എന്നിട്ടൊന്നും അവർ നേരെയായില്ല എന്നാണ് മഹാത്മ്യത്തിൽ കഥ പറയുന്നത്. കാരണം അവർക്കതൊന്നും ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയില്ല. അതാണ് താല്പര്യം. ഗീത മോശമെന്നല്ല, കാരണം അതിൽ ഉപമകളില്ലല്ലോ. ഉപകഥകളുണ്ടോ ഗീതയിൽ? ഉണ്ടോ? ഉപകഥ ഉണ്ടോ ഗീതയിൽ? എന്താ കഥ? ഗീതയിൽ കാര്യം ഇങ്ങനെ പറഞ്ഞു പോകും, ഇത്രയേ ഉള്ളൂ. അത് തെറ്റല്ല. വലിയ ഗൗരവമുള്ളവരെ സംബന്ധിച്ച് അത്രയേ ആവശ്യമുള്ളൂ. ഏറ്റവും സൗകര്യം ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ ഭാഗവതം പഠിച്ചവരെ സംബന്ധിച്ച് പിന്നെ സൗകര്യം എന്താ? പിന്നെ സൗകര്യം ഗീതയാണ്. അതിന് മഹാത്മ്യത്തിൽ പറയും, ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് വായിക്കണം? ഇനി ഇരുന്ന് ഗീത വായിക്കണേ എന്നാണ്. ജ്ഞാനം അങ്ങോട്ട് ഉറക്കട്ടെ എന്നാണ്. കാരണം ഈ പറഞ്ഞ കാര്യം തന്നെ അതിൽ ഉപകഥകളില്ലാതെ എങ്ങനെ വർണ്ണിക്കും എന്നാണ് കൃത്യമായിട്ട്. പക്ഷേ ഇപ്പം ഈ ജ്ഞാനവൈരാഗ്യം കുറച്ച് ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നാരദർക്ക് വലിയ വിഷമായി. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്നു, ഈ കുട്ടികളുടെ കാര്യം നേരെയാക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ ഉള്ള വിഷമം. ഒരിക്കൽ സനകാദികൾ കണ്ടു ഈ നാരദരെ. എന്താ തൻ്റെ മുഖത്തൊരു വാട്ടം ചോദിച്ചപ്പം കാര്യം പറഞ്ഞു, അവരെ നേരെയാക്കാൻ എനിക്ക് പറ്റിയില്ല. അവർ ചിരിച്ചും കൊണ്ട് ചോദിച്ചു, തന്നെയും കലി ബാധിച്ചു? തനിക്ക് നമ്മുടെ അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ എന്ത് ഭാഗവതം, എന്തേ അത് പറഞ്ഞു കൊടുക്കാനു? നാരദ പറയണത് ശരിയാ, അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ആ സമയത്ത് തോന്നിയില്ല. തന്നെയും എന്ത് ബാധിച്ചു ലേശമൊക്കെ? കാരണം ഉള്ളിൽ ഉത്തരം ഉണ്ടെങ്കിലും അത് ചോദ്യം ചോദിക്കുമ്പോൾ പറയാൻ തോന്നണില്ല. പിന്നെന്താ ചെയ്യുക? നമുക്കതിൻ്റെ വിഷയം ദുഃഖം വരുമ്പം അതിനെ ഇല്ലാണ്ടിയാക്കാനുള്ള വഴിയൊക്കെ നമുക്ക് നിശ്ചയുണ്ട്. തത്വവിചാരം ചെയ്താൽ മതി. അതൊക്കെ കുറേ കേട്ടതുമാണ് സപ്താഹമൊക്കെ. എന്നാൽ പോലും അവനവന് സംഭവിക്കുമ്പോൾ അത് ഓർത്തെടുത്ത് ദുഃഖം ഇല്ലാണ്ടിയാക്കാനുള്ള കഴിവ് കലികാലത്ത് നഷ്ടപ്പെടുന്നു. ആ ഭാഗവതം പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞ സമയത്ത് നാരദർ പറഞ്ഞു, അത് എങ്ങനെയപ്പം പറഞ്ഞു കൊടുക്കണ്ടു? അവർക്ക് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നെങ്കിലും അത് എങ്ങനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. 7 ദിവസമായിട്ട് നടത്തുമ്പോൾ എങ്ങനെ നടത്തണം എന്നുള്ളത് എനിക്കറിയില്ല. സപ്താഹമായിട്ട് അതുവരെ നടത്തിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നാരദരും സനകാദികളും കൂടിയാണ് ആദ്യത്തെ ഭാഗവത സപ്താഹം നടത്തുന്നത്. ഈ വാർത്ത ഭക്തിയെ അറിയിച്ചു. ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളെ കൂട്ടി ആ സ്ഥലത്തെത്തി. മാഹാത്മ്യ പ്രവചനം കേട്ടപ്പോഴേക്കും ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയെ പോലെ തന്നെ ചെറുപ്പായി, നല്ല ആരോഗ്യമുണ്ടായി. അവർ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് ചൊല്ലി നൃത്തം വെച്ചു എന്നാണ്. ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയെ പോലെ തന്നെ പൂർണ്ണമായി. ഭാഗവതം കേട്ടാൽ ഉണ്ടാവേണ്ടത് എന്താ? ഭക്തി ഇപ്പം നമുക്ക് ഉള്ളതുകൊണ്ടാണ് വന്നിരിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഇരിക്കില്ല. ഇങ്ങനെ ഇരുന്നവർക്ക് ഭക്തി മാത്രം പോരാ, എന്തുണ്ടാവണം? ജ്ഞാനം ഉദിക്കണം എന്നാണ്. പോരാ, വൈരാഗ്യം ഉണ്ടാവണം. ഇത്രയും ഉണ്ടാവാനാണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്. അതല്ലാണ്ട് ഇത് കേട്ടിട്ട് എന്തെങ്കിലും നേടാനല്ല. ഉള്ളതൊക്കെ പോവുകയുള്ളൂ ഭാഗവതം കേട്ടാൽ. ആദ്യം പറഞ്ഞേക്കാം, ഒന്നും കിട്ടുമൊന്നുമില്ല. ഉള്ളതൊക്കെ പോവുക പറഞ്ഞാൽ പേടിക്കണ്ട. കാമം, ക്രോധം, മോഹം, ലോഭം, ഈർഷ്യ, അസൂയ, കുനിഷ്ട്, കുശുമ്പ് ഇതൊക്കെ പോയി ഹൃദയം ശുദ്ധമാവും. ഇവർ വികൃതികളാണ്. ഇവരെ ഇരിക്കാൻ ഏതെങ്കിലും സ്ഥലം കൊടുക്കണ്ടേ എന്ന് ചോദിച്ച സമയത്താണ് ഈ കേൾക്കാനായിട്ടിരിക്കുന്ന ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഭാഗവതം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഭാഗവതം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ മെല്ലെ 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 ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉദിച്ചു വരും. അതിനാദ്യം എന്ത് വേണം വെച്ചാൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാനാണ് ഞാൻ ഇത് കേൾക്കണമെന്ന് ഉറപ്പിക്കണം. ലക്ഷ്യം ഉറപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എത്രയായാലും ഉദിക്കില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മൾ ആദ്യം ഉറപ്പിക്കണം, എൻ്റെ ഉദ്ദേശം ഇതാണ്. അത് മറന്നു പോകരുത്. ഉദ്ദേശം മറന്നുപോയാൽ യാത്ര ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഗുരുവായൂർ തൊഴണമെന്നാണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിൽ വെച്ചില്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിട്ടും കാര്യമൊന്നുമില്ല. അവിടെ പോയി മസാല ദോശ തെറ്റുകൊണ്ടും വാങ്ങി പോരുന്നല്ലാതെ തൊഴുതോളണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഉദ്ദേശം മറന്നു പോകരുത് എന്നർത്ഥം. ഇനി വലിയ ഭക്തിയൊന്നുമില്ല എനിക്ക്, ഞാൻ അത് കേട്ടാൽ നേരെയാവുമോ? അങ്ങനെ ചോദ്യം ഉണ്ടാവും. ഭക്തി ഇല്ല, കുറച്ച് അപകടക്കാരനാണ് ഞാൻ എന്നൊക്കെ സ്വയം അറിയണവരുണ്ടാവുമല്ലോ. എൻ്റെ കഥയൊന്നും പറയണ്ട, ഇതുവരെ ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ കേട്ടാൽ അത്രയും അപകടമാണ്. ഞാനൊക്കെ അത് കേട്ടാൽ നേരെയാവോ? എനിക്കിനി എത്ര ജന്മങ്ങൾ വേണ്ടി വരുമെന്ന് ശുദ്ധാവാൻ? എന്തായാലും ഈ ജന്മത്തിലൊന്നും ഉറപ്പാണ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. അഭിചേത്സു ദുരാചാര, എത്ര വലിയ ദുരാചാരനാണെങ്കിലും എന്നെ ഭജിച്ചാൽ, നേരെയാവണം എന്നൊന്ന് ഉറപ്പിച്ചാൽ അയാൾ നേരെയാവും. എന്താണ് നാളത്തേക്ക് വെക്കേണ്ടതെന്നർത്ഥം. ഗീതയിൽ തന്നെ ഭഗവാൻ പറയാണ്, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എന്നെ ആശ്രയിച്ചാൽ അയാൾ ശുദ്ധാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നൊരു കഥ പറയാം. പണ്ട് ദന്ധുകാരി മഹാപാപിയായിട്ടല്ലേ നമ്മളൊക്കെ പറയാം.
എന്താ അയാളുടെ കഥ? പണ്ട് ആത്മദേവൻ്റെ പേരായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. തുംഗഭദ്ര തടയെ കശ്ചിത്. പണ്ട് തുംഗഭദ്രയുടെ തീരത്തൊരു പത്തനം എന്ന് പറഞ്ഞാൽ പട്ടണം, ഒരു സിറ്റി. അവിടെ ആത്മദേവൻ്റെ പേരായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ശുദ്ധനാട്ടോ, രാവിലെ നേരത്തെ നീക്കം കുളി ജപം ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം കല്യാണം കഴിച്ചു. ദുന്ധുളി എന്നാണ് ഭാര്യയുടെ പേര്. എന്താണ്? ദുന്ധുളി എന്നാണ് ഭാര്യയുടെ പേര്. കല്യാണം കഴിച്ചെങ്കിലും മക്കളൊന്നും ഇല്ലാതെ അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം തീർത്ഥാടനം ചെയ്യും മനസ്സൊന്ന് ശാന്തമാവാൻ. ഒരിക്കൽ തീർത്ഥാടന സമയത്ത് അവിടെ ഒരു സിദ്ധനെ കണ്ടു, ഒരു സന്യാസിയെ, ഒരു സിദ്ധനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് തൻ്റെ വിഷമം പറഞ്ഞു. എനിക്കിങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളൊന്നുമില്ല, ആ ദുഃഖം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഞാനൊരു ചെടി നട്ടാൽ അത് കായ്ക്കില്ല, ഞാനൊരു പശുവിനെ വളർത്തിയാൽ അതുപോലും പ്രസവിക്കില്ല, അത്രയ്ക്കുണ്ട് ഗുരുത്വം എന്നൊക്കെ അദ്ദേഹം തൻ്റെ വിഷമം പറയാണ്. എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എനിക്ക് മക്കളൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ ആ ആത്മദേവൻ ചോദിച്ചപ്പം ആ സിദ്ധൻ മറുപടി പറഞ്ഞു, മക്കളുണ്ടായി എന്ന് കരുതി സന്തോഷമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇതൊന്നും ആ സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റുമോ? കല്യാണം കഴിച്ചൊരു സമാധാനമാവും തോന്നുന്നുണ്ടോ? കല്യാണം കഴിക്കാണ്ടിരുന്നാലും സമാധാനം അങ്ങനെയില്ല, അതൊക്കെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടികളുണ്ടായിട്ട് മോശം കുട്ടികളായിട്ട് നരകിക്കുന്ന അമ്മമാരുണ്ട്. ഇങ്ങനെയൊന്നും വേണ്ടില്ലായിരുന്നു ഈശ്വര എന്ന് പറയണവരുണ്ട്. അതുകൊണ്ട് ഇതൊന്നുമല്ല ശാന്തിക്ക്, ഇതൊന്നുമല്ല ഉപാധി. അങ്ങ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. തൽക്കാലം അങ്ങ് എന്ത് ചെയ്യൂ, മുഞ്ചാജ്ഞാനം പ്രജാരൂപം. അങ്ങയുടെ ഉള്ളിൽ ഇപ്പം അജ്ഞാനം മകൻ്റെ രൂപത്തിൽ നിൽക്കുകയാണ്. എന്താണ് നമ്മുടെ ഉള്ളിലിപ്പം അജ്ഞാനം ഏത് രൂപത്തിലാണ് നിൽക്കണം എന്നുള്ളത് സ്വയം വിളിച്ച് പറയണ്ട. ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാവും നിൽക്കുക. ചിലക്ക് പണത്തിൻ്റെ രൂപത്തിൽ പണം വേണം. ചിലക്ക് പ്രശസ്തിയുടെ രൂപത്തിൽ പണം കുറേയുണ്ട്, പക്ഷെ ഒരു 4 പേരില്ല, അതിൻ്റെ രൂപത്തിൽ. ചിലക്ക് ആരോഗ്യത്തിൻ്റെ രൂപത്തിൽ, ചിലക്ക് ഭാര്യയുടെ രൂപത്തിൽ, ചിലക്ക് മക്കളുടെ രൂപത്തിൽ, ചിലക്ക് നായ്ക്കുട്ടിയുടെ രൂപത്തിൽ. ആ നായ്ക്കുട്ടിക്ക് ആരുണ്ട്? ഞാനിങ്ങോട്ട് പോന്നാൽ തെറ്റില്ല. അത് തെറ്റാണെന്ന് ബാക്കി പറഞ്ഞതൊക്കെ തെറ്റില്ല, അത്രയേ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു ആസക്തി, അതാണ് അജ്ഞാനം. ഇപ്പം അങ്ങയെ ബുദ്ധിമുട്ടിക്കുന്നത് പ്രജാരൂപം. അജ്ഞാനം അങ്ങയുടെ മനസ്സിൽ മകൻ്റെ രൂപത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ഒഴിവാക്കൂ, അങ്ങ് ആ അജ്ഞാനം അങ്ങോട്ട് ഒഴിവാക്കൂ, ദുഃഖം നീങ്ങും. അതല്ലാതെ മകനെ കിട്ടിയോണ്ടൊന്നും ദുഃഖം നീങ്ങില്ല. അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും അദ്ദേഹത്തിന് വലിയ വിഷമായി. ഈ ജന്മത്തിലുണ്ടാവില്ലെങ്കിൽ അടുത്ത ജന്മത്തിലുണ്ടാവുമോ? തല തൊട്ടു ആര്? സിദ്ധൻ. അതൊന്ന് സ്കാൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എടോ തനിക്ക് ഈ ജന്മത്തിൽ മാത്രമല്ല 7 ജന്മത്തിലേക്ക് കുട്ടികളുണ്ടാവില്ല. സപ്തജന്മാവധിത്തവ പുത്രോ നൈവച ആണ്. 7 ജന്മം എനിക്ക് ഇനി മക്കളുണ്ടാവില്ല, ഇത് കഴിഞ്ഞിട്ടേ ഇനി ഉണ്ണുണ്ടാവുള്ളൂ എന്നങ്ങോട്ട് കേട്ടപ്പോഴുള്ള വിഷമം ഒന്നാലോചിച്ച് നോക്കൂ. ഈ ജന്മത്തിലില്ലെങ്കിൽ വേണ്ട, അടുത്ത ജന്മത്തിലുണ്ടാവില്ലോ എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കരുന്നു. ഭാവി അറിയണം എന്നുള്ള ത്വര ഉണ്ടായപ്പോൾ എന്ത് പറ്റി? ഈ ജന്മം മാത്രമല്ല 7 ജന്മത്തിലേക്ക് ഉണ്ടാകും. ഇതാണ് നമ്മൾ ഈ ഭാവി അറിയാൻ പുറപ്പെട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. എന്തായാലും നടക്കാൻ പോകണമെന്ന് നടക്കും. ഇതിപ്പോൾ അറിഞ്ഞു വെച്ചാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവില്ലേ? ഇല്ലേ? നമുക്കിപ്പോൾ മരണത്തിൻ്റെ ഡേറ്റ് പറയുമെങ്കിലോ, രാജിവെച്ചു, അയാൾ അങ്ങോട്ട് പറഞ്ഞു പിന്നെ ഡേറ്റ് 2000 പേടിയുണ്ട് പറയണ്ട 2000 അങ്ങനെ നിൽക്കട്ടെ, അതങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച അങ്ങോട്ട് പോകും എന്നങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ട് ഭാഗം കേൾക്കാൻ പറ്റുമോ? ഇതൊക്കെ അറിയാണ്ടിരിക്കുന്നതാണ് ലാഭം. അതുകൊണ്ട് ഭാഗ്യതാണ്. അതുകൊണ്ട് ആ വക കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി ഓടി നടക്കണ്ടെന്ന് അർത്ഥം. ഒക്കെ വരും, മാറ്റാനൊന്നും പറ്റില്ല. മാറ്റാൻ പറ്റില്ല, ഇത് അറിഞ്ഞിരിക്കണെന്തിനാ? മാറ്റാൻ പറ്റിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കാല്ലേ. നമ്മങ്ങനെ പോകുമ്പോൾ ഒരു വണ്ടി വരുമ്പോൾ മാറി സഞ്ചരിക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ആദ്യം അറിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇത് മാറ്റാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അറിയണു? അത് മനുഷ്യൻ്റെ ഒരു ത്വരയാണ്, അതിവിടെ കാണിക്കണു. ഏതായാലും ഇതങ്ങോട്ട് കേട്ടതോടു കൂടി നോചേ ത്യജാമ്യഹം പ്രാണാൻ. ഞാൻ അങ്ങനെയാണെങ്കിലേ എനിക്ക് മക്കളൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ പ്രാണൻ ത്യജിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒഴുകണ നദിയിലേക്ക് ചാടാൻ പുറപ്പെട്ടു. അതങ്ങോട്ട് കണ്ടപ്പോഴേക്കും ഈ സന്യാസിക്ക് വലിയ വിഷമമായി. താൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാളെ ഈ ജീവൻ ത്യജിക്കല്ലേ? ഇയാളെ കണ്ട തന്നെ കഷ്ടമായിപ്പോയി എന്നാണ്. അതാ പറ്റിയതിപ്പോൾ. താൻ നല്ല ഉദ്ദേശത്തിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതൊന്നും സഹിക്കാൻ ആർക്ക് പറ്റണില്ല, ആ ബ്രാഹ്മണന് പറ്റില്ല. അദ്ദേഹം തൽക്കാലം ആ ബ്രാഹ്മണനെ അവിടുന്ന് പറഞ്ഞു വിടണം എന്നുള്ള ഉദ്ദേശം ഉണ്ടാവുള്ളൂ. താൻ വിഷമിക്കണ്ട, ചാടല്ലോ എന്നൊക്കെ പറഞ്ഞ് വേഗം ഒരു പഴം വാങ്ങിയോ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും എന്താ വെച്ചില്ല അവിടെ കിട്ടുന്നൊരു പഴം അദ്ദേഹം അങ്ങോട്ട് കൊടുത്തു. ഇത് കൊണ്ടുപോയിക്കോളൂ, ഭാര്യയ്ക്ക് കൊടുത്തോളൂ, വിഷമല്ലാണ്ടിരിക്കും. അദ്ദേഹം തൽക്കാലം പറഞ്ഞു വിടാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും ഇത് കൊണ്ടുപോകുമ്പോൾ അയാൾ മരിക്കില്ലല്ലോ എന്നാണ്. അങ്ങനെ ആ പഴം കൊണ്ട് അദ്ദേഹം ചെന്നു. തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പഴം കിട്ടിയിട്ടുണ്ട്, ഒരു സിദ്ധനെ കണ്ടു, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നീ ഗർഭിണിയാവും, നമുക്കൊരു ഉണ്ണി ഉണ്ടാവും എന്നൊക്കെ സന്തോഷമായിട്ട് അദ്ദേഹം പറയുന്നു. ശ്രദ്ധിക്കണം, അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ നല്ല ചിന്തകളെ പാടുള്ളൂ.
ആരെയും കുറ്റം പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ശപിക്കാൻ പാടില്ല, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, സന്ധ്യയ്ക്ക് കളവ് പറയാൻ പാടില്ല, കിടന്നുറങ്ങാൻ പാടില്ല. ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായില്ല. അവൾ പറഞ്ഞു, ഈ കുട്ടി ഉണ്ടായാൽ തന്നെ ലാളനേ പാലനേ ദുഃഖം, ലാളിക്കാൻ തന്നെ എത്ര പ്രയാസമാണ്. കുട്ടികളെ കൊഞ്ചൊക്കെ വേണ്ടേ, അവരെ വളർത്തി വലുതാക്കുക പറഞ്ഞ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഈ കുട്ടി 1, 2 ഒക്കെ പാസ്സാക്കുമ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ ഞാൻ തന്നെ നിൽക്കണ്ടേ. ഇനി ഗർഭിണിയായി കഴിഞ്ഞാൽ വയറ് വലുതാവില്ലേ, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടില്ലേ, ഞാൻ ഇനി പ്രസവിക്കണ്ടേ, എത്ര ബുദ്ധിമുട്ടാത്. ഇന്നും അങ്ങനെയുള്ളവരുണ്ട്, പ്രസവം രോഗമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇയാൾ അവിടെ ഇവിടെയും പോയിട്ട് ഓരോ പഴം എടുത്ത് കൊണ്ടുവരും. ഇപ്പം കുടുങ്ങിയത് ഞാനല്ലേ, ഇവിടെ ഏറ്റവും വലിയ ഭാഗ്യവതികൾ വന്ധ്യകളാണ് എന്ന് വരാര് പറഞ്ഞു? അവൾ പറഞ്ഞു. ഏതായാലും അവൾ ആ പഴം എടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവളുടെ അനിയത്തി വന്ന് പറഞ്ഞു, നീ വിഷമിക്കണ്ട, എനിക്ക് 8-9 മക്കളുണ്ട്, ഇപ്പം ഞാൻ ഗർഭിണിയാണ്, ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടിയെ നിനക്ക് തരാം, നിൻ്റെ എന്ന് പറഞ്ഞാൽ മതി. പിന്നെയോ നിനക്ക് പാലില്ലാത്തതുകൊണ്ട് പാല് തരാൻ വേണ്ടിയിട്ട് അനിയത്തിയെ വിളിച്ചതാ പറയുക. അപ്പം അനിയത്തിയുടെ കുട്ടി ഉണ്ടായപ്പോൾ തന്നെ മരിച്ചുപോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, ഭർത്താവിനെ പറ്റിക്കാം, എന്താ വെച്ചാൽ കാശ് എൻ്റെ ഭർത്താവിന് നീ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ആശ്വാസമായി. എന്തായാലും എന്നാലും പ്രസവിക്കണ്ടല്ലോ. ഈ പഴം എന്ത് ചെയ്യും, ഈ പഴം നേരെ ഗോശാലയിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ പശു പ്രസവിക്കുമോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പശു കഴിക്കുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു, അങ്ങനെ ഗർഭിണിയായി. ആര് ഗർഭിണി? പശു ഗർഭിണിയല്ല, ഇവള് ഗർഭിണിയായിട്ടൊന്നുമില്ല. പക്ഷെ ഇവളും വെച്ച് കെട്ടിട്ടോ, ഇഡലിച്ചമ്പൊക്കെ വെച്ച് കെട്ടി ആരെ പറ്റിക്കും? അദ്ദേഹം തീർത്ഥാടനമാണ്. കാരണം പണ്ട് കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഭാര്യ ഗർഭിണിയായെന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ തപസ്സാണ്. ആരുടെ തപസ്? ഭാര്യയും ഭർത്താവും തപസ് ചെയ്യും. കാരണം ഉണ്ടാവണ കുട്ടി അത് ലോകത്തിന് ഉപദ്രവം ചെയ്യണതാവരുതേ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ മുടി വെട്ടില്ല, താടി പിടിക്കില്ല, പിന്നെ നാമജപം മാത്രം. ഉണ്ടാവണ കുട്ടി നന്നാവണം എന്നുള്ള വിചാരം മാത്രമാണ്. ഇടയ്ക്ക് ചില ചടങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കൂടെ ഇരിക്കും. ചില ഹോമൊക്കെ ചെയ്യുമ്പം പിന്നെ നെയ്യൊക്കെ ജപിച്ച് കൊടുക്കും, പുരുഷ സൂക്തമൊക്കെ ജപിച്ചിട്ട് കൊടുക്കും, സഹസ്രനാമൊക്കെ കേൾപ്പിക്കും. ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവൂലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഉണ്ടായ കുട്ടിയുടെ പരാക്രമം കാണുമ്പോഴാണ് നല്ല ഒന്നാവായിരുന്നു, അപ്പോഴേ ആലോചിക്കുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് മുമ്പ് തന്നെ എന്തുണ്ട്, തപസ്സിലൂടെയാണ് ഒരു സൃഷ്ടി നടക്കുന്നത്. അതാ കാണിച്ചിരുന്നത്. ആ ഒരു ഭാവം വേണമെന്നർത്ഥം. എന്തായാലും ഇദ്ദേഹം അങ്ങനെ നടക്കുകയാണ്. ഇടയ്ക്ക് ചില ചടങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ വരുമ്പോഴൊക്കെ അങ്ങനെ ഭാര്യ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കൊന്നുമില്ല. അവളവിടെ അങ്ങനെ ഇഡലിച്ചപ്പൊക്കെ വെച്ച് കെട്ടിയിരുന്നാൽ പിന്നെ ഗർഭിണിയാണെന്ന് വിചാരിക്കും. അങ്ങനെ അവസാനം പ്രസവിച്ചിട്ട് കുട്ടിയെ കാണിക്കാൻ ആരെ വിളിക്കും? അച്ഛൻ വന്ന് കണ്ടോളൂ എന്ന് പറയുമ്പോഴേ ആര് വരുള്ളൂ? അപ്പം അച്ഛൻ ചെന്ന് നോക്കി, ആരെ കുട്ടിയത്? തൻ്റെ അല്ല, ദുന്തുള്ളിയുടെ അനിയത്തിയുടെ കുട്ടിയാണ്. പക്ഷെ തൻ്റെ കുട്ടിയെന്ന് പറഞ്ഞാൽ അവൾ കാണിച്ചു, തൻ്റെ മകനാവെന്ന് വിചാരിച്ചു. അദ്ദേഹം പേരിട്ടു, അമ്മയുടെ അതേ പേരിനോട് ചേർന്നും കൊണ്ടൊരു പേര് ദുന്ധുകാരി എന്ന് പേരിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയുള്ള കാര്യസ്ഥൻ വിളിച്ചു പറഞ്ഞു, ഗോശാലയിലുണ്ടായ അത്ഭുതം, പശു പ്രസവിച്ചു, മനുഷ്യക്കുട്ടി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി നോക്കി. അതാണ് തൻ്റെ മകൻ. ആ സിദ്ധം പറഞ്ഞ മകൻ ഇതാണ്. ആ ഉണ്ണിയെ കണ്ടപ്പോൾ എന്തൊരു ചൈതന്യം. ചെവി പശുവിൻ്റെ ചെവി പോലെയാണ്. ഗോകർണഹ എന്ന് പേരിട്ടു. ഗോ എന്ന് പറഞ്ഞാൽ പശു, പശുവിൻ്റെ ചെവി പോലെ, കർണം എന്ന് പറഞ്ഞാൽ ചെവി, പശുവിൻ്റെ ചെവി പോലെയുള്ള ചെവിയുള്ളവൻ എന്ന അർത്ഥത്തിൽ ഗോകർണം എന്ന് പേരിട്ടു. അതൊന്നല്ല കേട്ടോ അർത്ഥം. ഇതൊക്കെ ഇപ്പം LKG കുട്ടികൾക്ക് പറയുമ്പോൾ അങ്ങനെ പറയും. കുറച്ച് ഡിഗ്രിക്ക് എത്തിയാൽ പറയും ഗോ എന്ന് പറഞ്ഞാൽ വേദം എന്ന അർത്ഥം. എന്താണ്? കർണം എന്ന് പറഞ്ഞാൽ ചെവി, വേദം ശ്രവിക്കുന്നവൻ, ജ്ഞാനത്തിനോട് താല്പര്യമുള്ളവൻ, ശ്രദ്ധിച്ച് ഭാഗവതം കേൾക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആരുടെ? ദുന്ധുകാരി നേരെ വിപരീതം. എവിടെയെങ്കിലും ഭാഗവതം ഉണ്ടെങ്കിൽ കേൾക്കാണ്ടിരിക്കാൻ എന്താ വഴി നോക്കും. അതാണ് ദുന്ധുകാരിയുടെ സ്വഭാവം. ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ധുകാരി മഹാഖല. ഗോകർണൻ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്. ദുന്ധുകാരി ആവട്ടെ മഹാഖലൻ, മഹാദുഷ്ടൻ. ചെറിയ കുട്ടിയാകുമ്പോഴേ ജന്തുക്കളെയൊക്കെ തച്ചു കൊല്ലും എന്നൊരു സ്വഭാവമാണ്. കുറച്ചങ്ങോട്ട് വലുതായി പ്രായമുള്ളവരെയും കണ്ടു കാണാത്തവരെയൊക്കെ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളിയിടും. എന്നിട്ട് കൈ കൊട്ടിച്ചിരിക്കുക. അങ്ങനെ ഒരു സൈക്കോ ആണ്. ഒരു പ്രത്യേക സ്വഭാവമാണ്. മറ്റുള്ളവൻ ദുഃഖിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ആനന്ദം ഉള്ളിലുണ്ടാവുക. ഇങ്ങനെ സ്വഭാവക്കാരനായിരുന്നു ആര്? ദുന്ധുകാരി. എന്നാൽ ഗോകർണനോ രാവിലെ നേരത്തെ നീക്കും, കുളി, ജപം, ധ്യാനം, മനസ്സിനെ അങ്ങനെ അടക്കി ശുദ്ധനായിട്ട് കഴിയാണ് ഗോകർണൻ. രണ്ടുപേരും ഒരു ദിക്കിൽ, പക്ഷെ രണ്ട് സ്വഭാവമാണ്. കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞു അച്ഛനെ തല്ലാൻ തുടങ്ങിയാൽ എവിടെയാണ് ആ കാശ് വെച്ചത്? അച്ഛനോടെ. അതങ്ങോട്ട് കേട്ട സമയത്ത് മുറ്റത്തിറങ്ങി നിന്ന് അദ്ദേഹം പറയാണ്, അന്നേ എന്നോട് സിദ്ധം പറഞ്ഞതാ എന്ത്?
മുഞ്ച അജ്ഞാനം പ്രജാരൂപം. ഈ മകൻ എന്നുള്ള അജ്ഞാനം അങ്ങോട്ട് ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞതാ. അന്ന് ഞാൻ കേട്ടില്ല എന്നാണ്. എനിക്കത് വേണം, ഇങ്ങനെയൊന്നും വേണ്ടില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോകർണൻ അവിടേക്ക് വന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് ആശ്വസിപ്പിച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ കയ്യിൽ എന്ത് കൊടുത്തു? ഈ ഭാഗവതം കൊടുക്കുകയാണ്. അച്ഛാ, ഇത് കയ്യിൽ വെച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതെല്ലാം ദശമസ്കന്ധം പഠിച്ചാൽ മതി. ഇനി മുഴുവൻ പഠിക്കാൻ പറ്റില്ലെങ്കിലും സാരമില്ല. കാരണം അച്ഛനെ അത്ര ആയുസ് നിശ്ചയില്ല. ഇനി മുഴുവനായിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് വെച്ച് പോയാലോ. ദശമസ്കന്ധം മാത്രം വായിച്ചാൽ മതി അച്ഛാ. അതിലൊരു ഉണ്ണിയുണ്ട്, ഈ മകനെ പോലെയല്ല. ആ മകൻ്റെ കയ്യിൽ ഒലയ്ക്കൊന്നുമില്ല, ഇയാളെ കയ്യിൽ ഒലയ്ക്കൊക്കെയാണ്. വടി ചൂരലൊക്കെ ഇട്ടിരിക്കുകയാണ് ആര്? എന്തുകാരി. എന്നാൽ ആ മകൻ്റെ കയ്യിൽ ഓടക്കൊഴലാണത്, കയ്യിൽ താമരയാണ്. കണ്ണുരുട്ടാനൊന്നും അയാൾക്ക് അറിയില്ല. തൻ്റെ അടുത്തേക്ക് നോക്കുന്നവരെ ആശ്വസിപ്പിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ, തലോട് മാത്രമേ ചെയ്യാറുള്ളൂ. ആ ഉണ്ണിയെ ഒന്ന് ധ്യാനിക്കൂ. അതാണ് എല്ലാവരുടെയും മകൻ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇതാണ് ഉപദേശം. ഈ ഭാഗവതം കൊണ്ട് അച്ഛൻ കാട്ടിലേക്ക് പോയിക്കോളൂ, സ്വസ്ഥമായിട്ടിരിക്കുക. ഇവിടുന്ന് ആകുമ്പോഴാണ് ഇയാൾ ശല്യം ചെയ്യുക. കാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ഈ ഭാഗവതം പഠിക്കുന്ന സമയത്തെ ദേഹേ സ്ഥിമാം സരുധിരേ അഭിമതിം ത്യജത്വം. ഈ ദേഹത്തിലുള്ള മമത ഒഴിവാക്കണേ. ഈ ദേഹം ഞാനെന്നുള്ള വിചാരം മെല്ലെ 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 ഒഴിവാക്കാൻ ശ്രമിക്കണം. ജായാസുത അതിഷു സദാ മമതാ മിമുഞ്ച. ഭാര്യയിലും മക്കളിലുമുള്ള താല്പര്യം ഒഴിവാക്കണം. ഇനി 7 ദിവസത്തേക്ക് ഭാര്യയും മകനെയും മറക്കണം. 7 ദിവസത്തേക്ക് മതി, കഴിഞ്ഞ ഓർത്തോളൂ. 7 ദിവസത്തേക്ക് എന്തല്ല, കല്യാണം കഴിച്ചിട്ടുണ്ടോ ഞാൻ എന്ന് വരെ സംശയിക്കണം. അതൊന്നും ഓർക്കരുത്. കാരണം അത് 7 ദിവസത്തേക്ക് ഇനി വേണ്ട. ഒന്ന് അത് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു 7 ദിവസത്തേക്ക് ഒന്ന് സന്യസിക്കാൻ തയ്യാറാവൂ. പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവ ഭക്തിനിഷ്ഠ അന്യസ്യ ദോഷഗുണചിന്തനം ആശു മുക്ത്വ. അന്യസ്യ മറ്റുള്ളവരെ ദോഷഗുണചിന്തനം, ദോഷവും പറയണ്ട ഗുണവും പറയണ്ട. ആർക്കും ഒരു ദോഷവും ഗുണവും ഒന്നും ഇവിടെ വാസ്തവത്തിലില്ല. അന്യം തന്നെ ഇല്ല, പിന്നെന്ത് ദോഷവും ഗുണവും? ഞാൻ തന്നെയാണ് അത്. അവരെ നമ്മൾ കുറ്റം പറയുമ്പം ആ കുറ്റത്തിൽ അധികം മാർക്കുണ്ട്, എനിക്കുണ്ട്, ഇല്ലെങ്കിൽ ആ കുറ്റമൊക്കെ നാളെ ഞാനും ചെയ്യാൻ സാധ്യതയുള്ളത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ആരെ പറ്റിയും ദോഷവും ഗുണവും പറയണ്ട. സേവാ കഥാരസമഹോ നിതരാം പിബത്വം ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്. അങ്ങനെ ആ ഗോകർണനെ നമസ്കരിച്ച് അദ്ദേഹം സന്തോഷത്തോടു കൂടി ഭാഗവതം എടുത്ത് കാട്ടിലേക്ക് പോയി ദശമം പഠിച്ച് ഹൃദയത്തെ ശുദ്ധമാക്കി ഭഗവാനോട് ചേർന്നു. ആര്? ആത്മദേവൻ. ഇവിടെ ദുന്ധുകാരിയുടെ കഥ എന്താ? ദുന്ധുകാരി മഹാമോശക്കാരൻ. അച്ഛൻ പോയതിനു ശേഷം പിന്നെ അമ്മയെ ഉപദ്രവിക്കുകയായി. ദുന്ധുകാരി ദുന്ധുളിയോട് എവിടെയാ കാശ് വെച്ച് ചോദിച്ച് അമ്മയെ ഉപദ്രവിക്കുന്നു. അവസാനം മകൻ്റെ കൈ കൊണ്ട് മരിച്ചു എന്നുള്ള ചീത്തപ്പേര് വേണ്ട എന്ന് കരുതി കിണറ്റിലേക്ക് എടുത്തു ചാടി ആ ദുന്ധുളി ആത്മഹത്യ ചെയ്തു. ഈശ്വരനെ മറന്നാലുള്ള ജീവൻ്റെ കഥയാണ് ഇപ്പോൾ ഇവിടെ വർണ്ണിച്ചത്. ആ മഹാത്മാവിനെ പറ്റിച്ചു. ആരോഗ്യമൊക്കെയുള്ള കാലത്ത് വലിയ കുഴപ്പമൊന്നും ദുന്ധുകാരിക്ക് ഉണ്ടായിരുന്നില്ല. അവസാനം എന്തുണ്ടായി? ദുഃഖം, വിഷമം, കടുത്ത നിരാശ, എടുത്തു ചാടി. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത് കാണിക്കാനാണ് ഇപ്പോൾ ഇതൊക്കെ വർണ്ണിക്കുന്നത്. അതിനുശേഷം സൗകര്യമായി പല സ്ത്രീകളെ പല ദിക്കിൽ നിന്ന് കൊണ്ടുവന്നു, പാർപ്പിച്ചു, മദ്യം അങ്ങനെയൊക്കെ ആയിട്ട് ആ ദുന്ധുകാരി കഴിയുന്നു. കക്കലാണ് പ്രധാന ഏർപ്പാട്. അങ്ങനെ രാജഭണ്ഡാരം കൊള്ളയടിച്ച് കൊണ്ടുവന്നു. ആ ചിഹ്നങ്ങളൊക്കെ കണ്ടപ്പം ഈ സ്ത്രീകൾക്ക് മനസ്സിലായി ഇത് രാജാവിൻ്റെ പണ്ടങ്ങളാണ്. അന്വേഷണം വരും, ഉറപ്പാണ്. അന്വേഷണം വന്നാൽ പണ്ടങ്ങളും കൊണ്ടുപോകും, ഇയാളെ മാത്രമല്ല തൊണ്ടി മുതലും കൊണ്ടുപോകും. അതുകൊണ്ട് തെളിവ് നശിപ്പിച്ചാലോ എന്ന് കരുതി നല്ലോണം മദ്യം കൊടുത്ത് ആരെ കൊന്നു. കഴുത്തിൽ കയറ് കെട്ടി 2 പേരൊരു ഭാഗത്ത് നിന്ന് വലിച്ചു, 2 പേർ ഈ ഭാഗത്തു നിന്നും വലിച്ചു. ഒരു സ്ത്രീ ബാക്കിയുണ്ട്, 5 പേരാ. ആ സ്ത്രീ ഇദ്ദേഹം കണ്ട് ഞെട്ടി കണ്ണ് തുറന്ന് വായ തുറന്ന സമയത്ത് ഇവള് ആ അടുക്കളയിൽ പോയിട്ട് ചിരട്ടക്കണ്ണിൽ കൊണ്ടുവന്ന് വായനം കണ്ട് നിറച്ചു. അങ്ങനെ സുഖമായിട്ട് ആരും മരിച്ചു, കാര്യം കണ്ടും മരിച്ചു. അങ്ങനെ മഹാപ്രേതായിട്ട് മാറിയതാണ്. പല രൂപത്തിൽ വരും തൻ്റെ തറവാട്ടിക്ക്. ഒരിക്കൽ ഗോകർണൻ തീർത്ഥാടനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കുമ്പം പല രൂപത്തിൽ സംവദിക്കാൻ പുറപ്പെട്ടു ഈ ദുന്ധുകാരി. കയ്യിൽ തീർത്ഥം ജപിച്ച് തളിച്ചപ്പം ദുന്ധുകാരിയെ മനസ്സിലായി. എന്താ നിൻ്റെ പ്രശ്നം? നീ നേരെ ആവണമെന്ന് കരുതിയിട്ട് നീ മരിച്ച വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നേരെ അങ്ങോട്ട് പോയി ഗയയിൽ പോയി. എന്നിട്ട് ഗയാശ്രാദ്ധം ഊട്ടിയിട്ടുണ്ടല്ലോ. ഗയയെ ശ്രാദ്ധം ഊട്ടിയാൽ പിന്നെ ആ ജീവൻ ഒരിക്കലും അധോഗതി ഉണ്ടാവില്ലെന്നാണ് പറയുക. പക്ഷേ ദുന്ധുകാരി പറഞ്ഞു, നീ ഒന്നല്ല ഒരു 100 ഗയാശ്രാദ്ധം ഊട്ടിയാലും ഞാൻ നേരെയാവും തോന്നുന്നില്ല. കാരണം ഈ കൈ കൊണ്ടാണ് അച്ഛനെ തല്ലിയത്. നേരെയാവൂ? എന്ത് ശ്രാദ്ധം ഊട്ടിയിട്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ മാത്രമേ എനിക്ക് ബന്ധുവായിട്ടുള്ളൂ, രക്ഷിക്കണേ, നേരെ ആവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ കാൽക്കൽ വീഴുകയാണ്. എങ്ങനെയപ്പോൾ ഈ സഹോദരനെ രക്ഷപ്പെടുത്തുക?
ഗോകർണൻ താൻ ഉപാസിക്കുന്നത് സൂര്യനെയാണ്. സൂര്യദേവനോട് ചോദിച്ചു, എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ, സഹോദരനെ നേരെയാക്കണം എന്ന് പറഞ്ഞ സമയത്ത് സൂര്യദേവൻ പറഞ്ഞു കൊടുത്തു അത്രേ, ഭാഗവതം വായിച്ച് കേൾപ്പിക്കൂ എന്നാണ്. കാരണം അതും എന്താണ്, ഗായത്രി തന്നെയാണ്. ധിയോയോ നഃ പ്രചോദയാത്, ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ എന്നാണ് ഗായത്രിയുടെ ഒരു സാരം. അതിലും ഇതേ ഒരു വരി കാണാം, ഭർഗോദേവസ്യ ധീമഹി എന്താണ്, ഭർഗോദേവസ്യ ധീമഹി, അത് തന്നെയാണ് സത്യം പരം ധീമഹി. ഗായത്രിയാണ് ഏറ്റവും വലിയ മന്ത്രം. ആ മന്ത്രത്തിൻ്റെ മനോഹരമായ വ്യാഖ്യാനമാണ് ഭാഗവതം. അതിലും ആ സവിതാവിനെയാണ് സ്തുതിക്കുന്നത്. ആ സവിതാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സൂര്യനല്ല. ആ സൂര്യനും പ്രകാശിക്കാനുള്ള കഴിവ് കിട്ടുന്നത് ഈ ബോധത്തിൽ നിന്നാണ്, ബ്രഹ്മത്തിൽ നിന്നാണ്. അതാണ് പരമമായ സത്യം. ആ സത്യത്തെ ധ്യാനിക്കുന്നു, അതാണ് താല്പര്യം. അതുകൊണ്ട് ആ സത്യവിചാരം ചെയ്യാനായിട്ട് പഠിപ്പിക്കൂ, ഭാഗവതം കേൾപ്പിക്കൂ എന്ന് സൂര്യൻ പറഞ്ഞത് കേട്ട് ആ ദുന്ധുകാരിയെ ഭാഗവതം പാടി കേൾപ്പിക്കുകയാണ്. പക്ഷേ ദുന്ധുകാരിക്ക് ശരീരമില്ലല്ലോ, എവിടെ ഇരുത്തുക? സ്വസ്ഥമായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. പ്രേതത്തിൻ്റെ കുഴപ്പം അങ്ങനെയാണ്, നമ്മളും അങ്ങനെ തന്നെയാണ്. ഏറെക്കുറെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് ഇരുത്താനായിട്ട് അന്ന് മുളന്തണ്ട്, 7 കമ്പുള്ളൊരു മുളന്തണ്ട് ശരീരമായിട്ട് കണക്കാക്കി അതിലേക്ക് ആവാഹിച്ചിരുത്തി ഈ ദുന്ധുകാരിയെ ഓരോ ദിവസമായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നു. ആ ഭാഗം അവസാനത്തെ ഓരോ ദിവസം പാരായണം ചെയ്ത് സമർപ്പിക്കുമ്പം ഓരോ കമ്പായിട്ട് പൊട്ടാൻ തുടങ്ങി. 7-ാം ദിവസം സമർപ്പിക്കുന്ന സമയത്ത് 7-ാമത്തെ കമ്പ് അങ്ങോട്ട് പൊട്ടി. പിന്നെ അവിടെ കണ്ടത് ദുന്ധുകാരിയെ അല്ല. ദുന്ധുകാരിയെ കാണാനൊക്കെ നികൃഷ്ടമായൊരു രൂപമാണ്, പേടിയാവും കണ്ടാൽ. പക്ഷെ ആ രൂപമല്ല ഇപ്പം കണ്ടത്. 7-ാം ദിവസം ആ കമ്പ് അങ്ങോട്ട് പൊട്ടിപ്പിളയ്ക്കും, മുള അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. അവിടെ കണ്ട രൂപം നീലമേഘ ശ്യാമളനെയാണ്. നീലമേഘ ശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി പുഞ്ചിരിച്ച് ആര് നിൽക്കുന്നു? ദുന്ധുകാരി ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ. ആ ദുന്ധുകാരി ആരായി മാറി? ഭാഗവതം കേട്ട് 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 ഭഗവാനായി മാറി. ഇപ്പം നമ്മളൊക്കെ ദുന്ധുകാരികളായിട്ടിരിക്കുക, പേടിക്കണ്ട. 7-ാം ദിവസം നമ്മളൊക്കെ ആരായി മാറും? ശ്രദ്ധിച്ച് കേൾക്കണം എന്നർത്ഥം. ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ദുന്ധുകാരിയേക്കാൾ കഷ്ടം കൊണ്ട് പോണ്ടി വരും. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് കേട്ട് ഭക്തിജ്ഞാന വൈരാഗ്യം ഉദിച്ചാൽ നമ്മളൊക്കെ ആരായി മാറി? ഭഗവാൻ ആയി മാറാനൊന്നുമില്ല, ഭഗവാനാണ്. സത്യം അറിയാത്തതാ കുഴപ്പം. അതാ ബോധ്യവും. നരൻ നാരായണനായി മാറും, ഇല്ലെങ്കിൽ നരൻ വാനരനായി മാറും. അങ്ങനെ തന്നെ പോകും. അത് വേണ്ടെന്നർത്ഥം. ഏതായാലും വിമാനം വന്നു, ദുന്ധുകാരി അതിൽ കയറി പോവുകയും ചെയ്തു. ഗോകർണന് ചെറിയൊരു വിഷമം. എന്തൊക്കെ പറഞ്ഞാലും ഞാനാണ് വായിച്ച് കേൾപ്പിച്ചത്, ഞാൻ ഇവിടെ അങ്ങനെ ഇരിക്കുക. കേട്ട ദുന്ധുകാരി വിമാനത്തിൽ പോവുകയും ചെയ്തു. വിഷമം ഉണ്ടാവില്ലേ? അപ്പോഴാണ് അവിടെ നിന്ന് അശരീരി ഉണ്ടായി. ഗോകർണ താൻ വിഷമിക്കണ്ട, ദുന്ധുകാരി വിമാനത്തിൽ കൊണ്ടുപോകാൻ കാരണം എന്താ വെച്ചാൽ ദുന്ധുകാരി ശ്രദ്ധിച്ച് കേട്ടു. മറ്റുള്ളവരൊക്കെയോ അത്ര ശ്രദ്ധിച്ചില്ല. കാരണം ശ്രവണസ്യ വിഭേദേന, ഫലം കിട്ടുക ശ്രവണം നോക്കിയിട്ടാണ്. ശ്രദ്ധിച്ച് കേട്ടാൽ ഫലം. ഇപ്പം നമ്മൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും വിമാനം വരുന്നു വിചാരിക്കണ്ട. ഞാൻ അവിടെ ഇരുന്നുണ്ടല്ലോ, ആ ഹാളിൽ ഞാനും ഇരുന്നുണ്ടല്ലോ, ഞാനും ആ കസേര തൊട്ടപ്പുറത്തെ കസേരയിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ വല്യമ്മയ്ക്ക് മോക്ഷം കിട്ടി, ഞാൻ ആ ചവടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില പറയാറ് ഞാനാണ് അവളെ ഈ ഭാഗവതം കേൾക്കാൻ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുവന്നത് തന്നെ കേട്ടോ, ഞാൻ ഇവിടെ ഇരിക്കുക. അതൊന്നും ഇവിടെ വിഷയമില്ല. അതിലൊന്നും അവകാശം എന്താ, ഞാനാണ് സന്യാസിയെ പരിചയപ്പെടുത്തിയത്, ഞാനാണ് ആ മഹാത്മാവ് എന്നിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രദ്ധ, വിശ്വാസം, ഭക്തി ആർക്കുണ്ടോ അവർക്കാണ്. അത്രയേ ഉള്ളൂ. കാരണം ഞാൻ കൊണ്ടുവന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാരാ? അവരെ എത്തിക്കാൻ അവരുടെ പുണ്യം വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്താൻ തോന്നിയതും എത്തിക്കാൻ തോന്നിയതൊക്കെ. അതുകൊണ്ട് കർപ്പൂരാണെങ്കിൽ വേഗം തീ പിടിക്കും, വാഴപ്പിണ്ടി ആണെങ്കിൽ തീ പിടിക്കാനല്ല. അതിന് എന്നിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ എന്തായി മാറണം? കർപ്പൂരായിട്ട് മാറിയാൽ ഇവിടുന്ന് തീപ്പൊരി വീഴുമ്പോഴേക്കും കത്താം. അതല്ലെങ്കിൽ അങ്ങ് നനഞ്ഞ വർഗ്ഗമായിട്ട് അങ്ങനെ ഇരിക്കുക, ഷീ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയെ ഉണ്ടാവുള്ളൂ. അത് കത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് ശ്രദ്ധിച്ചൊന്ന് ഭാഗവതം കേൾക്കൂ എന്നുള്ള ഉപദേശം. ഗോകർണൻ മാഹാത്മ്യത്തോടു കൂടി ഭാഗവതം ആരംഭിച്ചു. മാഹാത്മ്യം എന്തിനാ? ശ്രദ്ധയോടുകൂടി കേൾക്കണേ, വെറുതെ നേരം പോകാൻ കേട്ടിട്ട് കാര്യമില്ലേ എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞു. എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി നിവർന്നിരുന്ന് ശ്രദ്ധിച്ച് കേട്ടു. അതിൻ്റെ ഫലം എന്തുണ്ടായി? എത്ര പേരവിടെ കേട്ടുവോ അത്രയും പേർക്ക് വിമാനം വന്നു, എല്ലാവർക്കും മുക്തി ലഭിച്ചു എന്നാണ് കഥ. അതുകൊണ്ട് ഭാഗവതം ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് ഇപ്പം മാഹാത്മ്യത്തിൻ്റെ ചുരുക്കം.